ഏറ്റവും താഴത്തെ വാരിയൽ എടുത്തിട്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പുരുഷന്റെ ഒത്തമത്തിൽ നിന്ന് സ്ത്രീ പുറപ്പെട്ടതിനാൽ പുരുഷനും സ്ത്രീയും തുല്യരാണ് എന്ന സ്ത്രീ പുരുഷ സമത്വം ദൈവം സ്ഥാപിക്കുന്നത് പുരുഷന്റെ ഏറ്റവും താഴത്തെ വാരിയൽ എടുത്തിട്ട് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചപ്പോഴാണ്. രണ്ടാമത് ഏത് ഭാഗത്തെ വാരിയലാണ് എടുത്തത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു ഇടതുവശത്തെ വാരിയലാണ് എടുത്തത്. എന്താണ് ഇടതുവശത്തെ വാരിയലിന്റെ പ്രത്യേകത? ഇടതുവശത്തെ വാരിയലിന്റെ പ്രത്യേകത ഹൃദയത്തെ ആലിംഗനം ചെയ്തിരിക്കുന്ന എല്ലാണ് ഏറ്റവും താഴത്തെ വാരിയൽ. ആ ഹൃദയത്തെ ആലിംഗനം ചെയ്തിരിക്കുന്ന എല്ലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ ഇരിപ്പിടമായ ഹൃദയത്തെ ആലിംഗനം ചെയ്ത എല്ല് സംരക്ഷിക്കുന്നത് പോലെ പുരുഷനെ സ്നേഹിച്ച് ആലിംഗനബദ്ധരായി സ്ത്രീകൾ ഇരിക്കണം. അതിനാണ് ഇടതുവശത്തെ വാരിയലെടുത്ത് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. ആദാമിനെ സൃഷ്ടിച്ച ദൈവം ഒരു കുശനായനായിരുന്നു. മണ്ണ് കുഴച്ച് പ്രതിമയും കലവൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുശനായനായിട്ടാണ് ആദാമിനെ സൃഷ്ടിച്ചത്. ഹവ്വായെ സൃഷ്ടിച്ച ദൈവം ഒരു ഓപ്പറേഷൻ നടത്തിയ സർജനാണ്, ഡോക്ടറാണ്. ഡോക്ടർ ഓപ്പറേഷൻ നടത്തിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പോൾ മണ്ണ് കുഴച്ച് ഉണ്ടാക്കുന്ന ശില്പിയെക്കാളും ഏറ്റവും ശ്രേഷ്ഠനാണ് സർജൻ നടത്താൻ പറ്റിയ ഡോക്ടർ. അതുകൊണ്ട് സ്ത്രീ പുരുഷനേക്കാളും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നു. കുശനായൻ ഉണ്ടാക്കിയ പുരുഷനേക്കാളും ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർ ഉണ്ടാക്കിയ സ്ത്രീ ശ്രേഷ്ഠയാണ് എന്ന് വേദപുസ്തകം സമർത്ഥിക്കുകയാണ്. ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. ദൈവം ശക്തി കൊടുത്തപ്പോഴും ദൈവം വല്ലാത്ത വേല കാണിച്ചു കളഞ്ഞു. പുരുഷന് ഈ കൈയുടെ മസിലിനും കാലിന് മസിലിനും നല്ല ശക്തി കൊടുത്തു. വെയിറ്റ് പൊക്കാനും തൊഴിക്കാനും ഒക്കെ നല്ല ശക്തിയായി പുരുഷന്. പക്ഷെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മസിൽ ദൈവം പുരുഷന് കൊടുത്തില്ല. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മസിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ മസിലാണ്. ഒരാവറേജ് സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ മസിലിന് ബോക്സിംഗ് ചാമ്പ്യനായ കാഷ്യസ് ക്ലേയുടെ കൈയുടെ മസിലിന് 2 ഇരട്ടി ശക്തിയുണ്ട്. അതുകൊണ്ടാണ് 3-3.5 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ 10 മാസം ചുമന്നു നടക്കാൻ ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്നത് ആ ഗർഭപാത്രത്തിന്റെ മസിലിന്റെ ശക്തിയാണ്. ഈ സിസേറിയൻ ഓപ്പറേഷൻ്റെ ഡോക്ടർമാരോട് ചോദിച്ചാൽ മതി, അത് മുറിച്ചകത്ത് കയറാനാണ് ഡോക്ടർ. സാധാരണ മസിലിൽ പോലും മുറിച്ചങ്ങ് മുറിയും. പക്ഷെ ഗർഭപാത്രം മുറിച്ച് കുഞ്ഞിനെ എടുക്കണമെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഏതേലും സിസേറിയൻ നടത്തുന്ന ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അപ്പോൾ ഏറ്റവും ശക്തിയുള്ള മസിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ മസിലിന് കൊടുത്തു. ഹൃദയം സൃഷ്ടിച്ചപ്പോൾ ദൈവം വേറൊരു വേല കാണിച്ചു കളഞ്ഞു. പുരുഷന്റെ ഹൃദയത്തിൻ്റെ മസിലിൻ്റെ 2 ഇരട്ടി ബലമാണ് സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ മസിലിന്. അതുകൊണ്ട് പുരുഷന്മാർ ഹാർട്ട് അറ്റാക്കായിട്ട് ചാവുന്നതിൻ്റെ പകുതിയിൽ താഴെ സ്ത്രീകൾ ഹാർട്ട് അറ്റാക്കായിട്ട് ചാവുള്ളൂ. ഉരുതപ്പെട്ട ഷോക്കൊക്കെ അവളങ്ങ് പിടിക്കും. പുരുഷനത് പിടിക്കാൻ പറ്റത്തില്ല, അവൻ ഹാർട്ട് അറ്റാക്കായിട്ട് ചത്തു. അപ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ മസിലിന് ഡബിൾ ശക്തി കൊടുത്തു, ഹൃദയത്തിൻ്റെ മസിലിനും പുരുഷൻ്റെ ഡബിൾ ശക്തി കൊടുത്തു. പുരുഷന്മാർ ചത്തു മുടങ്ങിക്കഴിഞ്ഞാലും സ്ത്രീകൾ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കും ഈ 2 പണി കാണിച്ചോണ്ട്. അപ്പോൾ ദൈവം ഈ ശക്തി പുരുഷൻ എന്തിനാണ് ഈ കൈക്കും കാലിനും കൊടുത്തത്, സ്ത്രീക്ക് എന്തിനാണ് ഗർഭപാത്രത്തിനും ഹൃദയത്തിനും കൊടുത്തതെന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അത് ഈശ്വരൻ വളരെ കൃത്യമായി ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് ശ്രദ്ധേയമായ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കണം. ഈ ഹവ്വായെ കബറടക്കിയിരിക്കുന്ന സ്ഥലം സൗദി അറേബ്യയുടെ തലസ്ഥാനമായ ജദ്ദയാണ്. ജദ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മുത്തശ്ശിയുടെ ശവകുടീരം എന്നാണ്. നമ്മൾ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ ജദ്ദയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹവ്വായുടെ ശവകുടീരം അവർ വളരെ പണിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ രസമുള്ള ഒരു സ്ഥലമാണ് ഈ ഹവ്വായുടെ ശവകുടീരം. ആ ജദ്ദ എന്നുള്ള പേര് തന്നെ വല്യമ്മച്ചിയുടെ ശവകുടീരം എന്നാണ് സൗദി അറേബ്യയുടെ തലസ്ഥാനത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ശ്രദ്ധിച്ച പ്രത്യേകിച്ച് ചില കാര്യം ഉണ്ട്. എന്തിനാണ് ഈ ദൈവം വാരിയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത്? അതിന് ഭാഷാശാസ്ത്രപരമായ ഒരർത്ഥമുണ്ട്. ഒരു സായിപ്പ് ഒരു സ്ത്രീയെ പ്രേമിച്ചാൽ സായിപ്പിന്റെ പ്രേമലേഖനം തുടങ്ങും, യു ആർ മൈ ഹാർട്ട്, നീ എൻ്റെ ഹൃദയമാണെന്നാണ്. കാര്യം പ്രേമം ഉണ്ടാകുമ്പോൾ ഈ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്ന ഈ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടതാണ് ഈ പ്രേമത്തിന് ഉറവിടം എന്നാണ് സായിപ്പിന്റെ സംശയം. അതുകൊണ്ടാണ് പ്രേമിക്കുന്ന പെണ്ണിനെ യു ആർ മൈ ഹാർട്ട് എന്ന് വിളിക്കുന്നത്. മലയാളിയാണ് പ്രേമം എഴുതുന്നെങ്കിൽ എൻ്റെ കരളെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. ഒരു ഷേപ്പും ഇല്ലാത്ത കറത്തിരണ്ട ഒരു സാധനമാണ് ഈ കരൾ. അതിനകത്ത് ഈ സ്നേഹിക്കുന്നത് എങ്ങനെ ഈ മലയാളിക്ക് തോന്നുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ചിന്തിച്ചിട്ട് അർത്ഥം കിട്ടുന്നില്ല. എന്നാൽ യഹൂദനാണ് പ്രേമലേഖനം എഴുതുന്നതെങ്കിൽ യഹൂദന്മാരുടെയും അറബികളുടെയൊക്കെ ചിന്താസരണിയിൽ പ്രേമം ഇരിക്കുന്നത് വാരിയലിലാണെന്നാണ് അവൻ്റെ സങ്കല്പം. അതുകൊണ്ട് ഒരു അറബിയോ ഒരു യഹൂദനോ പ്രേമലേഖനം എഴുതിയാൽ എൻ്റെ വാരിയല്ലേ എന്ന് പറഞ്ഞ് അവൻ തുടങ്ങുകയുള്ളൂ. അപ്പൊ സ്നേഹത്തിന്റെ ഇരിപ്പിടമെന്ന് അറമായിക് അല്ലെങ്കിൽ ഹീബ്രു ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരവയവത്തിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത് ദൈവം ബോധപൂർവം ചെയ്തതാണ്. സ്നേഹത്തിന്റെ ഇരിപ്പിടമായ വാരിയിൽ നിന്ന് വേണം സ്ത്രീയെ സൃഷ്ടിക്കപ്പെടാൻ. അതുകൊണ്ടാണ് ദൈവം വാരിയിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചത്.
ഇനി വാരിയെല്ലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചതിന് മറ്റൊരു കാരണമുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അതായത് മനുഷ്യന്റെ ശരീരത്തിൽ ഒരു 208 എല്ലുണ്ട്. അതിൽ ഒരെല്ലിന് മാത്രമേ ഫ്ലെക്സിബിലിറ്റി ഉള്ളൂ. അത് വാരിയെല്ലിനാണ്. വാരിയെല്ലെടുത്ത് നമ്മൾ ബലം പ്രയോഗിച്ചാൽ വളഞ്ഞേരും. കൈവിട്ടാൽ അത് പൂർവ്വസ്ഥയെ പ്രാപിക്കും. കൈയുടെ കാലിൻ്റെ എല്ലെടുത്ത് ബലം പ്രയോഗിച്ചാൽ കുണമെന്ന് ഒടിഞ്ഞ് 2 കഷ്ണമായിപ്പോയി. അപ്പോൾ ഈ ഫ്ലെക്സിബിളായ വാരിയിൽ നിന്ന് ദൈവം എന്തിനാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്? കാരണം ഈ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് കഷ്ടകാലമാണ്. അതാണ് ദൈവം നമ്മൾ ഫ്ലെക്സിബിളായ വാരിയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചൊരു വീട്ടിൽ ചെല്ലും. അവിടെ അമ്മായിയമ്മ സമ്മർദ്ദം ഉണ്ടാക്കും, വളഞ്ഞു കൊടുക്കണം. നാത്തൂന് സമ്മർദ്ദം ഉണ്ടാക്കും, വളഞ്ഞു കൊടുക്കണം. കുറെ കാലം കഴിഞ്ഞ് അമ്മായിയമ്മ ചത്ത മണ്ണിനടിയിൽ പോകും. നാത്തൂനെ കല്യാണം കഴിച്ച് അവൾ വേറെ വീട്ടിൽ പോകും. അപ്പം ജന്മസ്വഭാവം പുറത്തെടുത്തോണം. അതുവരെ വളഞ്ഞോളം നിൽക്കാൻ പറ്റുന്ന സ്ത്രീ സർവൈവ് ചെയ്യും. അല്ലാതെ അമ്മായിയമ്മയും നാത്തൂനും പിടിച്ചാൽ ഞാൻ വളയത്തില്ല എന്ന് പിടിച്ചുകൊണ്ട് വന്ന അവളുടെ കഷ്ടകാലമാണ്. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ള എല്ലാം ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് ഈ അമ്മായിയമ്മയുടെ നാത്തൂൻ്റെ സമ്മർദ്ദം കുറച്ചു കാലം സഹിച്ച ശേഷം അമ്മായിയമ്മ മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് നാത്തൂനെ കല്യാണം കഴിച്ചപ്പോൾ ജന്മസ്വഭാവം പുറത്തെടുത്ത് ഒറിജിനാലിറ്റി കാണിക്കാൻ സ്ത്രീക്ക് പറ്റണം. അതിനാണ് ഈ ഭാര്യയിൽ നിന്ന് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. ഇങ്ങനെ ഡോക്ടർമാർ പറയുന്ന റീസണുണ്ട്. നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗാണുവിനെ നേരിടാൻ വേണ്ടി ശരീരം ഉണ്ടാക്കുന്ന സാധനമുണ്ട്, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, വെള്ള അണുക്കൾ. ഈ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിനെ ഉണ്ടാക്കുന്നത് വാരിയലിൻ്റെ മജ്ജയിൽ നിന്നാണ്. വാരിയലിൻ്റെ മജ്ജ എന്ന് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ടാക്കാൻ പറ്റാതെ വരുന്നോ അത് മാരകമായ ഒരു രോഗമാണ്. ആ രോഗം വന്നാൽ മരണമല്ലാതെ യാതൊരു മാർഗവും ഇല്ല. ഹൈപ്പോതലാസീമിയ എന്ന രോഗത്തിൽ തുടങ്ങി അത് വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ മനുഷ്യന്റെ ശരീരത്തിന് രോഗങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന ആ വാരിയലിൽ ഉണ്ടാക്കുന്ന വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ടാക്കുന്ന വാരിയലിൽ നിന്ന് ദൈവം എന്തിനാണ് സ്ത്രീ സൃഷ്ടിച്ചത്? കാരണം ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രോഗത്തെ ശമിപ്പിക്കാൻ സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ. ലിയോ ടോൾസ്റ്റോയ് കുടുംബബന്ധങ്ങളെ പറ്റി എഴുതിയ പ്രശസ്തമായ ഒരു നോവലുണ്ട്, അന്ന കരനീന. വാറൻ പീസിന് ശേഷം അദ്ദേഹം എഴുതിയ ശ്രേഷ്ഠമായ നോവലാണ്. ആ നോവൽ തുടങ്ങുന്നത് ഒരു മഹത്തായ സെന്റൻസിലാണ്: ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്, ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ലോകത്തിലെ സന്തോഷമുള്ള കുടുംബം, അത് നീഗ്രോയുടെ ആയാലും സായിപ്പിൻ്റെ ആണെങ്കിലും ഇന്ത്യക്കാരൻ്റെ ആണെങ്കിലും ചൈനക്കാരനായാലും, അതിന് ഒരു സ്വഭാവമാണ്. ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക്, ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ഒരു കുടുംബത്തിൽ കലഹം ഉണ്ടായാൽ ആ കുടുംബത്തിന് തന്നെ പ്രത്യേകതയുള്ള ഒരു കാരണത്താലാണ് ആ കലഹം ഉണ്ടാകുന്നത്. അതാണ് ലിയോ ടോൾസ്റ്റോയ് പറയുന്നത്. ഇന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നു, സന്തോഷമുള്ള കുടുംബത്തിന്റെ രഹസ്യം ആ കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ ആരാണോ ആ സ്ത്രീയുടെ കഴിവാണ് ഒരു കുടുംബത്തെ ഐക്യത്തിൽ കൊണ്ടുപോകുകയോ ശിഥിലപ്പെടുത്തുകയോ ചെയ്യുന്ന ഘടകം. അത് മുത്തശ്ശിയാവാം, വല്യമ്മയാവാം, അമ്മയാവാം, മദറിലോ ആവാം, ആരായാലും കൊള്ളാം. ആ മൂത്ത സ്ത്രീ, ആ സ്ത്രീയാണ് കുടുംബത്തിന്റെ ഐക്യം. അതുകൊണ്ട് ഓൾ ഹാപ്പി ഫാമിലീസ് ആർ അലൈക്ക് ഓർ അൺഹാപ്പി ഫാമിലീസ് ആർ ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ആ ഹാപ്പി ഫാമിലിയുടെ മൂലതന്തു സ്ത്രീയാണ്. അതാണ് ഈ രോഗാണുക്കളെ നേരിടുന്ന വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ടാക്കുന്ന വാരിയിൽ നിന്ന് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. ഇത് വൈദ്യശാസ്ത്രപരമായ വ്യാഖ്യാനമാണ്. ഇനി അങ്ങനെ സ്ത്രീയെ സൃഷ്ടിച്ച ശേഷം ഹവ്വ സാത്താൻ വന്ന് പഴം പറിച്ചു കൊടുത്തപ്പോഴേക്കും തിന്ന് അപകടത്തിൽ വീണുപോയി, പാപത്തിൽ വീണു. ഭാര്യ വീണപ്പം എന്നാൽ ഞാനും വീണേക്കാന്ന് പറഞ്ഞ് ആദാവും പഴം പറിച്ചങ്ങ് തിന്നു. അപ്പൊ ഈ കഥയിലെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയ ആരാണ്? സ്ത്രീകളാണ്. പള്ളിയില് ഈ ഭാഗം എടുത്തുകൊണ്ട് വായിക്കുമ്പം അച്ഛന്മാരെല്ലാം പുരുഷന്മാരാണ്. ഈ സ്ത്രീകളെ അടിച്ചിരുത്താൻ വേണ്ടി ഹൗവയാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണമെന്നും അച്ഛന്മാരങ്ങ് പ്രസംഗിക്കും ഭയങ്കരമായിട്ട്. പക്ഷെ അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല അർത്ഥം എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. ചൈനക്കാർ പറയുന്ന പ്രസിദ്ധമായൊരു ഫലിതമുണ്ട്. ദൈവത്തിന് പറ്റിയ അബദ്ധം. ആദവിനെ സായിപ്പും മദാമയെ സൃഷ്ടിച്ചതാണ്. സായിപ്പും മദാമയ്ക്കും പഴവർഗ്ഗങ്ങൾ വലിയ ഇഷ്ടമാണ്. അപ്പൊ മദാമയെ പഴമെന്ന് പറയുകയും മദാമ പഴം പറിച്ചങ്ങ് തിന്ന് പാപത്തിൽ വീണുപോയി. ചൈനക്കാർ പറയുന്നത് ഈ ഹവ്വ ചൈനക്കാരി ആയിരുന്നെങ്കിൽ പാമ്പിനെ കാണുമ്പോഴേ അത് തുറക്കുന്നതിന് പിന്നെ കൊങ്ങയ്ക്ക് ഒരു പിടിയിഞ്ച് പിടിക്കുക, എന്നിട്ട് 5 കഷ്ണമാക്കി ഫ്രൈ ചെയ്താൽ കഴിക്കും. ചൈനക്കാർക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ പാമ്പിന്റെ ഇറച്ചി. അതുകൊണ്ട് സാത്താൻ തുറക്കുന്നതിന് മുമ്പ് സാത്താനെ പിടിച്ച് 5 കഷ്ണമാക്കി ഫ്രൈ ചെയ്ത് തിന്നുകയും ചെയ്യും. പാവവും ഉണ്ടാവില്ല, സാത്താന്റെ പ്രശ്നവും പരിഹരിച്ച് കിട്ടിയതിനാണെന്നാണ് ചൈനക്കാർ പറയുന്നത്. ഒരിക്കലൊരു സദസ്സിൽ വെച്ച് ഞാനിത് അബദ്ധത്തിൽ ഈ ജോക്ക് പറഞ്ഞു. അപ്പോൾ മഹാനായ മർത്തോമാസഭയുടെ വലിയ മെത്രാപ്പൊലീത്ത ക്രിസോസ്റ്റത്തിന് വേണ്ടി ആ സദസ്സിൽ ഉണ്ടായിരുന്നു. എനിക്ക് ശേഷം അദ്ദേഹത്തിനായിരുന്നു പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അലക്സാണ്ടർ എന്തിനായി ചൈനയിലൊക്കെ പോകുന്നേ? ഈ ആദാവിനെ അവയും കോട്ടയം ജില്ലയിലെ ഒരു അച്ചായൻ കൊച്ചമ്മയെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ പഴം ഉണ്ടാകുന്ന എല്ലാ പഴവും മൂട് വെച്ച് വെട്ടിയിട്ട് റബ്ബർ വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ മുഴുവൻ. അപ്പം നന്മയും തിന്മയുടെയും പഴം മാത്രമല്ല ഒരു പഴവും വേറെ തോട്ടത്തിൽ ബാക്കി ഉണ്ടാവില്ല.
പക്ഷെ 5 മിനിറ്റ് കൊണ്ട് ഇത്ര ഭയങ്കര ഒരു ജോക്ക് എങ്ങനെ ക്രിസ്തോസിന് വേണ്ടി കണ്ടുപിടിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ ക്രിസ്തോസിന് വേണ്ടി പറയുന്നതും ചൈനക്കാർ പറയുന്നത് ഒരേ വേദശാസ്ത്ര തത്വമാണ്. ഇങ്ങനെയൊക്കെ ഭൂമിയിൽ സംഭവിക്കണമെന്ന് ദൈവം കരുതിയിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീയെ ഹവ്വായെ അങ്ങനെ സൃഷ്ടിച്ചത്. ഇനി സാത്താൻ കള്ളം പറഞ്ഞോ? സാത്താൻ കള്ളം പറഞ്ഞില്ല, സാത്താൻ സത്യം തന്നെയാണ് പറഞ്ഞത്. അത് ദൈവമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. അവന് നന്മയും തിന്മയുടെ വൃക്ഷം പറിച്ചതിന് ഇനി അവൻ ജീവന്റെ വൃക്ഷം കൊണ്ടിട്ട് ഫലം കൂടി പറിച്ചതിനാൽ ദൈവത്തെ പോലെ ആവും. അതിനു മുമ്പ് ആദാമിനെ അവയും പുറത്തിയടിക്കണമെന്ന് പറഞ്ഞാണ് മാലാഹമാരെ വിട്ട് പുറത്തിയടിച്ചത്. സാത്താൻ പറഞ്ഞത് സത്യമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഈ നന്മയും തിന്മയും സൃഷ്ടിച്ചാണുള്ള പഴം ഹവ്വ പറിച്ച് തിന്നപ്പോൾ അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റി, ഡിസ്ക്രിഷൻ പറ്റി. അപ്പോൾ ദൈവം പുരുഷനെ സ്ത്രീക്കും ഓരോ ശാപം കൊടുത്തു. സ്ത്രീ കൊടുത്ത ശാപം, നീ വേദനയോടുകൂടി പുത്രനെ പ്രസവിക്കുമെന്നാണ്. കാൾ സാഗർ എന്ന വിശ്വപ്രസ്ഥനായ ശാസ്ത്രജ്ഞൻ പറയുന്നു, ദൈവം ശവിച്ചില്ലായിരുന്നെങ്കിലും ഇങ്ങനെ സംഭവിച്ചതിനായിരുന്നു. കാരണം മൃഗങ്ങളുടെ തലച്ചോറിന് 3 ഭാഗമുണ്ട്: സെറിബ്രം, സെറിബെല്ലം, മെഡലോ, ഒബ്ലോങ്കേറ്റ. ഇത് 3ഉം തുല്യ സൈസാണ് മൃഗങ്ങളിൽ. മനുഷ്യനും പണ്ടങ്ങനെ ആയിരുന്നു, അതാവനും അവയ്ക്ക് അങ്ങനെ ആയിരുന്നു. നന്മയും തിന്മയുടെയും വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നപ്പോൾ തലച്ചോറിന് നന്മയും തിന്മയും തിരിച്ചറിയണമെങ്കിൽ സെറിബ്രത്തിനൊരു 950 ഗ്രാമെങ്കിലും വേണം. അപ്പൊ 200 ഗ്രാമുള്ള സെറിബ്രം 950 ഗ്രാമായി. 950 ഗ്രാം സെറിബ്രം ആയപ്പോൾ തലച്ചോറ് ആകെ 1350 ഗ്രാമായി. 1350 ഗ്രാമുള്ള തലച്ചോറായപ്പോൾ തലയോട്ടി വലുതായി. ഈ തലയോട്ടി പ്രസവിക്കുമ്പോൾ പുറത്തു വരുന്ന പ്രോസസ്സിൽ സ്ത്രീകളുടെ പ്രസവം ഭയങ്കര വേദനാജനകമായി മാറി. മൃഗങ്ങളുടെ ഉടലിനേക്കാൾ ചെറുതാണ് അവന്റെ തല. അതുകൊണ്ട് മൃഗത്തിന്റെ തല ഇനി ഇറങ്ങി വരും. ഈ വലിയ തലയുള്ള അതും ഈ തലയൊട്ടിക്കകത്തിരിക്കുകയില്ല, ഇത് അമുങ്ങി കൊടുക്കുകയില്ല. അതുകൊണ്ട് വലിയ വലിയ ക്രേനിയം പുറത്തു വരുന്ന പ്രോസസ്സിൽ സ്ത്രീകളുടെ പ്രസവം വേദനാജനകമായി. അതാണ് കാൾസാഗം പറയുന്നത്, ദൈവം ശപിച്ചില്ലായിരുന്നെങ്കിലും ഓട്ടോമാറ്റിക്കലി നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ടുള്ള പഴം പറിച്ച് തിന്നപ്പോൾ പ്രസവം വേദനാജനകമായി മാറും എന്നുള്ളതാണ്. പുരുഷൻ അവനൊരു ശാപം കൊടുത്തു, നീ നെറ്റിയിലെ വേർപ്പണങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തെ പൊറ്റിക്കണമെന്നാണ്. ഇത് ശാപമല്ല, അനുഗ്രഹമാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നെറ്റിയിലെ വേർപ്പണം കൊണ്ട് അവൻ ജീവിച്ചോണം, അല്ലാതെ ഭാര്യയുടെ സ്വത്ത് കൊണ്ട് ജീവിച്ചു കളയരുത്. സ്ത്രീധനം വാങ്ങിച്ച് അതുകൊണ്ട് ജീവിക്കാൻ പുരുഷൻ ശ്രമിക്കാൻ പാടില്ല. ഭാര്യയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ആ വരുമാനം ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഭർത്താവ് ശ്രമിക്കാൻ പാടില്ല. അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം, അമ്മായിയപ്പന് പണമില്ലെങ്കിൽ സംബന്ധം അസംബന്ധം. ഇതല്ല വേദോസത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മായിയപ്പൻ്റെ പണം കൊണ്ട് നീ ജീവിച്ചേക്കരുത്, നീ വേർത്ത് ഭാര്യയും മക്കളെയും പോറ്റിക്കണമെന്നാണ്. അപ്പൊ വേദോത്സവത്തിൽ ഒരു സോഷ്യോളജിക്കൽ റെവല്യൂഷനാണ് ദൈവം തമ്പുരാൻ ചെയ്തതെന്നാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെ വിവക്ഷ. അങ്ങനെ അവൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കായേൻ കൃഷിക്കാരനായി, ആബേൽ ആട്ടിടയനായി മാറി. അഗ്രികൾച്ചർ സ്റ്റേജ് ആൻഡ് പാസ്റ്ററൽ സ്റ്റേജ് എന്ന് പറയുന്ന കഴിഞ്ഞ 10,000 വർഷം ലോകത്തിൽ നടന്ന 2 മാറ്റങ്ങളാണ് കായേന്റെയും ആബേലിന്റെയും കാലഘട്ടം. അത് കഴിഞ്ഞ് മനുഷ്യൻ സെറ്റിൽഡ് സൊസൈറ്റീസ് ഉണ്ടാക്കി, അർബൻ സിവിലൈസേഷൻ ഉണ്ടാക്കി. അതാണ് സേത്തിന്റെ കാലഘട്ടം. 3ാമത്തെ മകൻ സേത്ത് പട്ടണം ഉണ്ടാക്കി, ആരാധനാലയങ്ങൾ ഉണ്ടാക്കി, സെറ്റിൽഡ് സൊസൈറ്റി ഉണ്ടാക്കി, സിവിലൈസേഷണൽ പീരീഡ്. അപ്പൊ അതവന്റെ അവയുടെയും കഥ. അതൊരു കഥയാണ്. ആ കഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ വിവിധ തലങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. അപ്പൊ ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ചെയ്ത പ്രത്യേകത എന്താണെന്നും അതിന്റെ വേദശാസ്ത്രപരമായ അംശം എന്താണെന്നും മർത്തമറിയം സംഘത്തിലെ ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കണം. ഹവ്വായുടെ കാലഘട്ടത്തിന് ശേഷം വേദപുസ്തകത്തിൽ 2ാമതൊരു പ്രമുഖയായ സ്ത്രീയുണ്ട്. കാരണം ആദാമും ഹവ്വയ്ക്കും 11 മക്കളാണ് ഉണ്ടായത്, 7 ആൺമക്കളും 4 പെൺമക്കളും. എല്ലാവരുടെയും പേരറിയണമെങ്കിൽ ബാറബ്രായയുടെ പ്രസിദ്ധമായ വേദപുസ്തക ചരിത്രം വായിക്കണം. ബാറബ്രായ ഓർത്തഡോക്സ് സഭയുടെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. ബാറബ്രായ വേദപുസ്തക യഹൂദന്മാരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ചരിത്രത്തിനകത്ത് ആദാമും ഹവ്വയ്ക്കുണ്ടായ 7 ആൺമക്കളുടെ പേരെന്താണ്, 4 പെൺമക്കളുടെ പേരെന്താണ്, ആ 7 ആൺമക്കളിൽ ആരൊക്കെയാണ് ഈ പെങ്ങന്മാരെ കല്യാണം കഴിച്ചത് എന്നൊക്കെ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. ആ 4 പെൺമക്കളുടെ പേരും പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പിൽക്കാല ചരിത്രത്തെ പറ്റി വേദപുസ്തകം സൈലന്റ് ആണ്, അത് നമുക്ക് അറിഞ്ഞൂടാ. എന്നാൽ പഴയ നിയമത്തിലെ 2ാമത്തെ ഏറ്റവും പ്രഗത്ഭയായ ഒരു സ്ത്രീയുണ്ട്, അത് നോഹയുടെ ഭാര്യ. ലോകം മുഴുവൻ പ്രളയത്തിൽ നശിക്കാൻ പോവാണ്, ലോകത്തെ രക്ഷിക്കണം. അപ്പോ 300 ക്യൂബിറ്റ് 1200 അടി നീളമുള്ള ഒരു പെട്ടകം പണിയണം. ഈ 1200 അടി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കപ്പൽപ്പടയിലെ 7ാം കപ്പൽപ്പടയുടെ തലവനായ എന്റർപ്രൈസ് എന്ന കപ്പലിന്റെ നീളമാണ് ഈ നോഹയുടെ പെട്ടകത്തിന്റെ നീളം. അത്രയും വലിയൊരു പെട്ടകം ഉണ്ടാക്കണമെങ്കിൽ അന്നത്തെ ഒരു കോടീശ്വരനെയോ അല്ലെങ്കിൽ ഒരു രാജാവിനെയോ വേണം ദൈവം തിരഞ്ഞെടുക്കാൻ.
പക്ഷെ ദൈവം നോഹയെ തെരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ ഒരു കാരണം വേദോസ്തത്തിൽ പറയുന്നുണ്ട്. നീതിമാനായ നോഹയും അവന്റെ ഭാര്യയും മക്കളും ഒത്തു പ്രവർത്തിച്ചാൽ അസാധ്യമായതൊന്നും ഈ ഭൂമിയിൽ ഇല്ല എന്ന് ദൈവം കണ്ടു. പക്ഷെ ഗ്രഹപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ നോഹയുടെ ഭാര്യയുടെ പേര് വേദോസ്തം പറയുന്നില്ല. പക്ഷെ പേര് പറയാത്ത ആ സ്ത്രീയെ ദൈവം സർട്ടിഫിക്കറ്റ് എഴുതുന്നുണ്ട്. നീതിമാനായ നോഹയും ഭാര്യയും മക്കളും ഒത്തു പ്രവർത്തിച്ചാൽ അസാധ്യമായതൊന്നും ഇല്ലാന്ന് ദൈവം കണ്ടിട്ടാണ് നോഹയെ ഏൽപ്പിച്ചത്. ആ നീതിമാനും ആ നീതിമതിയായ ഭാര്യയെ കൂടെ ചേർന്നപ്പോ പെട്ടകമുണ്ടായി. ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും മനുഷ്യരെയും രക്ഷിച്ച അത്ഭുതം ആ സ്ത്രീക്ക് ഭർത്താവിനോടൊപ്പം ചെയ്യാൻ പറ്റിയെന്ന് സർട്ടിഫിക്കറ്റ് എഴുതുകയാണ്. വേദോസ്തത്തിൽ മൂന്നാമത് വരുന്ന പ്രധാന കഥാപാത്രമാണ് അബ്രഹാം. അബ്രഹാമിന് 3 ഭാര്യമാര് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തേത് ഹാജറ. അപ്പൊ യഹൂദന്മാർക്കും അറബികൾക്കും ഭയങ്കര വിരോധമാണ്. അതിന് യഹൂദന്മാർ മനഃപൂർവ്വം കാണിച്ചൊരു പരിപാടിയാണ് ഈ ഹാജറ ദാസിയായിരുന്നു, വേലക്കാരിയായിരുന്നു എന്നൊരു കള്ളം എഴുതി വെച്ചിട്ടുണ്ട് വേദോസ്തത്തിൽ. ഞാനിങ്ങനെ തുറന്നു പറയുന്നത് നിങ്ങൾക്ക് എന്നോട് എതിർപ്പ് വന്നുകളായിരുന്നു. ഞാൻ ചരിത്രം പറയുമ്പോൾ ഞാൻ കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. ഈജിപ്തിലെ പ്രസിദ്ധമായ ഒരു പ്രഭു കുടുംബമുണ്ട്. ആ പ്രഭു കുടുംബത്തിന് ഈജിപ്തിൽ ഒരു പട്ടണം മുഴുവൻ ഭരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പട്ടണം ഉണ്ടോ അവിടെ, ഹാജറ എന്ന് പറഞ്ഞ പട്ടണം. ആ പട്ടണത്തിലെ പെറ്റി കിങ് എന്ന് പറയുന്ന ഒരാളിന്റെ മോളായിരുന്നു ഈ ഹാജറ അല്ലെങ്കിൽ ഹാഗാർ. ആ ഹാഗാറിലാണ് ഇഷ്മായേൽ എന്നൊരു മകനുണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അബ്രഹാം സ്വന്തം സ്റ്റെപ്പ് സിസ്റ്ററിനെ കല്യാണം കഴിച്ചു. അച്ഛനായ തേറഹിന് ആദ്യ ഭാര്യയിൽ ഉണ്ടായതാണ് അബ്രഹാം, രണ്ടാമത്തെ ഭാര്യയിൽ ഉണ്ടായതാണ് സാറ. അതുകൊണ്ടാണ് ഫറോ രാജാവിന്റെ സൈനികർ വന്നാൽ നീ സഹോദരിയാണെന്ന് പറഞ്ഞേക്കണമെന്ന് അബ്രഹാം പറഞ്ഞു. സഹോദരിയാണെന്ന് വെച്ചാൽ സഹോദരിയ, ഒരപ്പന്റെ മക്കളാണ്. ഭാര്യയാണെന്ന് വെച്ചാൽ ഭാര്യയാണ്. ഏത് സത്യം പറയണം എന്നുള്ളതാണ് സത്യം പറയുമ്പോൾ ഉള്ള പ്രശ്നം. അങ്ങനെ സ്റ്റെപ്പ് സിസ്റ്ററിനെ, അച്ഛന് രണ്ടാം ഭാര്യയിലുണ്ടായ മകളെ സാറായെ കല്യാണം കഴിച്ചു. സാറായില് ഇസാഹാക്ക് എന്നൊരു പുത്രനുണ്ടായി. പിന്നെ അബ്രഹാം പോയി കോത്തുറായെ കല്യാണം കഴിച്ചു. കേത്തുറ അല്ലെങ്കിൽ കോത്തുറായില് 4 മക്കളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട മോനാണ് മിദ്യാൻ എന്ന് പറയുന്ന പുത്രൻ. ആ മിദ്യാനയുടെ വംശപരമ്പരയിലായിരുന്നു മോശയുടെ അമ്മായച്ചൻ ജത്രോ റൂവേൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ 3 സ്ത്രീകളുടെ കഥ പറയുന്നുണ്ട്. അപ്പൊ ഈ വേദപുസ്തകത്തിലെ കഥകളിലൊക്കെ തന്നെ ഒരു ചെറിയ കുഴപ്പം ശലോമോന്റെ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടന്മാരെല്ലാം കുഴപ്പക്കാരാണ്, അനിയന്മാരാണ് നല്ലവർ എന്നൊരു വ്യാഖ്യാനം. കാര്യം ദാവീദിന്റെ 12 മക്കളിൽ ഏറ്റവും ഇളയ ഒരു മകനായിരുന്നു ഈ ശലോമോൻ. ചേട്ടന്മാരെ 10 കൊന്നിട്ടാണ് അയാൾ ഭരണത്തിൽ വന്നത്. അപ്പൊ വേദപുസ്തകത്തെ അന്നത്തെ വേദപുസ്തകത്തിനകത്ത് ശലോമോൻ കുറെ വേലകൾ കാണിച്ചു. അതാണ് കായൻ കുഴപ്പക്കാരൻ, ആബേൽ നല്ലവൻ. അബ്രഹാമിന്റെ മൂത്ത മോന് കുഴപ്പക്കാരൻ, ഇസ്മായിൽ കുഴപ്പക്കാരൻ, ഇസഹാക്ക് നല്ലവൻ. ദാവീദ് രാജാവിന്റെ ചേട്ടന്മാരെ 7 കുഴപ്പക്കാര്, ദാവീദ് രാജാവിന്റെ ഇളയ മോൻ നല്ലത്. യാക്കോബിന്റെ 12 മക്കളിൽ ആദ്യത്തെ 10 മഹാകുഴപ്പക്കാര്. യോസഫിനെ വിറ്റു കുഴപ്പമുണ്ടാക്കി. 11ാമത്തവനാണ് ജോസഫ്. ഇങ്ങനെ വേദോസ്തകത്തിലുള്ള ചേട്ടന്മാർ കുഴപ്പക്കാർ, അനിയന്മാർ നല്ലവരെന്ന് പറഞ്ഞ ഒരു കഥ ശലോമോൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഞാൻ വേദോസ്തകത്തിലെ അപ്പോക്രിഫലായ കഥ പറയുന്നത് നിങ്ങൾ പറഞ്ഞുള്ളത്, ചരിത്രം സത്യമായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കഥാരൂപത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹാഗാർ എന്ന് പറയുന്ന സ്ത്രീ കുഴപ്പക്കാരിയാണ്. മറ്റാണ് അവളെ പുറത്താക്കി അവള് ഇസ്മായിലിനെ കൊണ്ട് അറബി ദേശത്ത് പോയി അറബികളുടെ പൂർവ്വപിതാവായി അബ്രഹാം മാറി. പിന്നെയാണ് സാറായില് ഇസാഹാക്ക് ഉണ്ടാകുന്നത്. ഇസാഹാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഇസ്മായിലിനെ അയക്കുന്നത്. പിന്നെയാണ് കോത്തുറ ഉണ്ടായത്. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അതായത് എപ്പോഴൊക്കെ ഭർത്താവും ഭാര്യയും ദൈവവും ഒത്തു നിൽക്കുന്നോ അപ്പോൾ ആ കുടുംബം വിജയിക്കും. എപ്പോഴെങ്കിലും ഇതിൽ ഒരു ഘടകം മാറ്റപ്പെട്ടാൽ ആ കുടുംബം നാശത്തിലേക്ക് പോകും. ഈ തിയറിയാണ് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന തിയറി. അപ്പൊ ആദാവും ഹവ്വയും ദൈവവും ഒത്തു നിന്നപ്പോ ആ കുടുംബത്തിന് സന്തോഷം ഉണ്ടായിരുന്നു, സൗഖ്യം ഉണ്ടായിരുന്നു. ആദാവും ഹവ്വയുടെ നിന്നും ദൈവത്തെ അവർ മാറ്റി ദൈവത്തോട് അനുസരണ കാണിച്ചപ്പോൾ അവർക്ക് മരണമുണ്ടായി, കൊലപാതകം ഉണ്ടായി, ദുഃഖമുണ്ടായി, മരണമുണ്ടായി, അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടായി. നോഹയും ഭാര്യയും മക്കളും ദൈവവും ഒത്തു നിന്നപ്പം പെട്ടകം ഉണ്ടാക്കി ലോകത്തെ രക്ഷിക്കാൻ പറ്റി. ഭർത്താവും ഭാര്യയും ദൈവം ഒത്തപ്പം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റി നോഹയ്ക്ക്. അബ്രഹാമിന് ഒരു 75 വയസ്സാവുന്നവരെ അബ്രഹാം ഉണ്ടായിരുന്നു, സുന്ദരികളായ ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ അബ്രഹാമിന്റെ നടുക്ക് ദൈവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വിജയപ്രദമായ ഒരു കുടുംബജീവിതം ഉണ്ടായില്ല. അബ്രഹാമിന് 75 വയസ്സായപ്പോൾ ദൈവം വന്ന് അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി പരമ്പരയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണത്തരി പോലെയും എണ്ണത്തിൽ പെരുക്കാൻ പോവാണെന്ന് പറഞ്ഞു. 75 വയസ്സിന് മക്കളില്ലാത്ത ഒരു വന്ധ്യനായ ഒരാളിനോട് മക്കൾ ഇങ്ങനെ എണ്ണത്തിൽ പെരുമെന്ന് ചോദിച്ചാൽ അബ്രഹാം തന്നെ ചിരിച്ചിട്ടുണ്ടാവാന്ന്. പക്ഷെ ദൈവം വാക്ക് പാലിക്കുക.
ഹാഗാറിൽ അദ്ദേഹത്തിന് എബ്രഹാമിന് ഇഷ്മായേൽ എന്ന പുത്രനുണ്ടായി. ഇഷ്മായേലിന് 12 ആൺമക്കളുണ്ടായി. ആ 12 ആൺമക്കളിലൂടെ ഇന്ന് 65 കോടി അറബികളുടെ പൂർവ്വപിതാവായി അബ്രഹാം മാറി. അദ്ദേഹത്തിന് സാറായിൽ ഇസ്ഹാക്ക് ഉണ്ടായി. ഇസ്ഹാക്കിലൂടെ 3 കോടി യഹൂദന്മാരുടെ പൂർവ്വപിതാവായി അബ്രഹാം മാറി. പിന്നെ കോത്തുറയുടെ മക്കൾക്ക് മിദ്യാന്യർക്കെല്ലാം കൂടി 7 കോടി ജനങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. അവർ ലിബിയ, പാലസ്റ്റീൻ, ജോർദാൻ തുടങ്ങിയ സിനായ് മരുഭൂമിയിലൊക്കെ താമസിക്കുന്ന മിദ്യാനൈറ്റ്സ് എന്ന് പറഞ്ഞ ജനവിഭാഗം 7 കോടിയുണ്ട്. അതായത് അബ്രഹാമിന്റെ സന്തതി പരമ്പര ഇന്ന് എല്ലാം കൂടി 75 കോടിയുണ്ട്. 75 വയസ്സായ അബ്രഹാമിനോട് സന്തതി പരമ്പര എണ്ണത്തിൽ പെരുക്കുമെന്ന് പറഞ്ഞു. 75 കോടിയിൽ കൊണ്ട് നിർത്തിയ ദൈവം ഇപ്പം 800 കോടിയിൽ 75 കോടി അബ്രഹാമിന്റെ സന്തതി പരമ്പരപ്പെട്ടവരാണ്. അവിടെ ഈ 3 ഭാര്യമാരെ വെച്ചിട്ടുള്ള കളി വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട രസകരമായ ഒരു സംഭവമാണ്. അത് കഴിഞ്ഞാണ് ഇസഹാക്ക് റബേക്കായെ വിവാഹം കഴിക്കാൻ. നിങ്ങൾക്കറിയാം കഥ. വീണ്ടും കസിൻ സിസ്റ്ററാണ്. റബേക്കായെ കല്യാണം കഴിച്ച ശേഷം റബേക്കായുടെ അവസാന സമയത്ത് ഒരു സ്ത്രീയെ പ്രത്യേകം അതിൽ പരാമർശിക്കുന്നുണ്ട്. റബേക്ക മരിക്കാറായപ്പോൾ റബേക്ക മോനെ വിളിച്ച് പറഞ്ഞു, മോനെ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കല്ലറ എത്ര പൊക്കി പണിയുമോ അത്രയും, എന്നെ വയസ്സുകാലത്ത് ശുശ്രൂഷിച്ചൊരു ഹോം നേഴ്സുണ്ട്, അവൾക്ക് അവിടെ കല്ലറയും അത്രയും പൊക്കി തന്നെ പണിയണമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഈ കല്ലറയുടെ ഉയരമാണ് ഒരാളുടെ സ്റ്റാറ്റസ്. ഫറോ രാജാവിന്റെ പിരമിഡിന് 1000 അടി പൊക്കമാകുമ്പോൾ അയാൾ ഏറ്റവും വലിയ ഫറോവാണ്. 500 അടി പൊക്കമാണ് അയാൾ അതിൽ താഴ്ന്ന ഫറോവാണ്. അപ്പൊ ശവക്കല്ലറയുടെ പൊക്കം വെച്ചിട്ട് ഈ മാന്യത്തിനാണ്. ഇപ്പോഴും നമ്മുടെ ശവക്കല്ലറ പോയി നോക്കിയാൽ ചില മാന്യന്മാർ കല്ലറ പൊക്കി പണിഞ്ഞാലേ നാശം ഉണ്ടാക്കി വെച്ചാലേ ചില. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് കിട്ടിയ പരിപാടിയാണ്. അപ്പൊ ഇവള് പറഞ്ഞു, റബേക്ക പറഞ്ഞു, എന്റെ കല്ലറ എത്ര പൊക്കോ അത്രയും പൊക്കത്തിൽ ഡെബോറയുടെ കല്ലറയും പണിയണമെന്ന് പറഞ്ഞു. അവസാനം റബേക്ക മരിച്ചപ്പോൾ പണിഞ്ഞ കല്ലറയുടെ അത്രയും പൊക്കത്തിൽ ഡെബോറയുടെ കല്ലറ ഈ റബേക്കയുടെ കല്ലറയും ഡെബോറയുടെ കല്ലറയും ഒരേ ഹൈറ്റിൽ പണിഞ്ഞു. അത് 1986 ഇസ്രായേല് സിനായ് മരുഭൂമിയുടെ ഗവേഷണം നടത്തിയപ്പോൾ ഈ 2 കല്ലറയും കണ്ടെത്തി. അവിടെ ഇൻസ്ക്രിപ്ഷൻ ഉൾപ്പെടെ 2 ഡെബോറയുടെ കല്ലറയും റബേക്കയുടെ കല്ലറയും കണ്ടെത്തി. അപ്പൊ സ്ത്രീകൾക്ക് ഒരു വേലക്കാരിക്ക് പോലും എത്ര മാന്യത കൊടുക്കണമെന്ന് കൃത്യമായ വേദോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അമ്മയുടെ ആഗ്രഹം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നീട് യാക്കോബിന്റെ കാര്യം വരുമ്പോൾ ലേയയുടെയും റീച്ചലിന്റെയും ഒക്കെ കഥ, 4 ഭാര്യമാരുടെയും കഥ കൃത്യമായിട്ട് 2 വേലക്കാരികൾ 2 മക്കളുണ്ടായി. ലേയയ്ക്ക് 6, പിന്നെ റീച്ചലിന് 2, ഇങ്ങനെ 12 മക്കളുടെ കഥ. അതിൽ ഓരോ സ്ത്രീയുടെയും മഹിമയും കുഴപ്പവും കൃത്യമായി നമ്മൾ വിവരിക്കാൻ. എന്നാൽ മോശയുടെ കാലം വരുമ്പോഴേക്കും സംഭവം വീണ്ടും അത്ഭുതകരമായി മാറുകയാണ്. മോശ ജനിക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ ഫറോ രാജാവ് തീരുമാനിച്ചു, ആൺമക്കൾ വളരാൻ അനുവദിക്കേണ്ട, പെൺമക്കൾ മാത്രം വളർന്നാൽ മതി. അന്നൊരു ട്രൈബിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി ആണുങ്ങളെ കൊന്ന ശേഷം പെൺകുട്ടികളെ വിവാഹം കഴിക്കും. അപ്പൊ 2 തലമുറ കഴിയുമ്പോൾ ആ വംശം, ആ റേസ് ഇല്ലാതാവും. അങ്ങനെ ഭർത്താവും ഭാര്യ ദൈവമാവും ത്രികോണത്തിൽ നിന്ന് ഈ അച്ഛൻ എന്ന കഥാപാത്രത്തെ ഇല്ലാതാക്കാൻ, പുരുഷൻ എന്ന കഥാപാത്രത്തെ ഇല്ലാതാക്കാനാണ് ഫറോ രാജാവ് തീരുമാനിച്ചത്. പക്ഷെ അവിടെ അസാധാരണയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണ്. ഫറോ രാജാവിന്റെ ഒരു മകൾ നൈൽ നദിയിൽ കുളിക്കാൻ ചെന്നപ്പോൾ മക്കളില്ലാത്ത ആ സ്ത്രീക്ക് ഒരു കുഞ്ഞൊഴുകി വരുന്ന കണ്ടു. അങ്ങനെ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തി രാജകൊട്ടാരത്തിൽ തന്നെ വളർന്നു. ആ കുട്ടി മോശയായി മാറി എന്ന് നമ്മൾ വേദോത്സവത്തിൽ മനസ്സിലാക്കുന്നു. ആ റാണി ചരിത്രകാരന്മാർ പറയുന്നു, ഹാഷപ്പുട്ട് എന്ന് പറയപ്പെടുന്ന ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ഹാഷപ്പുട്ട് 3300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ഹാഷപ്പുട്ടാണ് മോശയെടുത്ത് വളർത്തിയ രാജകുമാരി എന്നാണ് ചരിത്രകാരന്മാരുടെ അനുമാനം. ആ മോശ എങ്ങനെ രാജകൊട്ടാരത്തിൽ വളർന്നെന്നും അദ്ദേഹം എങ്ങനെയാണ് യഹോവയായ ദൈവത്തെ തിരിച്ചറിഞ്ഞതെന്നും ഇസ്രായേലിനെ രക്ഷിച്ചതെന്നും നമ്മൾ വേദപുസ്തകത്തിൽ വിശദമായി വായിക്കുന്ന ഭാഗമാണ്. ഒരു സ്ത്രീയുടെ മഹത്വം വിവരിക്കുമ്പോൾ ഹാഷപ്പുട്ട് വിവരിക്കപ്പെടുകയാണ്. 10 കമാൻഡ്മെന്റ്സ് എന്ന വിശ്വപ്രസിദ്ധമായ സിനിമയിൽ സെസിൽ ബി ഡെമിൽ ഈ ഭാഗം വളരെ കൃത്യമായി വിവരിക്കുന്നു. അതിനുശേഷം യഹൂദന്മാര് പ്രസ്ഥാനത്തിന് ജെറുസലേമിൽ നമ്മുടെ ഇസ്രായേലിലേക്ക് യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഈ മോശയുടെ അമ്മ യഹൂദന്മാരെ അക്കമ്പനി എന്ന് പറഞ്ഞൊരു യഹൂദ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യ സിനിമയിൽ ഭംഗിയായിട്ട് പറയുകയാണ്. യഹൂദ സ്ത്രീ രാജ്ഞി വന്നപ്പോൾ ഇവളെ ഓടിക്കാൻ പറഞ്ഞു കൂടുള്ള യഹൂദന്മാർ. അപ്പൊ മോശ അവരോട് പറയാണ്, നോ, ഷീ ഈസ് മൈ മദർ who drew me from water and put me on the path of knowledge. She is my mother.
എന്നെ പെറ്റ സ്ത്രീ അല്ലെങ്കിലും വെള്ളത്തിൽ നിന്ന് എന്നെ എടുത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചിട്ട് എന്നെ അറിവിൻ്റെ പാതയിലേക്ക് നയിച്ച സ്ത്രീയാണ്, അതുകൊണ്ട് ഇവളെൻ്റെ അമ്മയാണ് എന്ന് സെസിൽ ബി ഡെമിൽ 10 കമാൻഡ്മെന്റ്സ് എന്ന സിനിമയിൽ കൃത്യമായി വിവരിക്കുകയാണ്. ആ മോശയുടെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ സ്ഥാനം മിറിയാം എന്ന കഥാപാത്രത്തിലൂടെ കൃത്യമായി വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ സ്ത്രീ അപകടകാരിയാവുന്ന സംഭവങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമാണ് സാംസന്റെ ഭാര്യ ഡെലീല. വിശ്വപ്രസിദ്ധമായ സിനിമയുണ്ട് സാംസൺ ഡെലീല. എങ്ങനെയാണ് ഭർത്താവിന് അപകടം ആ സ്ത്രീയിൽ നിന്നുണ്ടായതെന്നും എങ്ങനെയാണ് അവൾ ഭർത്താവിന് ഗൂഢാലോചന ചെയ്തതെന്നും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ മറ്റൊരു ദുഷ്ടയായ സ്ത്രീയെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏലിയ പ്രവാചകൻ മത്സരിച്ച രാജ്ഞിയായിരുന്നു. യഹൂദ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ച രാജ്ഞി. ആ രാജ്ഞിയെ പറ്റി പറയുന്നുണ്ട്, നിന്റെ ശരീരം കുറുനരികളും കടിച്ച് വലിക്കുന്ന ഒരു സമയത്തേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നുണ്ട്. ദുഷ്ടകഥാപാത്രമായി പിക്ചർ ചെയ്യുന്ന മറ്റൊരു സ്ത്രീയാണ് ഈ ഏലിയ പ്രവാചകൻ യുദ്ധം ചെയ്ത ആ രാജ്ഞി. ഇങ്ങനെ ദുഷ്ടകഥാപാത്രങ്ങളെ ചിത്രീകരിക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. കാരണം മോശയുടെ കാലഘട്ടത്തിന് ശേഷം മോശ അവരെ ഇസ്രായേൽ വന്ന് ഇസ്രായേൽ സ്ഥാപിച്ച് പഴയ നിയമത്തിന്റെ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ച് വരികയാണ്. പക്ഷെ ഇതിലുടനീളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകമുണ്ട്. പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. പുരുഷന് ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റിയല്ല, സ്ത്രീക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റിയല്ല. പുരുഷനും സ്ത്രീയും കൂടെ വന്നാലും വിജയിക്കാൻ പറ്റിയല്ല. പുരുഷനും സ്ത്രീയും ദൈവത്തിന്റെ വിശ്വാസവും പ്രാർത്ഥനയും എവിടെ ഒത്തുചേരുന്നു ആ കുടുംബം വിജയിക്കും എന്ന ശ്രദ്ധേയമായ ഒരു പാഠമാണ് പഴയ നിയമത്തിൽ നമുക്ക് തരുന്ന സ്ത്രീയെ പറ്റിയുള്ള ചിത്രം. എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ സ്ത്രീയുടെ പൊസിഷൻ മാറ്റിമറിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. മർത്തമറിയ സമാജം മനസ്സിലാക്കിയിരിക്കേണ്ട പാഠമാണ് യേശു ക്രിസ്തു പഴയ നിയമത്തിൽ ഒരു സെമി അടിമയായിരുന്ന ഒരു സ്ത്രീയെ എങ്ങനെ മോചിപ്പിച്ച് ആധുനിക ലോകത്തിന് കിട്ടിയ സ്വതന്ത്രയായ സ്ത്രീയെ വാർത്തെടുത്തു. യേശു ക്രിസ്തു അത് ചെയ്യുന്നത് ശ്രദ്ധേയമായ ചില നിയമങ്ങളിലൂടെയാണ്. ഏറ്റവും ആദ്യമായി യേശു ക്രിസ്തു ചെയ്തത് സ്ത്രീകളുടെ വസ്ത്രധാരണം മാറ്റി. യഹൂദന്മാരുടെ ശരീരം മറച്ചിരിക്കുന്ന ഒരു വസ്ത്രം ഉണ്ടായിരുന്നു. ആ വസ്ത്രത്തിൽ സ്ത്രീയെ യേശു ക്രിസ്തു പുറത്തു കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് പബ്ലിക് മീറ്റിംഗ്സിന് പോകാൻ പാടില്ലായിരുന്നു. പബ്ലിക് മീറ്റിംഗ് സ്ത്രീക്ക് വരാൻ അവകാശമില്ലായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു പുരോഹിതൻ പോകുന്ന വഴിക്ക് അങ്ങാണ് ഒരു സ്ത്രീയെ കണ്ടുപോയെങ്കിൽ അന്ന് അയാൾക്ക് പൂജ ചെയ്യാനുള്ള അവകാശമില്ല, കുർബാന അർപ്പിക്കാനുള്ള അവകാശമില്ല. 7 ആഴ്ച കാത്തിരുന്നെങ്കിലേ മഹാപുരോഹിതന്റെ കുടുംബത്തിൽപ്പെട്ട ഓരോ പുരോഹിതന് ജെറുസലേം ദേവാലയത്തിൽ പൂജ ചെയ്യാൻ പറ്റും. പൂജ ചെയ്യുന്നതിന്റെ അന്ന് അയാൾക്ക് ജെറുസലേം ദേവാലയത്തിൽ വീഴുന്ന പൈസയുടെ ഒരു അംശം കിട്ടുള്ളായിരുന്നു. അപ്പൊ 7 ആഴ്ച കാത്തിരുന്നിട്ട് വല്ലതും കിട്ടാൻ വേണ്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് വരുമ്പോഴാണ് ദാ വരുന്ന ഒരു സ്ത്രീ. അതോടെ ഇടപാട് കഴിഞ്ഞു. അവന്റെ അന്നത്തെ പൂജ ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് സ്ത്രീയെങ്ങാണോ ആണും ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ പുരോഹിതന്മാർ കണ്ണടച്ചു നടക്കും. കണ്ണടച്ച് നടന്നിട്ട് വല്ല ഭിത്തികളിൽ നിന്ന് ഇടിച്ച് നെറ്റിയും പൊട്ടി മുട്ടും പൊട്ടി പുരോഹിതൻ താഴെ വീഴും. അങ്ങനെ യഹൂദ പുരോഹിതന്മാരെ കളിയാക്കാൻ അന്നൊരു വാക്കുണ്ടായിരുന്നു, ഫോളിങ് ഫാരസീസ്, മറിഞ്ഞു വീഴുന്ന ഫരിസയർ. ഈ സ്ത്രീയെ കാണുന്ന അപകടം ഒഴിവാക്കാൻ വേണ്ടി മറിഞ്ഞ് നെറ്റിയും പൊട്ടി മുട്ടും പൊട്ടി വീഴുന്ന പുരോഹിതന്മാരല്ലേ, അതായിരുന്നു അന്നത്തെ പുരോഹിതൻ. യേശുക്രിസ്തു എന്ന് അറിയാമോ സ്ത്രീകളെ മാറ്റി. യേശുക്രിസ്തു പ്രസംഗിക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾക്ക് വരാൻ യേശുക്രിസ്തു അനുവാദം കൊടുത്തു. മഹാപുരോഹിതന്റെ കുടുംബത്തിലെ ഒറ്റ ഒരെണ്ണത്തിന് ഈ അവകാശം ഉണ്ടായിരുന്നില്ല. അന്നാസിനോ കയ്യാപ്പാസിനോ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പോലും റാവി പ്രസംഗത്തിൽ വരാൻ പറ്റത്തില്ല. ജെറുസലേം ദേവാലയത്തിന്റെ മെയിൻ ഹോളിൽ കയറാൻ പറ്റിയില്ല. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് യേശുക്രിസ്തു മാറ്റി. യേശുക്രിസ്തു പരസ്യമായി പ്രസംഗിക്കുന്നിടത്ത് സ്ത്രീകൾക്ക് വരാൻ അദ്ദേഹം അനുവാദം കൊടുത്തു. ഇത് വലിയൊരു റവല്യൂഷനാണ്. അന്നത്തെ കാലത്ത് വലിയൊരു റവല്യൂഷനാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ പിന്നെ 4000 പേരെ പോഷിപ്പിക്കുമ്പോഴും ഒരിടത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇത്രയെന്നും മറ്റിടത്ത് സ്ത്രീകളും കുട്ടികളും ഒഴുകി ഇത്രയെന്ന കണക്ക് പറയുന്നത്. 2 ഇടത്ത് സ്ത്രീകൾ ഒന്നും കണക്കിൽ തന്നെ കൃത്യമാണ്. ചവതിപുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുത്ത് നിന്ന് പറയുന്നു, നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ എൻ്റെ മോനെ ഒരു മോൻ വലത്ത് വശത്ത് ഒരു ദിവസം ഇടത് വശത്ത് ഇരുത്തണേ എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. സ്ത്രീകൾ വന്ന് പരസ്യമായി യേശുക്രിസ്തുവിനെ സമീപിക്കുന്നു, യേശുക്രിസ്തുവിനെ അനുഗ്രഹിക്കുന്നതും വേദപുസ്തകത്തിലെ സീറോ ഫിനീഷ്യൻ ലേഡി വരുമ്പോൾ അവളുടെ രക്തസ്രാവം എങ്ങനെയാണ് മാറ്റിക്കൊടുക്കുന്നത് കൃത്യമായി. പാപിനിയായ സ്ത്രീ എങ്ങനെ യേശുക്രിസ്തുവിന്റെ അടുത്ത് വരുന്നു, കൃത്യമായി യേശുക്രിസ്തു പരസ്യമായി സ്ത്രീകൾക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് വരാൻ അനുവാദം കൊടുത്തു.
അന്നത്തെ റാബിമാർ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു സാധനം അനുവദിച്ചു. അന്നത്തെ റാബിമാർ അടക്കി വെച്ചിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മൂടിക്കാത്ത് വെച്ചിരുന്നത്, ആ സ്ത്രീയെ മോചിപ്പിച്ചു. സ്ത്രീകൾ പബ്ലിക്കായി എവിടെയെങ്കിലും വന്നാൽ തലയിൽ മുണ്ടിട്ട് തല കുനിച്ചിരുന്നോണം, മുഖം ആരും കാണാതെ കുനിച്ചിരുന്നതാണ് പഴയ നിയമത്തിലെ നിയമം. യേശു ക്രിസ്തു അത് മാറ്റി. പരസ്യമായി യേശുവിൻ്റെ അടുത്ത് നിന്ന് ചോദ്യം ചോദിക്കാനും മുഖാമുഖം സംസാരിക്കാനും പബ്ലിക് വേദിയിലിരിക്കാനും യേശു ക്രിസ്തു സ്ത്രീകളെ അനുവദിച്ചു. അങ്ങനെ ഒരു സ്ത്രീ വിമോചനം കൊണ്ടുവന്നു. യഹൂദന്മാരുടെയിലെ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുത്തു. അന്ന് അച്ഛനും അമ്മയ്ക്കും വേറെ ഒരു മക്കളും ഇല്ലാത്തൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് അവകാശം കിട്ടും. ആൺമക്കളുണ്ടെങ്കിൽ പിന്നെ സ്ത്രീക്ക് അവകാശമില്ല. യേശു ക്രിസ്തു അത് മാറ്റി സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പിതൃസ്വത്തിനകത്തുള്ള അവകാശം ഉറപ്പാക്കി യേശു ക്രിസ്തു. വളരെ ശ്രദ്ധേയമായി യേശു ക്രിസ്തു ചെയ്ത മറ്റൊരു വലിയ സംഭവമാണ് വിവാഹം എന്ന കൂദാശയിൽ വരുത്തിയ മാറ്റം. യഹൂദന്മാരുടെ ഇടയില് ഒരു പുരുഷന് എത്ര ഭാര്യമാരുടെയിലും ആകാമായിരുന്നു. ദാവീദ് രാജാവിന് 10 ഭാര്യമാരുള്ളപ്പോഴാണ് കുളിച്ചു കയറി വരുന്ന ബാദ്ഷായെ കണ്ടോണ്ട് അയാളുടെ കൺട്രോൾ പോയി 11ാമത്തെ ബാദ്ഷായെ കല്യാണം കഴിച്ചത്. 11 ഭാര്യമാർ ദാവീദ് രാജാവ്. ശലോമോൻ രാജാവിന്റെ ഭാര്യമാരുടെ എണ്ണം വേദപുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 600 ഭാര്യമാർ, 399 വെപ്പാട്ടികൾ. ഇവൻ എങ്ങനെ ഇതിനെ പോറ്റിയെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോഴത്തെ പുരുഷന്മാർക്ക് ഒരെണ്ണത്തെ മാനേജ് ചെയ്യാൻ മതി. അപ്പോഴാണ് ഈ മഹാൻ 600 ഭാര്യമാരെ 300 വെപ്പാട്ടികളെ കൈകാര്യം ചെയ്തത്. ശരിക്കും അവൻ ജ്ഞാനി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ 600 ഭാര്യയൊന്നും മാനേജ് ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ ഇങ്ങനെയാണ് ഭാര്യമാരുടെ എണ്ണം. ഹെറോദേസ് രാജാവിന് ഭാര്യമാരുടെ എണ്ണം 12 ഈ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ഭരിച്ചിരുന്ന ഹെറോദേസ് രാജാവിന് ഭാര്യമാർ 12. അങ്ങനെ യഹൂദന്മാർക്ക് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. ഒരുപാട് എണ്ണത്തെ കല്യാണം കഴിക്കാം. പഴയ നിയമത്തിലെ പല രാജാക്കന്മാരുടെയും ഭാര്യമാരുടെ എണ്ണം വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് പബ്ലിക്കായിട്ട് പറ്റത്തില്ലെങ്കിൽ രഹസ്യമായി ഭർത്താക്കന്മാരെ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ യാക്കോബിന്റെ കിണറ്റിനരിയിൽ യേശു ക്രിസ്തു വെള്ളം ചോദിക്കാൻ ചെന്നു ഒരു സമരക്കാരെ സ്ത്രീയോട്. ആ സമരക്കാരെ സ്ത്രീയോട് യേശു ക്രിസ്തു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ നീ താമസിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, ഭർത്താവുണ്ടല്ലോ, നിന്നെ കല്യാണം കഴിക്കാത്ത പുരുഷനാണെന്ന് പറഞ്ഞു. 6 എണ്ണത്തിന്റെ കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇന്ത്യയിലെ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞ പോലെ ബഹുഭാര്യത്വം അവയിലുള്ളായിരുന്നു. പക്ഷെ ഒഫീഷ്യൽ മാരേജിൽ പറ്റില്ല സ്ത്രീക്ക്. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല, ഒഫീഷ്യൽ മാരേജിൽ തന്നെ 600 ഒക്കെ ഭാര്യമാരെ പറ്റുമായിരുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഈ ഒരു പുരുഷൻ പല ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന പോളിഗാമി, ഒരു സ്ത്രീ പല പുരുഷന്മാരെ കല്യാണം കഴിക്കുന്ന പോളിയാൻഡ്രി, രണ്ടും യേശു ക്രിസ്തു നിരോധിച്ചു. യേശു ക്രിസ്തു പറഞ്ഞു, 1 man 1 woman, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കൊണ്ട് മനുഷ്യകാലം മുഴുവൻ തൃപ്തിപ്പെട്ടോളാം. മോണോഗാമി എന്ന് പറഞ്ഞു. ഇന്നാളൊരു കോളേജിൽ പോയി ഞാനത് പ്രസംഗിച്ച് അവിടെ ഒരു കുട്ടി പറഞ്ഞു, സാറേ അതിനെ മോണോട്ടോണി എന്നാണ് വിളിക്കേണ്ടത്, അല്ലാതെ മോണോഗാമി എന്നല്ല. ഇപ്പോഴത്തെ കോളേജുകളുടെ സ്റ്റാൻഡേർഡ് അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ ഈ പോളിഗാമിയും പോളിയാൻഡ്രിയും നിരോധിച്ച ശേഷം മോണോഗാമി 1 man 1 woman യേശു ക്രിസ്തു ഉണ്ടാക്കിയ നിയമമാണ്. അതോടുകൂടി വൈവാഹിക ബന്ധത്തിൽ സ്ത്രീക്ക് അസാമാന്യമായ പ്രൊട്ടക്ഷൻ കിട്ടി. മോശയുടെ ന്യായപ്രമാണത്തിൽ ഒരു സ്ത്രീയെ ഭർത്താവിന് 16 കാരണങ്ങളാൽ വിവാഹമോചനം തേടാമായിരുന്നു. 16 കാരണങ്ങളാൽ. നിങ്ങൾ ലേവ്യരുടെ പുസ്തകം എടുത്തിട്ട് ആ മോശയുടെ ന്യായപ്രമാണം ഒന്ന് വായിച്ചിട്ടുണ്ടോ? ഡൈവോഴ്സ് ലോ. 16 കാരണത്തിൽ ഒരു കാരണം, ഭാര്യയുടെ തലമുടി കൊഴിഞ്ഞായി കണ്ടാൽ അവളെ ഉപേക്ഷിക്കാം. വളരെ എളുപ്പമല്ലേ? ഭർത്താവ് എന്ന് വിചാരിച്ചോണ്ട്, അച്ചോ എൻ്റെ ഭാര്യയുടെ തലമുടി കൊഴിയുന്നൊരു സംശയം. ഏത് സ്ത്രീയുടെ തലമുടി ഏത് ചീപ്പ് വെച്ച് ജീവിയാലും 1-2 തലമുടി അതിൽ കുരുങ്ങും, അതോടെ ഡൈവോഴ്സ്. വളരെ എളുപ്പമായിരുന്നു ഡൈവോഴ്സ്. യേശു ക്രിസ്തു മോശയുടെ ന്യായപ്രമാണം തിരുത്തി. 2 കാരണങ്ങളല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്ന ആ ഭാര്യയെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നതാക്കി. 10 കൽപ്പനകളുടെ ഹാർഡ് ലോസ് 2 മിഡിൽ ലോസ്. നീ കൊല്ലരുത്, വ്യഭിചരിക്കുക, ഇതാണ് ഹാർഡ് ലോസ്. അതിന് മുമ്പുള്ള 4 അവസാനത്തെ 4 സിമ്പിൾ ലോസ് ആണ്. അപ്പൊ ഹാർഡ് ലോസ് എന്ന് പറയപ്പെടുന്ന അതിലൊന്നായി മാറി. ഭർത്താവ് ഭാര്യയെ 2 കാരണങ്ങളല്ലാതെ ഉപേക്ഷിച്ചാൽ. എന്തൊക്കെയാ കാരണം? 1, അവള് ഇലിസിറ്റ് റിലേഷനിൽ പോയി, ഒരു കാരണമാണ്. 2, ഭാര്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഭ്രാന്തുണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ ഡൈവോഴ്സ് ചെയ്യാം. ഈ 2 അല്ലാതെ യേശു ക്രിസ്തു ഒരു കാരണവും അനുവദിച്ചില്ല. മോശയുടെ ന്യായപ്രമാണത്തിലെ 16 കാരണങ്ങളാൽ ഈസി ഡൈവോഴ്സ് കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീയെ യേശു ക്രിസ്തു മോചിപ്പിച്ചതിനകത്ത്. പിന്നെ യേശു ക്രിസ്തു ചെയ്ത പണിയെന്നറിയാം. യേശു ക്രിസ്തു വിവാഹം എന്ന കൂദാശയ്ക്ക്, കുടുംബ സൃഷ്ടിക്ക് അത്ഭുതകരമായ വ്യാഖ്യാനം കൊടുത്തു.
യേശുക്രിസ്തു 42 അത്ഭുതങ്ങളാണ് സുവിശേഷത്തിൽ ചെയ്യുന്നത്. അതിൽ 33 അത്ഭുതങ്ങൾ മെഡിക്കൽ വൈദ്യശാസ്ത്ര രംഗത്തുള്ള അത്ഭുതമാണ്. കണ്ണുപൊട്ടനെ സുഖമാക്കാം, ചെവി പൊട്ടനെ സുഖമാക്കുക, തളർന്നു കിടക്കുന്നതിനെ എഴുന്നേൽപ്പിക്കുക, ഇങ്ങനെയുള്ള മെഡിക്കൽ മിറക്കിൾസ് ആണ് 33. 9 എണ്ണമാണ് പ്രകൃതിയെ മാറ്റിക്കൊണ്ടുള്ള അത്ഭുതങ്ങൾ. കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളാണ്. അപ്പൊ ഈ 42 അത്ഭുതം യേശുക്രിസ്തു തുടങ്ങുന്നത് ഫസ്റ്റ് അത്ഭുതം, അത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുന്നു അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതമായിരുന്നു അത്. അപ്പൊ യേശുക്രിസ്തു 42 അത്ഭുതം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു വിവാഹ ശുശ്രൂഷയിലാണ്, ഒരു വൈവാഹിക ബന്ധം ഉണ്ടാകുന്ന ഒരു ശുശ്രൂഷയിലാണ്. കർത്താവ് അവസാനം കുരിശിൽ കിടന്ന് മരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു കുടുംബത്തെ സൃഷ്ടിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അദ്ദേഹം അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ, ഇതാ നിന്റെ മകൻ. അന്ന് വരെ സ്ത്രീകൾ ധരിച്ചിരുന്നത് അവൾമാർ പ്രസവിക്കുന്ന കുട്ടികൾ മാത്രമേ മക്കളാവുന്നതാണ്. യേശുക്രിസ്തു അലൗകികമായ അഭൗമികമായ ഒരു കുടുംബത്തെ സൃഷ്ടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതാ നിന്റെ മോൻ. അദ്ദേഹം യോഹന്നാൻ ശ്ലീഹയോട് തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കസിനാണ് യോഹന്നാൻ ശ്ലീഹ. അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, ഇതാ നിന്റെ അമ്മ. അന്ന് വരെ തന്നെ പ്രസവിക്കുന്ന സ്ത്രീകൾ മാത്രമേ അമ്മയാവുന്നു യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. ഇതാ പ്രസവിക്കാത്ത ഒരു സ്ത്രീയെ അമ്മയായി നൽകുകയാണ്. കുരിശിന്റെ താഴെ നിന്ന് തന്നെ യോഹന്നാൻ ശ്ലീഹ അമ്മയെ സ്വീകരിക്കുകയും AD 52 കന്യാസ്ത്രീ മറിയം മരിക്കുന്നത് വരെ യോഹന്നാൻ ശ്ലീഹ കന്യാസ്ത്രീ അമ്മയെ സംരക്ഷിച്ചിരുന്നുവെന്ന് ആദിമ സഭയുടെ റെക്കോർഡുകൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഒരു കുടുംബ സൃഷ്ടിയിൽ തുടങ്ങി കുടുംബ സൃഷ്ടിയിലാണ് കർത്താവിന്റെ പരസ്യയുദ്ധം അവസാനിക്കുന്നത്. എന്താണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തിൽ എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആദ്യം ചെയ്യണം. അല്ലാതെ സൊസൈറ്റി ലേഡീസ് എന്ന് പറയുന്നത് നടപ്പുണ്ട്. പട്ടിയും പൊക്കിക്കൊണ്ട് നടക്കുക, ഉമ്മ വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ഭർത്താവും മക്കളും വഴിയാതാരോ ആ പട്ടിയെ സ്നേഹിക്കാൻ നാട്ടിലിറങ്ങി ഭയങ്കര സോഷ്യൽ സേവനമാണ്. കർത്താവ് പറഞ്ഞു, ഭർത്താവിനെ മക്കളെ നോക്കാതെ നീ സമൂഹ സേവനം ചെയ്തിട്ട് ഒരു കാര്യമില്ല, ആദ്യം നീ അത്ഭുതം നിന്റെ വീട്ടിൽ കാണിക്കാൻ പറ്റും. അങ്ങനെ കുടുംബത്തിനൊരു പ്രാധാന്യം, സ്ത്രീയുടെ പ്രാധാന്യം ഒരു കുടുംബത്തിനകത്ത് എന്താണ് എന്ന് യേശുക്രിസ്തു കൃത്യമായി പറഞ്ഞു. അതിനുശേഷം യേശുക്രിസ്തു ഇതൊരു വലിയ അത്ഭുതമാണ്. യേശുക്രിസ്തു വിവാഹത്തെ ഒരു കൂദാശയാക്കി മാറ്റി. അന്ന് വരെ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു വിവാഹം, അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമായിരുന്നു. എന്നാൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള 2 പുരുഷനും സ്ത്രീയും മാത്രമുള്ള വിവാഹത്തെ യേശുക്രിസ്തു ഒരു കൂദാശയാക്കി മാറ്റി. വിശുദ്ധ മാമോദീസയെ പോലെ, കൂദാശകളുടെ മകുടമായ വിശുദ്ധ കുർബാനയെ പോലെ, പിശാചിനെ നിരോധിക്കാനായി ദൈവം ഉണ്ടാക്കിയ പട്ടത്തൊന്ന് അത്ഭുതമായ കൂദാശയെ പോലെ വിവാഹം ഒരു കൂദാശയായി മാറി. അങ്ങനെ 7 കൂദാശകൾ മാമോദീസയിൽ തുടങ്ങി വിവാഹത്തിലെത്തി. ആ വിവാഹത്തിൽ കുട്ടികളുണ്ടാകും, അവരെ മാമോദീസ പൊക്കി 7 കൂദാശകൾ ഒരു ചക്രമായി ഇങ്ങനെ മാറി യേശുക്രിസ്തു. ലോകത്തിൽ ഒരു മതത്തിലും വിവാഹം ഒരു കൂദാശയല്ല, ക്രിസ്തു മതത്തിൽ മാത്രമേ ഉള്ളൂ. ആ വിവാഹത്തെ ഒരു കൂദാശയാക്കി മാറ്റിയപ്പോൾ സ്ത്രീക്കൊരു സ്ഥാനം കിട്ടി. പുരുഷന് സ്ത്രീ മൊത്തമുള്ള കുടുംബജീവിതത്തിന് ദൈവത്തിരുമുമ്പാകെ ഒരു സാക്ഷാത്കാരമുള്ള അംഗീകാരമായി മാറി വിവാഹം. ഇതിലൂടെ യേശുക്രിസ്തു അത്ഭുതകരമായി സ്ത്രീയുടെ പൊസിഷൻ മാറ്റി. സ്ത്രീക്ക് സ്വന്തമായി ജോലി ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും, സ്വന്തം പേരിൽ പട്ടയത്തില് വസ്തു ഉണ്ടാക്കാനും, സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാനും സ്ത്രീക്ക് ഇൻഡിവിജ്വൽ റൈറ്റ് കിട്ടി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സംരക്ഷകൻ എന്ന്, വിമൺ ലിബറേറ്റർ എന്ന് യേശുക്രിസ്തുവിനെ വിളിക്കുന്നതാണ്. അപ്പൊ പ്രധാനപ്പെട്ട 5-6 കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, പഴയ നിയമത്തിൽ ഒരു സ്ത്രീയെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മാറ്റിയ അത്ഭുതാവഹമായ ഈ 6 മാറ്റങ്ങൾ മർത്തമറിയം സമൂഹത്തിലെ ഓരോ സ്ത്രീയും മനസ്സിലാക്കിയില്ല. ഇനി ക്രിസ്തുമതത്തിന് എന്താണ് സ്ത്രീകളോടുള്ള സമീപനം? അത് വേദശാസ്ത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് 8 മറിയംസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു തിയറിയിലാണ്. വേദപുസ്തകത്തിൽ 8 മറിയാമുകളുണ്ട്. ആ 8 മറിയാമുകളെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് സ്ത്രീയുടെ പൊസിഷൻ എന്ന് നമുക്ക് മനസ്സിലാവുക. അതിൽ പഴയ നിയമത്തിൽ ഒരു മറിയമുണ്ട്. അത് മോശയുടെയും അഹ്റോന്റെയും സഹോദരിയായ മിറിയാം എന്ന് പറയുന്ന മറിയമാണ്. അറമൈക് ഭാഷയിലെ മിറിയാമാണ് ഹീബ്രു ഭാഷയിൽ മറിയാം എന്നായി മാറിയത്. മോശയുടെ സഹോദരിയായ മറിയം വളരെ ശ്രദ്ധേയമായ ധൈര്യമുള്ളൊരു സ്ത്രീയായിരുന്നു. സിനായിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ തമ്പുരു ഒക്കെ മീട്ടിക്കൊണ്ട് ആ ജനത്തെ നയിച്ചുകൊണ്ടിരുന്നത് മിറിയമാണ്. ചെങ്കടലിലെ തീരത്ത് നിൽക്കുകയാണ്. ചെങ്കടൽ കടക്കണ്ട എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ഫറോയുടെ സൈന്യം നേരെ പുറകിലെത്തി. ഫറോയുടെ സൈന്യം
അപ്പോൾ 10 കമാൻഡ്മെന്റ്സിൽ ആ സീൻ നല്ലപോലെ വിവരിക്കുന്നു. ഭയങ്കര എരമ്പൽ കേൾക്കുന്നു. മോശ പറഞ്ഞു, സീ ഈസ് കാം, വെർ ഈസ് ദിസ് സൗണ്ട് കമ്മിങ് ഫ്രം? കടൽ വളരെ ശാന്തമാണല്ലോ, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? യോശുവ പറഞ്ഞു, ഐ വിൽ സീ എന്ന് പറഞ്ഞു വാർപ്പുറത്ത് കയറി നോക്കിയിട്ട് പറഞ്ഞു, മോസസ് ലുക്ക് ഫറോസ് സോൾജേഴ്സ്. അപ്പോഴത്തേക്ക് തേരും കുതിരയൊക്കെ ഇങ്ങനെ എരമ്പി വരികയാണ്, അതിന്റെ പൊടിക്കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് യഹൂദന്മാരുടെ എതിരാളികൾ മോശയോട് ചോദിച്ചു, വേർ ആർ യു ലീഡിങ് അസ് ഇൻടു ഡെത്ത്? മോശ വടിവെക്കിട്ട് പറഞ്ഞു, നോ, ഐ ആം ലീഡിങ് യു ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോകണമെന്നാണ്. അതിൽ നിന്നാണ് ഇംഗ്ലീഷ് ഒരു ഫ്രൈസ് ഉണ്ടായത്, ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ. ഡെവിൾ എന്ന് പറഞ്ഞാൽ ഫറോ രാജാവ്. ഫറോ രാജാവിനെ കടലിന്റെ നടുക്ക് ഇസ്രായേൽ നിൽക്കുന്ന നിപ്പനെയാണ് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ എന്ന പ്രസിദ്ധമായ ഫ്രൈസിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ചെങ്കടലോട്ട് ഇറങ്ങണം, വടി അങ്ങോട്ട് കാണിച്ച് ചെങ്കടൽ മാറാൻ തുടങ്ങി. ആരാണ് ഈ ജനത്തെ നയിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയത്? മിറിയാം. അസാമാന്യ ധൈര്യശാലിയാണ്. മോശക്ക് തെറ്റുപറ്റി മിറിയാം കറക്റ്റ് ചെയ്യാൻ നോക്കി. മോശ ശപിച്ച് മിറിയാമിന് കുഷ്ഠരോഗം വന്നു. മിറിയാം പിന്മാറിയോ? ഇല്ല. അവസാനം മിറിയാമിന്റെ ആ ധൈര്യവും മിറിയാമിന്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി പഴയ നിയമത്തിൽ കൃത്യമായി പുറപ്പാട് പുസ്തകത്തിൽ, എക്സോഡസ് എന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കാം. അന്ന് മിറിയാം എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്. മാറ എന്ന് പറഞ്ഞാൽ കയ്പുള്ള സ്ഥലമാണ്. മിറിയാം എന്ന് പറഞ്ഞാൽ കയ്പുള്ളവൾ എന്നാണ്, ബിറ്റർ ടേസ്റ്റ് എന്നാണ് മിറിയാം എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ 7 മറിയാമുകളാണ്. 3 മദർ മറിയംസ്, 1 സിസ്റ്റർ മറിയം, 1 ഡിസൈപ്പിൾ മറിയം, 1 സിന്നർ മറിയം, 1 ഡിസൈപ്പിൾ. ഇങ്ങനെ 7 മറിയാമുകളാണ് പുതിയ നിയമത്തിൽ വരുന്നത്. പുതിയ നിയമത്തിൽ 7 മറിയാമിൽ ആദ്യത്തെ മറിയാം എന്ന് പറയുന്നത് യേശുവിന്റെ അമ്മയായ മറിയമാണ്. ആ മറിയത്തെയാണ് സുറിയാനി ഭാഷയിൽ മർത്ത മറിയം. മാറെന്ന് പറഞ്ഞാൽ പുരുഷന്മാര് വിശുദ്ധയാണെന്ന് കാണിക്കാനാണ് മാർ ഫിലിക്സിനോസ്, മാർ ഗ്രിഗോറിയോസ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ആ മാർ സ്ത്രീലിംഗമാകുമ്പോൾ മാർത്ത എന്ന് വരും. അപ്പോ മാർത്ത മറിയം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അമ്മയായ വിശുദ്ധിയായ മറിയം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മർത്ത മറിയം എന്ന് വിളിച്ചത്. ആ മർത്ത മറിയത്തെ പിന്നെ എഫേസോസ് സുനോസിൽ വെച്ചിട്ടാണ് ദൈവത്തിന്റെ അമ്മയായ മറിയം എന്നാക്കി മാറ്റിയത്. മറിയാമിനെ പറ്റി ഞാൻ നിങ്ങളോട് വിശദമായി പറയേണ്ട ആവശ്യമില്ല. വളരെ വിശദമായി വേദപുസ്തകത്തിൽ 8 സംഭവങ്ങളിൽ മറിയാമിനെ കൃത്യമായി നമുക്ക് വിവരിച്ച് കാണിക്കുകയാണ്. കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കുന്നതിന് ഉത്തേജകമായ മറിയം അവസാനം കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 3 മറിയാമുകൾ ഒരു മറിയമായിരുന്നു, അമ്മയായ മറിയം. പുതിയ നിയമത്തിലെ 2ാമത്തെ മറിയം എന്ന് പറയുന്നത് സെബദീ പുത്രന്മാരുടെ അമ്മയായ മറിയമാണ്. 3ാമത്തേത് മറ്റൊരു ശിഷ്യന്റെ അമ്മയായ ഒരു മറിയം ഉണ്ടായിരുന്നു. ആ 3 മറിയാമുകളെ, കുരിശിന്റെ ചുവട്ടിൽ നിന്ന് 3 മറിയാമുകളെ സുവിശേഷകന്മാർ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ആ 3 മറിയാമുകളാണ് മദർ മറിയാം എന്ന് പറയുന്നത്. യേശുവിന്റെയും സെബദീ പുത്രന്മാരുടെയും മറ്റൊരു സ്ലിഹയുടെ അമ്മയായ 3 മറിയാമുകൾ. 3 ഒരേ പേരുള്ള 3 മറിയാമുകൾ. കുരിശിന്റെ ചുവട്ടിൽ നിന്ന് 3 മറിയാമുകൾ. പുതിയ നിയമത്തിലെ 4ാമത്തെ മറിയം എന്ന് പറയുന്നത് സിസ്റ്റർ മറിയമാണ്. ലാസറിന്റെ 2 സഹോദരിമാരുണ്ടായിരുന്നു, മാർത്ത ആൻഡ് മറിയം. അതിലെ മറിയം, അതിനെയാണ് സിസ്റ്റർ മറിയം എന്ന് വിളിക്കുന്നത്. പുതിയ നിയമത്തിലെ 5ാമത്തെ മറിയം എന്ന് പറയുന്നത് ഫ്രണ്ട് മറിയം എന്ന് വിളിക്കപ്പെടുന്ന മഗ്ദലനക്കാരി മറിയമാണ്. മഗ്ദലനക്കാരി പാപിനിയായ സ്ത്രീയാണെന്ന് 8ാം നൂറ്റാണ്ട് ജീവിച്ചത് മാർപ്പാപ്പ തെറ്റായി പറഞ്ഞു. അങ്ങനെയാണ് ഈ മഗ്ദലന മറിയം പാപിനിയായിരുന്നു എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ വന്നത്. വള്ളത്തോൾ നാരായണ മേനോൻ മഗ്ദലന മറിയം കവിത എഴുതുമ്പോൾ വേശ്യസ്ത്രീയായ മറിയത്തെ എങ്ങനെ വിശുദ്ധയാക്കി മാറ്റിയെന്നാണ് ആ കാവ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിലുള്ള മഗ്ദലന മറിയം പാപിനിയായ സ്ത്രീ ആയിരുന്നില്ല. അത് മാർപ്പാപ്പയ്ക്ക് ഒരു തെറ്റാണ്. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ പാടില്ലെന്നാണ് ഇമ്പരിമാത്തൂർ കൊടുത്തിട്ടുള്ള ആളാണ് മാർപ്പാപ്പ. പക്ഷെ തെറ്റുപറ്റിപ്പോയി മാർപ്പാപ്പയ്ക്ക്. മഗ്ദലന മറിയം എന്ന് പറയുന്നത് പീലാത്തോസ് എന്ന് പറയപ്പെടുന്ന യേശുവിനെ വിധിച്ച ന്യായാധിപന്റെ ഭാര്യ. ആ ഭാര്യയുടെ ക്ലോസസ്റ്റ് ഫ്രണ്ടായിരുന്നു മഗ്ദലന മറിയം. ഈ നീതിമാന്റെ നീ കൈവെക്കരുതെന്ന് പിലാത്തോസിന് എഴുതി കൊടുത്തു ക്ലോഡിയ പ്രൊക്കുള എന്ന് പറയുന്ന പിലാത്തോസിന്റെ ഭാര്യ. ആ ക്ലോഡിയ പ്രൊക്കുളയുടെ അടുത്ത സുഹൃത്തായിരുന്നു മഗ്ദലന മറിയം. മഗ്ദലന മറിയം കയ്യാഫാസ് എന്ന് പറയുന്ന പ്രധാന പുരോഹിതന്റെ കസിസ്റ്ററായിരുന്നു. യേശു ക്രിസ്തു ഗദസമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ഗദസമൻ തോട്ടത്തിന്റെ ഉടമസ്ഥ ഈ മഗ്ദലന മറിയത്തിന്റെ അപ്പനായിരുന്നു. മഗ്ദലന മറിയത്തിന് അവസാന വസ്തുക്കൾ മുഴുവൻ കിട്ടി. ആദിമസഭയുടെ ഫണ്ടിങ്, പ്രധാനപ്പെട്ട ഫണ്ടിങ് ഏജൻസി മഗ്ദലന മറിയമായിരുന്നു. ആ മഗ്ദലന മറിയത്തിന് കല്ലറ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ പ്രധാന പുരോഹിതന്റെ കുടുംബത്തിൽപ്പെട്ട പീലാത്തോസിന്റെ ഭാര്യയുടെ അടുത്ത സുഹൃത്തായ സ്ത്രീയായിരുന്നു മഗ്ദലന മറിയം.
യേശുക്രിസ്തുവിൻ്റെ യാത്രയിൽ അനുഗമിക്കുകയും അവസാനം കല്ലറയിൽ അടക്കപ്പെട്ട യേശുവിൻ്റെ കല്ലറ വിസിറ്റ് ചെയ്യാൻ പോയ മഗ്ദലന മറിയം അസാധാരണ ധൈര്യശാലിയാണ്. സ്ത്രീകൾ പകൽ പോലും പോകാത്ത സമയത്താണ് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് മഗ്ദലന മറിയം സുഗന്ധദ്രവ്യങ്ങളുമായി യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയത്. എങ്ങോട്ടോ ഇതിലെ കൂടെ പോന്നേ, യേശുവിനെ കൊന്ന യഹൂദന്മാർ താമസിക്കുന്നതിന് നടുക്കൂടെ ഈ സ്ത്രീ പോവുകയാണ്. അസാമാന്യ ധൈര്യശാലിയാണ്. പട്ടാപ്പകൽ കല്ലറ കാണാൻ പുരുഷന്മാർക്ക് പോലും പേടിയല്ലേ. പക്ഷേ ഇരുട്ടത്ത് ആ കല്ലറയിൽ പോകാൻ വേണ്ടി മഗ്ദലന മറിയം പോയി എന്നുള്ളതാണ്. അങ്ങനെ അസാധാരണ ധൈര്യത്തോടുകൂടി വെളുപ്പാങ്കാലത്ത് ഇറങ്ങി 2.5 കിലോമീറ്റർ നടന്ന് യഹൂദന്മാരുടെ നടുക്കുടപ്പാൻ ധൈര്യം കാണിച്ച് മഗ്ദലന മറിയം. അതുകൊണ്ടാണ് വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ വലിയൊരു ചോദ്യമുണ്ട്. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ആദ്യം തന്നെ കാണാനുള്ള അവകാശം എന്തുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തില്ല, മറിയത്തിന് കൊടുത്തില്ല? അവിടെ പ്രധാനപ്പെട്ട ഉത്തരം ഇതാണ്. ഈ വലിയ ത്യാഗവും ധൈര്യവും മഗ്ദലന മറിയം കാണിച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തു കൊടുത്തൊരു അനുഗ്രഹമാണ്. തൻ്റെ പ്രിയ ശിഷ്യന്മാർ പോലും കാണുന്നതിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണാനുള്ള അവകാശം മഗ്ദലന മറിയത്തിന് കൊടുത്തു. അതാണ് പുതിയ നിയമത്തിലെ 3 മദർ മറിയം, ഒരു സിസ്റ്റർ മറിയം, ലാസറിന്റെ സഹോദരിയായ മറിയം, ഫ്രണ്ട് മറിയം, മഗ്ദലന മറിയം. 6ാമത്തത് പാപിനിയായ മറിയം. പാപിനിയായ സ്ത്രീ വന്ന് യേശു ക്രിസ്തുവിന്റെ കാല് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കഴുകി തലമുടി കൊണ്ട് തുടച്ചു യേശു ക്രിസ്തു അവളെ സമാശ്വസിപ്പിച്ചു എന്ന് പറയുന്ന മറിയം. അതാണ് 6ാമത്തെ മറിയം. 7ാമത്തെ മറിയം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സുവിശേഷ യാത്രയ്ക്ക് പോയപ്പോൾ ഒരു ശിഷ്യയായ മറിയം ഉണ്ടായിരുന്നു. ഒരു മറിയം വന്ന് പൗലോസ് അപ്പോസ്തലൻ ശിഷ്യയായി മാറി. ആ മറിയം എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതെന്നും സുവിശേഷ ഘോഷണത്തിന് എങ്ങനെ സഹായിച്ചുവെന്നും ഒക്കെ നമ്മൾ അപ്പോസ്തല നടപടികൾ കൃത്യമായി വായിക്കാം. അപ്പോൾ പഴയ നിയമത്തിലെ മോശയുടെ സഹോദരിയായ മറിയാം അല്ലെങ്കിൽ മറിയവും, പുതിയ നിയമത്തിൽ കന്യാസ്ത്രീ മറിയം തുടങ്ങി 7 മറിയാമുകൾ, 3 മദർ മറിയം, ഒരു സിസ്റ്റർ മറിയം, ഒരു ഫ്രണ്ട് മറിയം, ഒരു ഡിസൈപ്പിൾ മറിയം, ഒരു സിന്നർ മറിയം, അങ്ങനെ 7 മറിയാമുകൾ. അപ്പോൾ 8 മറിയാമുകളെ വെച്ചിട്ട് വേദശാസ്ത്ര പണ്ഡിതന്മാർ പുതിയ നിയമത്തിലെ സ്ത്രീയോടുള്ള സഭയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വിശദീകരിക്കുന്നത് ഈ ഓരോ മറിയത്തോടും യേശു ക്രിസ്തു അല്ലെങ്കിൽ വേദപുസ്തകം ഡീൽ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പല മീറ്റിങ്ങിലും ആരെങ്കിലും പറഞ്ഞു തരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അധികം കടക്കുന്നില്ല. കൃത്യമായി ആ 8 മറിയാമിനെ വെച്ച് മർത്തമറിയത്തിലെ സംഘടനയുടെ അംഗങ്ങൾ കൃത്യമായി വേദപുസ്തകത്തിന് ഈ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. അങ്ങനെയുള്ള പുതിയ നിയമത്തിൽ ലിബറേറ്റ് ചെയ്ത സ്ത്രീകളെ സ്വതന്ത്രമാക്കിയത് യേശുക്രിസ്തുവാണ്. അപ്പോൾ പഴയ നിയമത്തിലെ സ്ത്രീ സങ്കല്പം എന്തായിരുന്നു, ഹവ്വ തൊട്ടുള്ള സ്ത്രീ സങ്കല്പം എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് യേശുക്രിസ്തു മാറ്റിയെടുത്ത പുതിയ സ്ത്രീയാക്കി മാറ്റിയത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി അടുത്ത സ്റ്റേജ് വരുന്നത് 21ാം നൂറ്റാണ്ടിൽ ഒരു മർത്തമറിയ സംഘടന അങ്ങനെയായ സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ്. അതിലേറ്റവും ആദ്യത്തേത് ഗർഭിണിയാവുന്ന അവസ്ഥയാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നിന്ന് പുറത്തു പോകാൻ ഒരുപാട് മാർഗം ദൈവം തന്നിട്ടുണ്ട്. ആത്മഹത്യ, അപകടം, സ്വച്ഛന്ത മരണം, കൊലപാതകം, ഇങ്ങനെ ആയിരക്കണക്കിന് മെതഡുണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാനായിട്ട്, ചത്തു പോകാനായിട്ട്. പക്ഷെ ഭൂമിയിലേക്ക് വരാൻ ഈശ്വരനാകെ ഒരു മെതഡേ പറഞ്ഞിട്ടുള്ളൂ, അമ്മയുടെ ഗർഭപാത്രം. അതല്ലാതെ ഒരു കാരണവശാലും ഒരു മനുഷ്യനും ഭൂമി വരാൻ പറ്റിയില്ല. അപ്പം മരിക്കാൻ 1000 കാരണം തന്നിട്ട് ജനിക്കാനാകെ അമ്മയുടെ ഗർഭപാത്രം മാത്രം ദൈവം കൊടുത്തതിനാണ്. അത് വിശാലമായ തിയോളജിയാണ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പൊ ഈ ഗർഭിണി ആവുമ്പോൾ മുതൽ ഒരു സ്ത്രീ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി, ഒരു കുട്ടി വലിയ ബുദ്ധിമാനോ നാട്ടിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായി മാറണമെങ്കിൽ എപ്പോൾ മുതലാണ് ഒരു മാതാപിതാക്കൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്? ശാസ്ത്രം പറയുന്നു, ഗർഭത്തിൽ 90 ദിവസമാവുമ്പോൾ മുതൽ ശ്രദ്ധിച്ചെങ്കിലേ നമ്മുടെ കുട്ടി സമൂഹത്തിന് ഒരു അസറ്റായി മാറുകയുള്ളൂ. ഗർഭത്തിൽ കിടന്ന് കുട്ടികൾ പഠിക്കുന്നു പുരാണങ്ങൾ നമ്മൾ കേട്ട ഒരു കഥയാണ്. അഭിമന്യു ചക്രവ്യൂഹം പൊളിക്കാൻ പഠിച്ച ഗർഭത്തിൽ കിടന്നുകൊണ്ടാണ്. പ്രഹ്ലാദൻ നാരായണനമ എന്ന് പറയാൻ തുടങ്ങിയ ഗർഭത്തിൽ കിടന്നുകൊണ്ടാണ്. അഷ്ടാവാക്യം ഗർഭത്തിൽ കിടന്നുകൊണ്ട് അപ്പം ശ്ലോകം ചൊല്ലിപ്പോൾ തെറ്റ് തിരുത്തി എന്നൊക്കെ പുരാണങ്ങൾ ഒരുപാട് കഥയുണ്ട്. ഈ കഥയൊക്കെ ഇന്ന് ശാസ്ത്രം സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ നടന്ന പ്രസിദ്ധമായ ഗവേഷണം ഉണ്ടായിരുന്നു. ഓരോ ഗർഭിണി കിടക്കുന്ന മുറിയിൽ ഓരോ പാട്ട് മാത്രം സ്ഥിരം വെച്ചോണ്ടിരുന്നു. ഗർഭിണികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞെപ്പം കരഞ്ഞാൽ കുഞ്ഞ് ഗർഭത്തിൽ കിടന്നപ്പോൾ ആ ഗർഭിണിയുടെ ബെഡ്റൂമിൽ വെച്ച പാട്ട് ഓൺ ചെയ്ത കുട്ടി ഉടനെ കാച്ചു നിർത്തുന്നു. ഇങ്ങനെ ശ്രദ്ധിക്കുക, പാട്ട് എവിടെ നിന്ന് വരുന്നടാ എന്ന് ശ്രദ്ധിക്കും.
വേറെ ഏത് പാട്ട് വെച്ചാലും കുട്ടി കച്ച നിർത്തിയില്ല. കാരണം ഗർഭത്തിൽ കിടന്നു ഈ കുട്ടി ശബ്ദം ട്രാക്ക് ചെയ്തിരുന്നു എന്ന് കൃത്യമായ ശാസ്ത്രം മനസ്സിലാക്കി. ഗർഭത്തിൽ കിടന്നുണ്ട്. ഫ്രാൻസിൽ നിന്ന് പ്രസിദ്ധമായ ഒരു ഗവേഷണം ഉണ്ടായിരുന്നു. 200 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ ഗർഭിണികൾ പ്രസവിച്ചപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്, പക്ഷെ ആ മുഖത്തിനൊരു ചതുര ഷേപ്പ് ഫോം ചെയ്തതായിട്ട് കണ്ടെത്തി. വേറെ 200 ഗർഭിണികൾക്ക് ത്രികോണാകൃതിയിൽ മുഖമുള്ള കുറുക്കൻ്റെ കൂട്ടിരിക്കുന്ന കുട്ടികളുടെ മുഖം കാണാൻ കൊടുത്തു. ആ ഗർഭിണികൾ പ്രസവിച്ചപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുഖത്തിനൊരു ത്രികോണാകൃതി ഫോം ചെയ്തതായിട്ട് കണ്ടെത്തി. ശാസ്ത്രം അമ്പരന്ന് പോയി. ഈ അമ്മ എന്താണോ ഗർഭത്തിൽ കാണുന്നത് കുഞ്ഞിൻ്റെ മുഖച്ചായയിൽ വരെ മാറ്റം ഉണ്ടായെന്നാണ് കണ്ടെത്തിയത്. ശാസ്ത്രം കണ്ടെത്തി ഈ കണ്ടുപിടുത്തം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലാണ് ഒരു കഥ പറയുന്നത്. യാക്കോബ് ഈ കറുപ്പും വെളുപ്പുള്ള ആടുകൾക്ക് പാല് കൂടുതലാണെന്ന് കണ്ടു. അപ്പൊ ഈ കറുപ്പും വെളുപ്പുള്ള ആട്ടുകുട്ടികൾ ഉണ്ടാക്കണം പാല് കൂട്ടാൻ. അന്ന് ഈ നമ്മുടെ ഈ ജെനറ്റിക്സ് ഒന്നും വളർന്നിട്ടില്ല. ഈ യാക്കോബ് ഒരു ക്രൂഡ് എക്സ്പെരിമെന്റ് നടത്തി. ആടുകൾ കിടക്കുന്ന ആലയുടെ ചുറ്റുമുള്ള തൂണുകളെല്ലാം കറുപ്പും വെളുപ്പും നിറത്തിൽ പെയിന്റ് ചെയ്തു. അപ്പൊ ഈ ആടുകൾ ഇണ ചേരുമ്പോഴും ഗർഭിണിയായിരിക്കുമ്പോഴും ഈ കറുപ്പും വെളുപ്പുള്ള തൂണുകൾ കണ്ടുകൊണ്ട് ആടുകൾ ഗർഭകാലം കഴിച്ചു കൂട്ടിയപ്പോൾ ജനിച്ച ആട്ടുകുട്ടികൾക്ക് കറുപ്പും വെളുപ്പും നിറവുണ്ടാവുകയും യാക്കോബിന് ഒരുപാട് പാല് കിട്ടുകയും ചെയ്യുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ. ഈ കഥ ഇന്ന് ശാസ്ത്രീയമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ സഭയിലെ അലിഖിതമായിട്ട് നിയമമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയാൽ ആദ്യം സ്ത്രീ ചെയ്യുന്നത് പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും. എന്നിട്ട് വികാരിച്ചോട് പറയും, അച്ചോ ഞാൻ ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പൊ അച്ഛന്മാരെന്ത് ചെയ്യും? അച്ഛന്മാരൊരു ഉണ്ണി യേശുവിന്റെ പടം കാണാൻ തരും. നീ ഇത് കൊണ്ടുപോയി നിന്റെ നീ കിടക്കുന്ന മുറിയിൽ വെച്ച് ഉണ്ണി യേശുവിനെ കണ്ടോണ്ട് ഗർഭകാലം കഴിച്ചുകൂട്ടാൻ പറയും. അപ്പൊ ഉണ്ണി യേശുവിനെ കണ്ടോണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ ഉണ്ണി യേശുവിനെ പോലൊരു കുഞ്ഞുണ്ടാവുമെന്ന് ഓർത്തഡോക്സ് സഭ എത്രയോ നൂറ്റാണ്ടുകളായി വിശ്വസിക്കുന്ന സത്യമാണ്. ഇതിന്ന് ശാസ്ത്രം ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഗർഭിണി എന്ത് കാണുന്നു കുഞ്ഞിനെ സ്വാധീനിക്കുന്നത്. ജർമ്മനിയിൽ നടന്നൊരു ഗവേഷണത്തിൽ 200 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കാൻ പറ്റും. ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിച്ചുകൊണ്ട് ഗർഭകാലം കഴിച്ചുകൊണ്ട് സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്ക് എന്ത് സംഭവിച്ചെന്ന് പിന്നെ അവർ പരിശോധിച്ചു. അപ്പൊ കണ്ടെത്തി ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിച്ചുകൊണ്ട് ഗർഭകാലം കഴിച്ചുകൊണ്ട് സ്ത്രീകളുടെ പ്രസവിച്ച മക്കൾ ശാസ്ത്ര വിഷയത്തിന് ഭയങ്കര മാർക്ക്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഭയങ്കര മാർക്ക്. അവരിൽ ഭൂരിപക്ഷവും പിന്നീട് ശാസ്ത്രജ്ഞന്മാരായി അല്ലെങ്കിൽ ശാസ്ത്ര അധ്യാപകരായി മാറി. ഒരു 200 ഗർഭിണികൾക്ക് യുദ്ധവീരന്മാരുടെ ജീവിതം വായിക്കാൻ കഴിയും. ജൂലിയസ് സീസർ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഫെർണാണ്ടോ ദ ഗ്രേറ്റ്, ജംഗിസ് ഖാൻ ഇവരുടെയൊക്കെ ജീവിതം വായിക്കാൻ കഴിയും. യുദ്ധവീരന്മാരുടെ ജീവിതം ഗർഭകാലത്ത് വായിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളുടെ മക്കൾ, ആ കുട്ടികൾ പിന്നീട് പട്ടാളത്തിനും പോലീസിൽ പോയി. അവർക്ക് കാക്കയോട് ഭയങ്കര സ്നേഹം. വേറെ 200 ഗർഭിണികൾക്ക് കത്തോലിക്കാ സഭയുടെ വിശുദ്ധന്മാരുടെ ജീവിതം വായിക്കാൻ കൊടുത്തു. ഗർഭകാലം മുഴുവൻ കത്തോലിക്ക സഭയുടെ അച്ഛന്മാരുടെ ജീവചരിത്രം വായിച്ചുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾ പിൽക്കാലത്ത് അച്ഛന്മാർ കന്യാസ്ത്രീകളായി മാറി. അപ്പോൾ ഈ ഗർഭകാലത്ത് അമ്മ എന്ത് പഠിക്കുന്നു, എന്ത് വായിക്കുന്നു എന്നുള്ളത് കുഞ്ഞിനെ സ്വാധീനിക്കുമെന്ന് ശാസ്ത്രം കണ്ടെത്തി. അതുകൊണ്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വാധീനിക്കുക, കുട്ടി നമ്മുടെ കുഞ്ഞ് ആരായിത്തീരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു, ആ പുസ്തകങ്ങൾ വേണം ഗർഭകാലത്ത് വായിക്കാൻ. ഇനി ആ ഗർഭകാലത്ത് വായിക്കുന്ന കൂട്ടത്തിൽ ശാസ്ത്രം കണ്ടെത്തി അമ്മ ഇന്റലക്ച്വൽ വർക്ക് ചെയ്താൽ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് അപാര ബുദ്ധിയായിരിക്കും. അപ്പൊ അമ്മ ഈ ഇന്റലക്ച്വൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്റലക്ച്വൽ വർക്ക് തലച്ചോറ് ചെയ്യണമെങ്കിൽ ഇന്റലക്ച്വൽ ഹോർമോൺസ് എന്ന് പറയപ്പെടുന്ന കുറെ ഹോർമോൺസ് എൻസൈംസ് ഉണ്ട്. അത് അമ്മയുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യും. അത് അമ്മയുടെ തലച്ചോറ് കയറി ഇറങ്ങിയിട്ട് അത് പോയി ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തലച്ചോറ് കയറി ഇറങ്ങും. കുഞ്ഞിന് അപാര ബുദ്ധിയായി പോകും. നിങ്ങൾ ലേഡി ടീച്ചേഴ്സിന്റെ മക്കളെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഓരോ പഠിത്തത്തിന് അവർ ഭയങ്കര മിടുക്കരാണ്. കാര്യം എന്താണെന്നറിയാമോ? ഈ ഗർഭിണിയായ അമ്മ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുമ്പോഴേ വയറ്റിൽ കിടന്നിട്ട് ഇവൻ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കും. പിന്നെ പ്രസവിച്ചിട്ട് ബാക്കി പഠിച്ചാൽ മതി. അതാണ് ഈ ലേഡി ടീച്ചേഴ്സിന്റെ മക്കൾ ഭയങ്കര മാർക്ക് ഈ പരീക്ഷ കിട്ടാനുള്ള കാരണം. അപ്പൊ ഇത് എലിസബത്ത് ഹെർലോക്ക് എന്ന വിശ്വപ്രസിദ്ധയായ ശാസ്ത്രജ്ഞ 1000ഓളം PhD തീസികൾ സമാഹരിച്ചിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ഉഗ്രം പുസ്തകമാണ്. അമ്മമാർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസം എൻ്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയി. അന്ന് ടീച്ചേഴ്സിനെല്ലാം TTC കമ്പൽസറി ആക്കി. അങ്ങനെ എൻ്റെ അമ്മ കൈപ്പുട്ടൂര് TTCക്ക് പഠിക്കാൻ പോയപ്പോഴാണ് ഞാൻ വയറ്റിൽ കിടന്നു. അമ്മ എന്നോട് പറയും, ഞാൻ പഠിക്കുന്ന ആൾ നീ എന്നെ വയറ്റിൽ കിടന്ന് ചവിട്ടിയിടാ തൊഴിച്ചിടാ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ ചെറുപ്പത്തിൽ വഴക്കുണ്ടാക്കാൻ. പക്ഷെ അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഈ പുസ്തകമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസം എൻ്റെ അമ്മ പഠിക്കാൻ പോയത് കാരണമാണ് എനിക്ക് 4 MA 2 PhD ഒക്കെ എടുക്കാൻ പറ്റിയത്, IAS പരീക്ഷയൊക്കെ പാസ്സാകാൻ പറ്റിയത്. അതുകൊണ്ട് ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ അമ്മമാർ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി പോയി ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്ന് അടിച്ച് പറത്തങ്ങ് പഠിക്കണം. പ്രസവിച്ച് കഴിഞ്ഞ് പരീക്ഷ ജില്ലയിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഗർഭത്തിൽ കിടക്കുന്ന 10 മാസം അമ്മ അടിച്ച് വളർത്തി പഠിച്ചാൽ ആ കുട്ടി റാങ്ക് വാങ്ങിച്ച് ഏത് പരീക്ഷ കുട്ടി പാസ്സാവും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി പ്രസവിച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഒരു കുഞ്ഞിനെ ഒരു വലിയ ആളാക്കി തീർക്കാൻ അച്ഛനും അമ്മയ്ക്കും ദൈവം കൊടുത്തിരിക്കുന്ന സമയം 12 വയസ്സ് വരെയാണ്. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ഒരു കുട്ടിയുടെ തലയോട്ടി അളന്നാൽ 30 മുതൽ 33 സെന്റിമീറ്റർ ആയിരിക്കും ചുറ്റളവ്. കുട്ടിക്ക് ഒരു 3 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ 36 മുതൽ 39 സെന്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്ക് ഒരു 7 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ അതൊരു 46 മുതൽ 49 സെന്റിമീറ്റർ ആയിരിക്കും. കുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ അത് 51 മുതൽ 56 സെന്റിമീറ്റർ ചുറ്റളവായിരിക്കും. പിന്നെ തലച്ചോറ് വളരുകയില്ല, തലയോട്ടി വളരുകയില്ല. തലച്ചോറിനെ കവർ ചെയ്യുന്ന തലയോട്ടി 8 എല്ലുകൾ ചേർന്നാണ്. ഈ 8 എല്ലുണ്ടല്ലോ കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്യും. ആദ്യത്തെ 1 മാസം നിങ്ങൾ നോക്കിയാൽ മതി, ഉച്ചയ്ക്ക് ഇങ്ങനെ ഈ എല്ലിങ്ങനെ അനങ്ങുന്നതായിട്ട് കാണാം. ഈ സ്ഥലമൊക്കെ വളരെ ഫ്രിജിഡാണ്, ചുമ്മാ തട്ടി അതിനകത്ത് കൈ. 12 വയസ്സായി കഴിഞ്ഞ് കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്ന സെറ്റാവും. പിന്നെ കുഞ്ഞിന്റെ തലച്ചോറ് വളരുകയില്ല, ബുദ്ധിശക്തി വളരുകയില്ല. അപ്പൊ ഈ 12 വയസ്സ് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആദ്യം എന്താണ് ഈ ബുദ്ധിശക്തി? ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്ത് 60,000 ലക്ഷം ന്യൂറോൺസ് ആണ്. ഓരോ ന്യൂറോണിന് 50 മുതൽ 1000 വരെ ശാഖയുണ്ടാവും. അപ്പൊ ഈ ന്യൂറോൺ ഇങ്ങനെ ത്രസിച്ചാൽ ഈ ന്യൂറോണിന്റെ ശാഖകൾ ഇങ്ങനെ ഇളകിയാടി മറ്റൊരു ന്യൂറോണിന്റെ ശാഖയായിട്ട് ബന്ധം സ്ഥാപിക്കും. ഒരിക്കൽ ബന്ധം സ്ഥാപിച്ചാൽ മരണം പിന്നെ അത് പൊട്ടിപ്പോകുകയില്ല. അതിനാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന്റെ തലച്ചോറിൽ എത്ര സിനാപ്സിസ് കൂടുന്നു അത്രയുമാണ് ആ കുട്ടിയുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടിയുടെ തലച്ചോറിന് ത്രസിപ്പുണ്ടാക്കണം. ആദ്യത്തെ 6 മാസക്കാലം കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നത് പ്രകാശത്തോടാണ്. കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ പ്രകാശം കത്തുകയാണ് എന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ നമ്മുടെയൊക്കെ വീട്ടിൽ ഈ മിന്നാമിന്നി വിളക്കുകളുണ്ട്. പക്ഷേ ക്രിസ്മസ് കഴിയുമ്പോൾ ജനുവരി 5, 10 ആകുമ്പോൾ നമ്മളെല്ലാം പൂട്ടിക്കൊണ്ട് അലമാരി വെക്കും. പിന്നെ അടുത്ത ഡിസംബർ 1 നമ്മൾ തുറക്കുള്ളൂ സാധനമൊക്കെ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന മിന്നാമിനി വിളക്ക് കുഞ്ഞിന്റെ ബെഡ്റൂമിൽ ഇങ്ങനെ കത്തുകയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യണം. കുഞ്ഞിങ്ങനെ നോക്കിയ പ്രകാശത്തെ ഇങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിന്റെ തലച്ചോറിൽ ന്യൂറോൺസ് ഇളകിയാടി അത് ബന്ധം സ്ഥാപിച്ച് കുഞ്ഞിന് അപാര ബുദ്ധിശക്തി ഉണ്ടാവും. ഹനുമാൻ ജനിച്ചു വീഴപ്പോഴേ സൂര്യഭഗവാനെ പിടി തിന്നാൻ പോയിരിക്കും. അത് ഞങ്ങൾ പുരാണത്തിൽ കേട്ടിട്ടില്ലേ? ഇതാണ് സംഭവം. ലൈറ്റിനുള്ള ആകർഷണമാണ്. 6 മാസം കഴിഞ്ഞ് 1 വർഷം വരെയുള്ള കാലത്ത് കുഞ്ഞ് നിറങ്ങളെ ട്രാക്ക് ചെയ്യും. പക്ഷെ കുഞ്ഞിന് 3 നിറങ്ങളെ മനസ്സിലാവും. 21 വയസ്സാകുമ്പോഴേക്കും ഒരു മനുഷ്യന്റെ കണ്ണിന് 3.5 ലക്ഷം നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ആദ്യത്തെ ഒരു 1.5 വർഷം വരെ കുഞ്ഞിന് 3 കളങ്ങൾ, ബേസിക് കളേഴ്സ്, ചുവപ്പ്, പച്ച, മഞ്ഞ 3 നിറം മനസ്സിലാവും. അതുകൊണ്ട് കുട്ടി കിടക്കുന്ന ബെഡ്റൂമിന്റെ വിൻഡോ കട്ടറും ഡോർ കട്ടറും എല്ലാം ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളാക്കണം. വിൻഡോ കട്ടറും ഡോർ കട്ടറും മുകളിലെ തോരണം വലിച്ച് കെട്ടണം, ചുവപ്പ്, പച്ച, മഞ്ഞ. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് കഴിഞ്ഞ് അവർ ഈ തോരണം കളഞ്ഞിട്ട് പോകും. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗിൽ ചെന്നാൽ ചുവന്ന തോരണം കിട്ടും. SNDPയുടെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ എല്ലാം മഞ്ഞ തോരണം കിട്ടും. മുസ്ലിം ലീഗിന്റെ മീറ്റിംഗ് വല്ലുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മതി പച്ച തോരണം കിട്ടും. ഈ തോരണം വേസ്റ്റാണ്. നിങ്ങൾ ഇനി കൊണ്ടുവന്ന കുഞ്ഞിന്റെ ബെഡ്റൂമിൽ ഇങ്ങനെ കെട്ടണം, ചുവപ്പ്, പച്ച, മഞ്ഞ. കുഞ്ഞതിനെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുമ്പം കുഞ്ഞിന്റെ തലച്ചോറിന് അപാര ബുദ്ധിശക്തിയാണ്. കുഞ്ഞിനെ എടുക്കാൻ അമ്മ പോകുമ്പോൾ പ്ലെയിൻ സാരി എടുത്തുകൊണ്ട് പൊക്കളയാണ്. ചുവപ്പ്, പച്ച, മഞ്ഞ ഇടകലർന്ന സാരിയും ബ്ലൗസ് എടുത്തുകൊണ്ട് പോകണം. കുഞ്ഞിങ്ങനെ അമ്മയെ കാണുമ്പോൾ അമ്മയുടെ ശരീരത്തിലെ ചുവപ്പ്, പച്ച, മഞ്ഞ കുഞ്ഞിനെ ആകർഷിക്കും. വേലക്കാർ കുഞ്ഞിനെ എടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ വേലക്കാരിക്ക് സൗജന്യമായി 3 സെറ്റ് സാരിയും ബ്ലൗസ് വാങ്ങിച്ചു കൊടുക്കണം, ചുവപ്പ്, പച്ച, മഞ്ഞ. കുഞ്ഞി വേലക്കാരെ കാണുമ്പോൾ ചുവപ്പ്, പച്ച, മഞ്ഞ ഇങ്ങനെ വരും. നിങ്ങളതിനെ വാങ്ങിച്ചു കൊടുത്തേക്കണേ. ഭർത്താക്കന്മാരൊക്കെ വാങ്ങിച്ചു കൊടുപ്പിച്ച് പിന്നെ കുഴപ്പമുണ്ടാക്കളരുത്. നിങ്ങളതിനെ വാങ്ങിച്ചു കൊടുത്തേക്കണം വേലക്കാരിക്ക്. ഈ വേഷമൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഈ കുഞ്ഞിനെ ഈ ചുവപ്പ്, പച്ച, മഞ്ഞ കാണുമ്പോൾ കുഞ്ഞിന്റെ ബ്രെയിൻ സെൽസ് ഇളകി ആടും, ന്യൂറോൺസ്. അതിന് സിനാപ്സ് ഉണ്ടാവും. കുഞ്ഞിന് അപാര ബുദ്ധിശക്തിയാവും. 1 വയസ്സ് തൊട്ട് 1.5 വയസ്സ് വരെ ചലിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടം കുട്ടി കൊടുക്കണം. ഈ ചലനത്തെ ട്രാക്ക് ചെയ്യുന്ന മുഖത്തുള്ള 2 കണ്ണാണ്. ഈ ശബ്ദത്തെ ട്രാക്ക് ചെയ്യുന്നത് തലയുടെ 2 സൈഡിലുള്ള 2 ചെവികളാണ്. ഈ ശബ്ദവും ചലനവും കുട്ടി ട്രാക്ക് ചെയ്യുമ്പോൾ തലച്ചോറിന് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള യൂണിഫൈഡ് ആക്ഷൻ ഓഫ് ദ ബ്രെയിൻ എൻഷുർ ആവും. അതിനാണ് ചലിക്കുകയും ശബ്ദിക്കുകയും കളിപ്പാട്ടം കൊടുക്കുന്നത്. 1.5 വയസ്സ് തൊട്ട് 2.5 വയസ്സ് വരെ 4 കാര്യങ്ങൾ കുട്ടികൾക്കായി ചെയ്തു കൊടുക്കണം എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ആദ്യത്തേത് കുട്ടിക്ക് പൊട്ടുന്ന കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കും. പൊട്ടാത്ത കളിപ്പാട്ടം കൊണ്ട് കുട്ടിയുടെ ബുദ്ധി വളരുകയില്ല. പൊട്ടുന്ന കളിപ്പാട്ടം. കുട്ടി ഇങ്ങനെ കളിപ്പാട്ടം വെച്ച് കളിക്കും. പെട്ടെന്ന് കളിപ്പാട്ടം താഴെ വീണ് ടപ്പൊന്നൊരു പൊട്ട് വെട്ടും. കുട്ടി വലിയ കരയും. പക്ഷെ ആ കളിപ്പാട്ടം എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കണം. ഒരു 2.5 വയസ്സാകുമ്പോൾ അമ്മയും കുഞ്ഞു കുട്ടിയിരുന്ന് ഈ കളിപ്പാട്ടം റിപ്പയർ ചെയ്യണം. എത്രത്തോളം കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് റീഫങ്ഷനിലാക്കാൻ പറ്റുമോ അത്രത്തോളം ആ കുട്ടി പിൽക്കാലത്ത് വലിയൊരു ശാസ്ത്രജ്ഞനോ വലിയൊരു എഞ്ചിനീയറോ ഒരു ആർക്കിടെക്റ്റോ ഒരു IAS ഓഫീസറോ ഒക്കെ ആവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ. കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് ഒരിക്കലും കുട്ടി കൊടുക്കാതിരിക്കരുത്. ചില ആളുകളെ കളിപ്പാട്ടം വാങ്ങിച്ച് അലമാരിക്കാതെ വെച്ച് പൂട്ടികളെ. കുഞ്ഞിങ്ങനെ അലമാര അടുത്ത് വന്നാൽ കിട്ടാത്ത കളിപ്പാട്ടം ഇങ്ങനെ നോക്കി വെള്ളം ഊറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ അൺഫുൾഫിൽഡ് ഡിസൈർസ് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കൂടുന്നു. ആ കുട്ടി ഭയങ്കര ന്യൂസൻസ് ഉള്ള കുട്ടിയായിട്ട് മാറും. കളിപ്പാട്ടം കൊടുക്കാതിരിക്കുന്ന അപ്പനെ ആ കുട്ടി ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ ചെബിക്കലിന് അടിക്കുമെന്നാണ് ശാസ്ത്രമായി പറയുന്നത്. പണ്ട് ഈ കളിപ്പാട്ടം വൈരാഗ്യം കുട്ടിയുടെ മനസ്സിങ്ങനെ കിടക്കും. വല്യപ്പനൊന്ന് അപ്പനൊന്ന് ഇരിപ്പാവും, ഇവന് നല്ല ബലവും ആട്ടി ഉറപ്പെന്നാണ് പറയുന്നത്.
കളിപ്പാട്ടം വാങ്ങിക്കണ്ട, പക്ഷെ വാങ്ങിച്ചിട്ട് അലമാര വെച്ച് പൂട്ടിടുന്ന ശാസ്ത്രജ്ഞനാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്കും ഭാര്യയ്ക്കും ജോലിയാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു സൈക്കിൾ വർക്ക്ഷോപ്പാൻ വിളിച്ചോണ്ട് അവനാണ് ഈ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് റിപ്പയർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കണ്ടതിൻ്റെ രണ്ടാമത്തെ മോളാണ്. ആ മോള് ബിടെക്കിൻ്റെ ഫസ്റ്റ് റാങ്കാണ്, ഗോൾഡ് മെഡലിസ്റ്റാണ്. രണ്ടാമതായി കുട്ടികൾക്ക് ചിത്രങ്ങൾ കൊടുക്കണം. ചിത്രം ഈ കുട്ടി ഇങ്ങനെ കയ്യിൽ വെച്ച് കളിക്കും, കീറിപ്പോ. ആ ചിത്രം കീറുന്നത് സൂക്ഷിച്ചു വെച്ച ശേഷം ഒരു 2.5 വയസ്സാകുമ്പോൾ അമ്മയും കുഞ്ഞും കൂട്ടിരുന്ന ആ ചിത്രത്തിന് മറു സൈഡിൽ സെലോറ്റേപ്പ് പൊട്ടി ചിത്രം പുനഃസ്ഥാപിക്കണം. എത്രത്തോളം ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നു അത്രത്തോളം ആ കുട്ടി പിൽക്കാലത്ത് വലിയൊരു കലാകാരനായിത്തീരും. അവൻ യേശാസിനെ പോലെ ഒരു സംഗീതജ്ഞനോ, ഒരു ലിയോണോ ഡാവിൻസിയോ, ഒരു മൈക്കലാഞ്ചലോയോ, ഒരു വലിയ രാജാ രവിവർമ്മയോ ഒക്കെ ആയിത്തീരാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മൂന്നാമതായ കുട്ടികൾക്ക് ബലൂണുകൾ വാങ്ങിച്ചു കൊടുക്കണം. ബലൂൺ കുട്ടി ഇങ്ങനെ ഇട്ട് കളിക്കണം. ടപ്പെന്നൊരു പൊട്ടും ബലൂൺ. കുട്ടി വലിയ വലിയ കാര്യം എന്തോ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. അപ്പം വലിയ വലിച്ചിരിക്കുക. അപ്പണ ചെയ്ത പൊട്ടുന്ന സാധനമാണ്. സിമ്പിൾ കെമിസ്ട്രിയാണ്. റബ്ബറിനകത്ത് കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞാൽ എക്സോസ്മോസിലൂടെ റബ്ബർ പൊട്ടും. സിമ്പിൾ കെമിസ്ട്രിയാണ്. ഒരു ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത ബലൂൺ കൊടുക്കണം, ആ ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത ബലൂൺ കൊടുക്കണം. എത്രത്തോളം ബലൂണുകൾ പൊട്ടുന്നു അത്രത്തോളം കുട്ടിക്ക് മനസ്സിലാവും ജീവിതം നശ്വരമാണ്. കുട്ടി മനസ്സിലാവും, എൻ്റെ ശരീരം നശിച്ചാലും എന്നെ ഈ ലോകത്തിലെ ആളുകൾ ഓർത്തിരിക്കണം. അവൻ കീർത്തിമാനാവാൻ ശ്രമിക്കണം. ഇംഗ്ലീഷിൽ പറയും, ഫെയിം ഈസ് ദ ലാസ്റ്റ് ഇൻഫർമിറ്റി ഓഫ് നോബിൾ സോൾസ്. ആ കുട്ടി മഹാനായി തരാൻ സാധിക്കും. ചില കുട്ടികൾക്ക് മനസ്സിലാവും ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. അങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നതെങ്കിൽ കുട്ടി ഒരു മദർ തെരേസയോ ഒരു വിവേകാനന്ദ സ്വാമിയോ വലിയൊരു സാമൂഹ്യ പ്രവർത്തകനുമായി തീരാൻ സാധ്യത വർദ്ധിക്കുകയാണ്. നാലാമത്, മുത്തശ്ശനെ ശുശ്രൂഷിക്കുമ്പോൾ കുട്ടിയെ കൊണ്ട് വിളിച്ചോണ്ട് പോകണം. കുട്ടിക്കൂടെ ചെറിയ റോളെ കൊടുക്കണം. മോനിച്ചിന് വെള്ളം എടുത്തോണ്ടോടാ, അപ്പച്ചനെ ഒന്ന് കുളിപ്പിക്കണ്ടേ നമുക്ക്, മോളൊരു തോർത്തെടുത്തുണ്ടോ, അമ്മച്ചൊന്ന് തുടക്കണ്ടേ നമുക്ക് എന്ന് കുട്ടിക്കൂടെ ഒരു റോൾ കൊടുക്കണം. മുത്തശ്ശനെയും ശുശ്രൂഷിക്കുമ്പോൾ കുട്ടി സന്നിഹിതനാണെങ്കിൽ ആ കുട്ടി പിൽക്കാലത്ത് വലിയൊരു ഡോക്ടറായി തീരുകയോ വലിയൊരു നേഴ്സായി തീരുകയോ ഒക്കെ ചെയ്യും. അല്ലാതെ മുത്തപ്പനെ ചീത്ത വിളിച്ചിട്ട് മോനെ ഡോക്ടറാവാന്ന് പറഞ്ഞാൽ അവൻ ഡോക്ടറാവില്ല, ഒരു കമ്പൗണ്ടർ ആവില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. 2.5 വയസ്സ് തൊട്ട് 3.5 വയസ്സ് വരെ കുട്ടിയുടെ തലച്ചോറിൽ കമ്പാരിറ്റീവ് അനാലിറ്റിക് ഡെവലപ്പ് ചെയ്യാം. ഇതുള്ള കുട്ടികൾക്ക് മാത്രമേ വലിയ കസര ഇരിക്കാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടറായിട്ടൊരു കസര ഇരിക്കുകയാണെങ്കിൽ ഒരു രോഗി വന്നൊരു സിംറ്റം പറഞ്ഞപ്പോൾ ഇത് ഏത് രോഗമാണെന്ന് കുട്ടിക്ക് തലച്ചോറിനും ഡോക്ടർക്ക് മനസ്സിലാവും. ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞാൽ ഇനി ആ രോഗം എങ്ങോട്ട് പോകും, എന്തൊക്കെയാണ് മരുന്ന് കഴിക്കേണ്ടതെന്ന് ഡോക്ടർക്ക് ഓർക്കണം. മരുന്ന് കുറിക്കുമ്പോൾ ഓരോ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട്, ഓരോ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് കമ്പയർ ചെയ്യാൻ കഴിവില്ലാത്ത ഡോക്ടർക്ക് മരുന്ന് കുറിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഈ കമ്പാരിറ്റീവ് അനാലിറ്റിക് പവർ എന്നെപ്പോലെ IAS IPS ഒക്കെ പാസ്സായ ഒരു ജില്ലയിൽ വരുമ്പോൾ കളക്ടർ SP ആയിട്ട് വരുമ്പോൾ ആ ജില്ലയിൽ ഒരു 150 ഗ്രാമമാണ്. ഓരോ ഗ്രാമത്തിനും ജനസംഖ്യ എത്ര, ഏത് മതക്കാരാണോ അവിടെ ഭൂരിപക്ഷം, ഏത് ജാതിയാണോ അവിടെ ഭൂരിപക്ഷം, അവിടെ സ്ഥിരം പ്രശ്നം വല്ലതും ഉണ്ടോ, അവിടെ വലിയ ആരാധനാലയങ്ങൾ എന്തൊക്കെയാണ്, ഇതറിയാത്ത ഒരാൾക്ക് കളക്ടർ SP ഒന്നും ആവാൻ പറ്റില്ല. ഈ കമ്പാരിറ്റീവ് അനാലിറ്റിക് പവർ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിലും ഈ കുട്ടിയെ കൊണ്ട് യാത്ര ചെയ്യാൻ പോകാം. കുട്ടിയെ കാറിലെടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കുട്ടി ഒരു 6 അടി പൊക്കാനും വരുന്നു, ഒരു 4 അടി പൊക്കാനും വരുന്നു, 2 അടി പൊക്കാനും വരുന്നു. ഒരുത്തം കോറത്തൊരുത്തം വരുന്നു, പിന്നെ ഒരുത്തം വെളുത്ത് വരുന്നു, ഒരുത്തം മഞ്ഞിച്ച് വരുന്നു, ഒരുത്തം ബ്രൗൺ കളർ, പല പല കളറല്ലേ. ഒരു വണ്ടി വരുന്നത് 2 വീലുകൾ, വേറൊരു വണ്ടിക്ക് 3 വീൽ ഓട്ടോറിക്ഷ, 4 വീലുള്ള കാറ്, 8 വീലുള്ള ലോറി, 20 വീലുള്ള കണ്ടെയ്നർ ലോറി. കുട്ടി ഇതെല്ലാം കണ്ടിട്ട് തലച്ചോറിലോട്ട് ഈ സ്വപ്നങ്ങൾ ഇറങ്ങി കുട്ടി കമ്പാരിറ്റീവ് അനാലിറ്റിക് പവർ കിട്ടും. പിന്നെ കുട്ടിയെ മൃഗശാലയിൽ കൊണ്ടുപോകണം. അവിടെ ചെല്ലുമ്പോൾ കുട്ടിയുടെ നഴ്സറി ബുക്കിൽ കുരങ്ങൻ്റെ പടമാണ്. പക്ഷെ മൃഗശാല ചെല്ലുമ്പോൾ ഒരു മുറി കിടക്കുന്ന ഒരു ഗൊറില്ല, അപ്പുറത്ത് കിടക്കുന്ന ഒരു ചിമ്പൻസി, ഇപ്പുറത്തൊരു കുറാങ്ങുട്ടാൻ, അപ്പുറത്തൊരു സിംഹവാലം കുരങ്ങൻ. കുട്ടി ഈ കുരങ്ങിനെയും കമ്പയർ ചെയ്യും, നല്ല പവർ കിട്ടും. കുട്ടിയുടെ പുസ്തകത്തിൽ ഒരു തത്തമ്മയുടെ പടമുണ്ട്. മൃഗശാലയിൽ ചെല്ലുമ്പോൾ 20 തത്തമ്മമാരാണ്. എടാ, ഇന്തോനേഷ്യൻ തത്തമ്മയും അമേരിക്കൻ തത്തമ്മയും ആഫ്രിക്കൻ തത്തമ്മയും ഇതെങ്ങനെ വ്യത്യാസമായി കുഞ്ഞ് ചിന്തിക്കുക. കമ്പാരിറ്റീവ് അനാലിറ്റിക് പവർ ഉണ്ടാവും. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം ഏതൊക്കെയാണ്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 3 വയസ്സ് തൊട്ട് 7 വയസ്സുള്ള കാലഘട്ടമാണ് ഒരു കുട്ടി ആരായത്തിനും ചെയ്യുന്ന കാലഘട്ടം. LKG UKG സ്റ്റാൻഡേർഡ് 1 സ്റ്റാൻഡേർഡ് 2 ഈ 4 വർഷം കയ്യിൽ നിന്ന് പോയാൽ കുഞ്ഞ് കയ്യിൽ നിന്ന് പോയി എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ 2 കാര്യം മർത്തമറിയ സമാജത്തിലെ അംഗങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ലോക ചരിത്രത്തിൽ 20,000 മഹാന്മാരെ പറ്റി മഗ്രൂഹൽ കമ്പനി എടുത്ത് പഠിച്ചു. അവരുടെ ബയോഗ്രാഫിക്കൽ സ്കെച്ചസ് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ലോകത്തിലെ മഹാന്മാരിൽ 60% 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ അപ്പനമ്മയും വളർത്തിയവരല്ല, മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയ കുട്ടികളാണ് ലോകത്തിലെ മഹാന്മാരിൽ ഭൂരിപക്ഷം. ബുദ്ധഭഗവാൻ ജനിച്ച 5-ാം ദിവസം മായാദേവി മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി. പ്രവാചകനായ മുഹമ്മദ് നബി ഗർഭത്തിൽ നിന്നപ്പോഴേ അപ്പൻ ചത്തുപോയി, അമ്മ 6 വയസ്സിൽ മരിച്ചുപോയി. മുത്തശ്ശനും മുത്തശ്ശിയാണ്
മുഹമ്മദ് നബിയെ വളർത്തിയത്. ഐസക് ന്യൂട്ടൻ ഗർഭത്തിരുന്നപ്പോഴും അപ്പൻ ചത്തുപോയി. അമ്മ ഓരോരുത്തരെ കല്യാണം കഴിച്ച് പോയി. മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി. സോക്രട്ടീസിന് 3 വയസ്സായപ്പോൾ അപ്പൻ ചത്തുപോയി. മുത്തച്ഛനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പം അപ്പൻ ചത്തുപോയി. മുത്തച്ഛനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. അരിസ്റ്റോട്ടിന് 6 വയസ്സായപ്പോൾ അപ്പനും അമ്മയും ചത്തുപോയി. മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി. ഇമ്മാനുവൽ ഖാൻ 1 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റ് അപ്പനും അമ്മയും ചത്തുപോയി. മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. ലോകത്തിൽ എന്തിനാണ് ഈ മഹാന്മാർ, ഈ മുത്തശ്ശിമാർ വളർത്തുന്ന കുട്ടികൾ മഹാന്മാരാവുന്നത്? അത് ശാസ്ത്രം ഇന്ന് അസന്നിഗ്ധമായി കണ്ടെത്തിയിരിക്കുകയാണ്. കുഞ്ഞിനെ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്താൻ കൊണ്ടുപോകുമ്പോൾ മുത്തശ്ശി കുഞ്ഞിനെ അട്രാക്ട് ചെയ്യേണ്ടേ കഥ പറഞ്ഞു തുടങ്ങും. അതിലെ കഥകൾ കാത്തുനിന്ന് കുഞ്ഞിന് മഹാന്മാരായ ചിന്തകരായ ആളുകൾ കിട്ടുന്ന ഏറ്റവും ഒരു ഗുണമുണ്ട്, സെൻസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രപരമായ അവബോധം, ചരിത്രത്തെ അപഗ്രഥിക്കാനുള്ള കഴിവ്. മുത്തശ്ശി കുഞ്ഞുകൊണ്ട് കഥ പറയും. ലോങ് ലോങ് ഇയേഴ്സ് ago there was a king. Once upon a story's time there was a king. പണ്ട് രാജാവ് ഉണ്ടായിരുന്ന മോനെ എന്ന് കഥ തുടങ്ങും. കുറച്ച് കഴിഞ്ഞ് ഈ കഥക്കകത്ത് ഡിഫറെൻറ്റ് ഹിസ്റ്ററി ഉണ്ട്. 500 കൊല്ലത്തിന് മുമ്പ് അക്ബർ ചക്രവർത്തി ഭരിച്ചു നിറ മോനെ, 200 കൊല്ലത്തിന് മാർത്താണ്ഡവർമ്മ ഭരിച്ചു നിറ മോനെ എന്ന് പറയും. കുട്ടി ഈ കഥകളെല്ലാം കേട്ടിട്ട് ഈ ചരിത്രത്തെ അപഗ്രഥം ചെയ്യാനുള്ള കഴിവ് കിട്ടും. ആ സെൻസ് ഓഫ് ഹിസ്റ്ററി ഉള്ള ആളുകൾ മാത്രമേ ലോകത്ത് പ്രശസ്തരായി തീരാൻ പറ്റുള്ളൂ. ഇത് മുത്തശ്ശിയുടെ കഥയെന്നാണ് കുട്ടി കിട്ടുന്നത്. രണ്ടാമതായി മുത്തശ്ശി പറയുന്ന കഥകളിലൊക്കെ വലിയ വലിയ ഹീറോസാണ്. അർജുനൻ, ഭീമൻ, ഹെർക്കുലീസ്. കുഞ്ഞ് ഈ കഥയെല്ലാം കേട്ടിട്ട് എടാ എനിക്ക് ഇവന്മാരെ പോലെ ആവണോ, ഇവൻ്റെ വലിയ ഗുണം എന്താണ്? ഈ മുത്തശ്ശി പറയും, ഈ ഹെർക്കുലീസിനുണ്ടല്ലോ അങ്ങനൊരു കഴിവുണ്ടായിരുന്നു, ഭീമനുണ്ടല്ലോ ഇങ്ങനൊരു കഴിവുണ്ടായിരുന്നു. കുട്ടി ഹീറോ വർഷിപ്പിലൂടെ ആ കഴിവുകളെ സ്വാംശീകരിക്കാൻ നോക്കും. കുട്ടിക്ക് മഹാന്മാരുടെ ഗുണഗണങ്ങളുണ്ടാവും. മൂന്നാമതായി മുത്തശ്ശി എന്ത് ചെയ്യും? മുത്തശ്ശിയുടെ കഥകൾക്കകത്തൊക്കെ പ്രോബ്ലം സോൾവിങ് ആണ്. സമന്തക പുഷ്പം എന്ന് പറഞ്ഞാൽ ഭീമസേനൻ പോയി അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, ഇത് പരിഹരിച്ച് അവർ തിരിച്ചു വരികയാണ്. സിൻബാദ് കപ്പൽ യാത്രയ്ക്ക് 1-ാം ദ്വീപിൽ പ്രശ്നം, 2-ാം ദ്വീപിൽ പ്രശ്നം, 3-ാം ദ്വീപിൽ പ്രശ്നം. ഈ മഹാനായ മനുഷ്യൻ ഈ പ്രോബ്ലം സോൾവ് തിരിച്ചു വരികയാണ്. ഇത് കേൾക്കുന്ന കുട്ടിക്ക് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, മാനേജ്മെന്റ് കപ്പാസിറ്റി എന്താണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും. ആ കുട്ടി വലിയ വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി തീരും കുറച്ചു കാലം കഴിയുമ്പോൾ. നാലാമതായി കുട്ടി മുത്തശ്ശിക്ക് ബാത്റൂമിൽ പോകണം. മുത്തശ്ശി നീ കുഞ്ഞിനെടുത്തിട്ട് പിടിയോ തന്നെ മടിയിലോട്ടിരിക്കണം എന്ന് വല്യപ്പനെ കയ്യിലോട്ട് കൊടുക്കും. വല്യപ്പനെ ഈ പുതിയ തങ്ങാവൽ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. വല്യപ്പനെ കുട്ടിയെ ഒന്ന് അട്രാക്ട് ചെയ്ത് നിർത്തണ്ടേ? വല്യപ്പൻ കുറെ വീരവാദം അടിക്കും. മോനെ, ഞാൻ ചെറുപ്പത്തിലുണ്ടല്ലോ എൻ്റെ മുത്തപ്പൻ്റെ കൂടെ അച്ചൻകോവിലായിട്ട് ഇറങ്ങടാ മോനെ, പമ്പയായിട്ട് ഇറങ്ങടാ മോനെ, ഒരു മുതല വന്നടാ, ഞങ്ങളുടെ പിടിച്ചു കെട്ടിടാ, വാലെ പിടിച്ചു കെട്ടി മറ്റേ പിടിച്ചു കെട്ടി, ചുമ്മാ കള്ള കഥയാണ്. മുതല പോയിട്ട് ആമയെ പോലും വല്യപ്പൻ പിടിച്ചിട്ടില്ല. പക്ഷെ വല്യപ്പൻ്റെ ഈ കള്ളൊക്കെ നിൽക്കുന്ന കുട്ടിക്ക് മനസ്സിൽ, എൻ്റെ വല്യപ്പൻ ഭയങ്കര കഴിവുള്ള വല്യപ്പൻ്റെ കൊച്ചുമനാണ് ഞാൻ, കുഞ്ഞിനോട് തോന്നലുണ്ടാവും. പിന്നെ വല്യപ്പൻ കുറെ കുടുംബചരിത്രം പറയും. കുടുംബചരിത്രങ്ങളെല്ലാം 90% പച്ച കള്ളങ്ങളാണ്. ഈ കഥയിൽ എഴുതി വെച്ചേക്ക് എന്തിനാണെന്നറിയോ? ഞങ്ങൾ വലിയ കുടുംബം തെളിയിക്കാൻ വേണ്ടിയാണ്. ഈ കുടുംബകഥ ചരിത്രം കഴിയുന്ന കുട്ടി മനസ്സിലാവും, വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാനല്ലേ. കുട്ടിക്കൊരു സ്വത്വബോധം ഉണ്ടായി. വല്യപ്പൻ്റെ വീരവാദത്തിനാണ് സ്വത്വബോധം. പിന്നെ 5-ാമതായിട്ട് മുത്തശ്ശി ബാത്റൂമിൽ തിരിച്ചു വരും. പിന്നെയും കഥ തുടങ്ങും. അതിലാദ്യത്തെ കഥകൾ സാരോപദേശ കഥകളാണ്. എടാ മോനെ, തള്ളയാട് കുഞ്ഞാടിനോട് പറഞ്ഞു പുറത്തിറങ്ങി പോരുമെന്ന്. കുഞ്ഞാട് കേട്ടില്ല, ഇറങ്ങി അങ്ങ് പോയി. ഒരു ചെന്നാവന്നങ്ങ് പിടിച്ച് തിന്നും മോനെ എന്ന് പറഞ്ഞ് വലിയ ഒരു കരച്ചിലൂടെ കരയും. കുട്ടിക്ക് മനസ്സിലാവും അപ്പനെ അമ്മ അനുസരിച്ചില്ലെങ്കിൽ ചെന്നാ പിടിക്കും. പിന്നെ ആ കുട്ടി അപ്പനെ അമ്മ പറയുന്നതൊക്കെ അനുസരിക്കും. അത് അപകടമാണെന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. 6-ാം എന്ത് സംഭവിക്കും? മുത്തശ്ശി പഞ്ചതന്ത്ര കഥ പറയും. കാട് ഭരിക്കുന്ന ഒരു സിംഹം ഉണ്ടായിരുന്നടാ മോനെ, അവിടെ ഒരു വലിയ ആന ഉണ്ടായിരുന്നടാ മോനെ, കൊച്ചു മൃഗങ്ങളെ കടിക്കുന്ന ഒരു പുലി ഉണ്ടായിരുന്നടാ മോനെ, അതിനിടയ്ക്ക് ഒരു കുറുക്കൻ ഉണ്ടായിരുന്നടാ മോനെ എന്ന് പറയും. അപ്പൊ കുട്ടി ഈ കാട് കുട്ടി കണ്ടിട്ടില്ലല്ലോ. കുട്ടി ഈ കാട് വീട്ടിലോട്ട് മാറ്റും. വീട് ഭരിക്കുന്ന അച്ഛനാണ് ഈ കാട് ഭരിക്കുന്ന സിംഹം. ചില വീട്ടിൽ അമ്മയും ഭരിക്കുകയെ, എങ്കിലും ഭൂരിപക്ഷം വീട്ടിൽ അപ്പനാണ് ഭരിക്കുന്നത്. അപ്പനാണ് ഈ കാട് ഭരിക്കുന്ന സിംഹം, വീട് ഭരിക്കുന്ന അച്ഛനാണ്. വീട്ടിലെ അടുക്കള ഉണ്ടാക്കുന്ന 25% അടിച്ചിട്ട് വട്ടക്കുറ്റിലിരിക്കുന്ന അമ്മയാണ്. അമ്മയാണ് ഈ ആന. വീട്ടിലിങ്ങനെ അനങ്ങാതെ നടക്കുന്ന ആനയുണ്ടല്ലോ, അത് അമ്മയാണ്. പിന്നെ ഇളയ മക്കളെ ഞോണ്ടുകയും കടിക്കുകയൊക്കെ ചെയ്യുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് പുലി. കുട്ടി പറയും, ഞാനാണ് ഏറ്റവും സൈസ് കുറവ്, ഞാനാണ് ഇവിടുത്തെ കുറുക്കൻ. പക്ഷേ പഞ്ചനഗര സാരം എന്നറിയാമോ? ഈ കുറുക്കനാണ് ഈ സിംഹത്തെ കൊണ്ടുവന്ന് കണ്ടിച്ചടിച്ചത്. ഈ കുറുക്കനാണ് ആനയെ കൊണ്ടുവന്ന് കുളത്തിലിറക്കിയത്. ഈ കുറുക്കനാണ് പുലിയുടെ വാല് മുറിച്ച് വിട്ടത്. കുട്ടിക്ക് മനസ്സിലാവും സൈസ് കൊണ്ടൊരു കാര്യമില്ല, തലയെ മൂള വേണം, ബുദ്ധിയുള്ളവനാണ് ഈ ലോകം ഭരിക്കുന്നത്. കുട്ടി ഭയങ്കര പഠിക്കും. കാരണം ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ലോകത്ത് രക്ഷപ്പെടണം. ഈ കുറുക്കനെ പോലെ ആവണം, കൗശലമുള്ളവനാവണമെന്ന് കുട്ടി പഠിക്കാം. 7-ാമതായിട്ട് ഈ പകൽ മുഴുവനെ അപ്പനമ്മ ഓഫീസിൽ പോയി പകൽ മുഴുവൻ കുട്ടി ഓട്ടം ചാട്ടമാണ്. ഈ വല്യപ്പനും വല്യമ്മ കുട്ടിയുടെ കുഞ്ഞിൻ്റെ പുറകെ ഓടും. ഈ ദൈവത്തിൻ്റെ വലിയൊരു പരിപാടിയാണ്. 55 വയസ്സ് കഴിയുമ്പോൾ ഈ കാലിൻ്റെ മസിലിനും ഹിപ്പ് മസിലിനും മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും. അത് തടഞ്ഞില്ലെങ്കിൽ ഒരു 66 വയസ്സ് കഴിയുമ്പോഴേ നടക്കാൻ വയ്യാതെ ഇരിപ്പായി പോകും.
കിടപ്പായി പോകും മനുഷ്യൻ. അപ്പോൾ ഈ കൊച്ചുമക്കളുടെ കൂടെ ഓടുമ്പോൾ ഈ കാലിൻ്റെ മസിലും ഹിപ്പ് മസിലിനും എക്സസൈസ് കിട്ടും. ആ എക്സസൈസിലൂടെ മസിൽ വേസ്റ്റിങ് ഇല്ലാതാവും. ആ വല്യപ്പനും വല്യമ്മയ്ക്ക് 85 വയസ്സ് നടക്കാനും കിടപ്പാവാതിരിക്കാനുള്ള അവസരം കിട്ടും. കുഞ്ഞ് ഓടി വന്ന് ജനലിൽ കൂടെ വലിഞ്ഞ് മേപ്പോട്ട് കയറും. മുത്തച്ഛനും മുത്തശ്ശി കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഈ കാലിൻ്റെ ഹിപ്പ് മസിലും കഴിഞ്ഞാൽ പിന്നത്തെ വേസ്റ്റിംഗ് ഉണ്ടാകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ തോളിലും കഴുത്തിലുള്ള മസിലാണ് രണ്ടാമത്തെ വേസ്റ്റിംഗ്. ഈ കുഞ്ഞിനെ ഇങ്ങനെ ജനലിൽ നിന്ന് വീഴാതിരിക്കാൻ പിടിക്കുമ്പോൾ ഈ മുത്തച്ഛനും മുത്തശ്ശിക്കും കൈയുടെ മസിലിനും നെക്ക് മസിലിനും ശക്തി കിട്ടും. അപ്പോൾ ഈ മസിൽ വേസ്റ്റിങ്ങിൽ നിന്ന് വല്യപ്പനെയും വല്യമ്മയും രക്ഷപ്പെടുത്തി കുറേ കാലം ആയുസോട് ഇരുത്താൻ വേണ്ടിയാണ് ഈ കൊച്ചുമക്കളുള്ള ഓട്ടം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ കൊച്ചുമക്കൾ രാത്രിയിൽ മുത്തച്ഛനെ മുത്തശ്ശനെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും. ഇത് വീടിൻ്റെ മെഡിക്കൽ ബില്ല് ഗണ്യമായി കുറയ്ക്കും. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ശരീരത്തിൽ ഈ പ്രോട്ടോപ്ലാസം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹോർമോൺ എൻസൈം എക്സസ് ആവും. ഇത് പുറത്തിടാൻ വേണ്ടി കുഞ്ഞിന് പനി വരും, മൂക്കള ഉണ്ടാവും, കഫം ഉണ്ടാവും. അപ്പോൾ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണം, ഭയങ്കര ചിലവാണ്. മുത്തശ്ശനും മുത്തശ്ശി ശരീരത്തിൽ പ്രോട്ടോപ്ലാസം കുറഞ്ഞു വന്നു. അപ്പോൾ എന്ത് പറ്റും? ആവശ്യത്തിന് ചൂടില്ല, പിന്നെ എൻസൈം ഹോർമോണും കുറവാണ്. അപ്പോൾ അവർക്ക് വാർദ്ധക്യ രോഗം വരും. അവരെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവും. കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തിയില്ല. മുത്തശ്ശൻ മുത്തശ്ശിക്കോ പലതവണ പനി വന്ന് പലതവണ ഓട്ടോ ഇമ്മ്യൂൺ പവർ ബൂസ്റ്റായി രോഗപ്രതിരോധ ശക്തിയുണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്ക്. കൊച്ചുമക്കളിങ്ങനെ മുത്തശ്ശിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള ഈ ചൂടും അധികമുള്ള ഹോർമോൺ എൻസൈമും മുത്തശ്ശൻ്റെ ശരീരത്തിലോട്ട് കയറും. കുഞ്ഞിന് പനി വരികയും ആശുപത്രി കൊണ്ടുവന്ന പ്രശ്നം ഉണ്ടാവില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ശരീരം തണുത്തിട്ട് വാർദ്ധക്യ രോഗത്തിന് ആശുപത്രി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഹോർമോൺ എൻസൈമും ചൂടും മുത്തശ്ശിയുടെ ശരീരത്തിലോട്ട് ഇങ്ങനെ അങ്ങ് സംക്രമിക്കും. പിന്നെ കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തിയില്ല. മുത്തശ്ശിയും കെട്ടിപ്പിടിക്കാൻ ഉറങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിലോട്ട് ഈ മുത്തശ്ശി ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി അങ്ങോട്ട് കയറും. അപ്പോൾ വീടിൻ്റെ മെഡിക്കൽ ബില്ല് കുറയും. മുത്തശ്ശിയും 65 വയസ്സിൽ ചാവേണ്ട മുത്തശ്ശി 80 വയസ്സല്ലേ ജീവിച്ചിരിക്കും. ഇന്നാൾ അബദ്ധത്തിന് ഞാൻ സ്കൂളിൽ പോയി ഇങ്ങനെ ഒന്ന് പ്രസംഗിച്ചു. ഒരാഴ്ച ഞാൻ തൊട്ടടുത്തൊരു പള്ളി പ്രസംഗിക്കാൻ പോയി. ഒരു വല്യമ്മ ഓടി വന്നു. എൻ്റെ സാറാ സ്കൂളിൽ ചെന്ന് പ്രസംഗിച്ച് കൊച്ചുമക്കളെ കെട്ടിപ്പിട്ടാന്ന് പറയാൻ മുത്തശ്ശി 15 കൊല്ലം കൂടെ ജീവിക്കുമെന്ന്. എൻ്റെ മരുമോട് വീട്ടിൽ വന്നു. എടുക്കടായനെ കുഞ്ഞിനെ അങ്ങനെ അമ്മായിമ്മ സൂഹിക്കേണ്ട 15 കൊല്ലം കൂടെ ഒന്ന് എടുത്തോണ്ട് പോയി സാറേ, ഒന്ന് തിരിച്ചു തരാൻ പറ സാറേ. എടാ, ഇത്രയും വിവരം കേട്ട മരുമക്കളുണ്ടെന്ന് ഞാൻ വിചാരിച്ചോ? ഈ ഇരിക്കുന്ന സാഹചര്യം അങ്ങനെ വിവരം കേട്ട മരുമക്കളില്ലാന്ന് വിചാരിച്ച അവധത്തിൽ പറഞ്ഞു പോയതാണ്. മക്കളിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയായിരുന്നു മുത്തശ്ശിയുടെ ശരീരത്തിൽ. അപ്പോൾ മുത്തശ്ശിയും കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയാൽ ആ മുത്തശ്ശി ഒരു 15 കൊല്ലം അധികം ജീവിക്കും, ആരോഗ്യത്തോടുകൂടി ജീവിക്കും. അപ്പോൾ ദൈവം തമ്പുരാൻ്റെ ഒരു കളിയാണ് ഈ മുത്തശ്ശിയുടെയും കൂടെ കിടന്ന് കളിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിക്കൊരു ഇൻ്റലക്ച്വൽ മച്യൂരിറ്റി ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാലേ പകൽ മുഴുവൻ കുട്ടി ക്ഷീണിച്ചാൽ 6 മണിയായപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. മരുമോൾ ഓഫീസിൽ തിരിച്ചു വന്നു. ഒരു 8 മണി വരെ നോക്കി കുഞ്ഞ് ഉണരുന്നൊന്നും ഒരു രീതിയിൽ ഉണരുന്നില്ല. മരുമോൾ നേരെ അമ്മയമ്മ എടുത്തു വരും. അമ്മേ, എനിക്ക് നാളെ 7 മണിക്ക് ഓഫീസിൽ പോകണം അമ്മേ. കുഞ്ഞ് ഉണരുമ്പോൾ അമ്മ ഒരു ആഹാരം കൊടുത്തേക്കാമോ? മുത്തശ്ശിക്ക് ഇതിപ്പോൾ സന്തോഷമുണ്ടോ? കൊച്ചുമക്കൾക്ക് ചോറ് വാരി കൊടുക്കുന്നതിനേക്കാൾ സന്തോഷം മുത്തശ്ശിക്ക് എന്തുവാണ്? ഞാൻ നോക്കിക്കോളാം മോളെ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. അപ്പോൾ അപ്പനും അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യും കുഞ്ഞ് ഉണരാനായിട്ട്. കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് ഉണരുമ്പോൾ അപ്പനും അമ്മ എന്തോ മുത്തശ്ശി എന്തോ സംസാരിച്ചു കുഞ്ഞിങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ആ മുത്തശ്ശൻ പറയും, നമ്മുടെ മൂത്ത അമ്മൂമ്മ എരവേറൊരു വസ്തു വാങ്ങിച്ച് 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ വിറ്റ ആ വിലയിലേ കിട്ടൂ മണ്ട ശിരോമണി. അവനൊരു വസ്തു വാങ്ങിക്കുമ്പോൾ 5 കൊല്ലം കൊണ്ട് വില ഇരട്ടിക്കുന്ന വസ്തുവല്ലേ വാങ്ങിക്കാവൂ. മുത്തശ്ശി പറയും, നമ്മുടെ ആ രണ്ടാമത്തെ മോള് 12 കോളേജിൽ പഠിക്കാൻ പോയി ഒരു അലവലാതിയെ കയറി പ്രേമിച്ച് അവിടെ കഷ്ടകാലമായിപ്പോയി. പ്രേമിക്കുമ്പോൾ നല്ലൊരു പുളികമ്പനെ കയറി പിടിക്കണ്ടേ എന്നൊക്കെ മുത്തശ്ശി പറയും. കുഞ്ഞിതെല്ലാം കേട്ട് ഒരു അരമണിക്ക് കഴിഞ്ഞ് കുഞ്ഞിന് ശബ്ദം ഉണ്ടാക്കും. അപ്പം മുത്തശ്ശി ഓടിപ്പോയി കുഞ്ഞിനെ എടുത്ത് ചോറൊക്കെ കൊടുത്ത് കുഞ്ഞിന് ഉമ്മയെ കൊടുക്കും. എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ മുത്തശ്ശി ഒരു ഉമ്മ വന്നപ്പോഴും ഇവിടെ കിടപ്പുണ്ട്, പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ മുത്തശ്ശി ആ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങും. ആ ആൺകുട്ടി ഒരു 10, 25, 30 വയസ്സായി ഒരു വസ്തു വാങ്ങിക്കണം. അപ്പം ആ കുട്ടി ഓർക്കും, പണ്ട് വല്യപ്പം പറഞ്ഞിട്ടുണ്ട്, വസ്തു വാങ്ങിച്ചാലേ 5 കൊല്ലം കൊണ്ട് വസ്തുവിൻ്റെ വില ഇരട്ടിക്കണം. അവൻ പോയി ഒരു കറക്റ്റ് വസ്തു വാങ്ങിക്കും. 5 കൊല്ലം കൊണ്ട് അതിൻ്റെ വില ഇരട്ടിക്കുന്ന വസ്തു വാങ്ങിക്കത്തുള്ളൂ. ആ മോള് കോളേജിൽ പഠിക്കാൻ പോകും. ഒരുത്തനൊരു പ്രേമലേഖനം കൊടുക്കും. അവൾ ഓർക്കും, പുളിങ്കമ്പനെ മാത്രമേ പ്രേമിക്കാവൂ. അവളൊരു 4-5 പ്രേമലേഖനം വാങ്ങിക്കും. എല്ലാത്തിൻ്റെ അപ്പൻ ആരാണ്, അമ്മ ആരാണ്, അവരുടെ സനസ് എന്താണ്, ഇവൻ പഠിക്കാൻ എടുക്കാനാണോ, എല്ലാം അവൾ വെരിഫൈ എന്നിട്ട് ബെസ്റ്റ് പുളിങ്കമ്പനെ അവൾ പിടിക്കുള്ളൂ. ഒരാളല്ലാതെ അവളെ പ്രേമിക്കുകയില്ല. കാര്യം മുത്തശ്ശി പണ്ട് പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്, 2ാമത്തെ അമ്മാവിക്ക് പറ്റിയ അമളി പറ്റരുത് എന്ന് നമുക്കറിയാം. അപ്പം ഇതാണ് ഈ മുത്തശ്ശി വളർത്തിയ കുട്ടികളുടെ അത്ഭുതം. വളരെ ശ്രദ്ധേയമായി വേറൊരു കാര്യം അത്ഭുതം നടക്കുന്നുണ്ട്.
അതായത് ഈ 3 വയസ്സ് തൊട്ട് 8 വയസ്സുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സെറിബ്രത്തിനകത്ത് പാരാസെർബെല്ലം വളരുന്നത്. ഈശ്വരവിശ്വാസം, പ്രാർത്ഥന, ഇതൊക്കെ ഇരിക്കുന്നത് പാരാസെർബെല്ലത്തിലാണ്. 3 വയസ്സുവരെ കുട്ടിക്ക് ഈശ്വരൻ എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ അറിഞ്ഞൂടാ. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ സെർബെല്ലത്തിന് 100 ഗ്രാമേ ഉള്ളൂ. കുട്ടിക്കൊരു 3 വയസ്സ് തൊട്ട് 8-9 വയസ്സ് ആകുമ്പോഴത്തേനാണ് ഈ സെർബെല്ലം 200 ഗ്രാം ആവുന്നത്. ഈ വളരുന്ന സെർബെല്ലത്തെയാണ് പാരാസെർബെല്ലം എന്ന് പറയുന്നത്. ഈ പാരാസെർബെല്ലത്തിലാണ് ഈശ്വരവിശ്വാസം, പ്രാർത്ഥനയൊക്കെ ഉള്ളത്. അപ്പോൾ കുട്ടി മുത്തശ്ശനും കൂടെ ജീവിക്കുമ്പോൾ രാവിലെ മുത്തശ്ശനും മുത്തശ്ശിയും പ്രഭാത നമസ്കാരം നിൽക്കുകയാണ്. മോനെ നമുക്ക് പ്രാർത്ഥിക്കാൻ, മോനെ മടിയിലോട്ട് കയറ്റിരുത്തി പ്രാർത്ഥിക്കാം. വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേനും മണി അടിക്കുമ്പോൾ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ എന്ന് പറഞ്ഞ് കൊച്ചുമക്കളെ വിളിച്ച് മടിയിലോട്ടിരുത്തി പ്രാർത്ഥിക്കും. കുഞ്ഞാ കുറേ പ്രാർത്ഥന മടിയിലിരുന്ന് പഠിക്കും. ആ സമയത്ത് പിന്നെ പള്ളിയിൽ പോകും. ആ ഭക്തി അങ്ങനെ കുട്ടിക്ക് മുത്തച്ഛനും ഭക്തി കുഞ്ഞിൻ്റെ കുഞ്ഞിന് കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ മുത്തച്ഛനാണെങ്കിൽ ഒരു 6 അടി പൊക്കമുള്ളൊരു മുത്തച്ഛനായിരുന്നു. മുത്തച്ഛൻ പള്ളിയിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. ഞാൻ 3 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ കുർബാന തീരുമ്പോൾ അച്ഛൻ ഇങ്ങനെ കാസായം പേരസായം കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു വരും. ഈ മുത്തച്ഛൻ എന്നെ കൈ കൊണ്ട് എടുത്തങ്ങ് പൊക്കും. എനിക്കപ്പോൾ ഒരു 7 അടി പൊക്കത്തിലാണ് നിൽക്കുന്നത്. 6 അടി പൊക്കമുള്ള മുത്തച്ഛൻ്റെ കയ്യിൽ ഞാൻ നിൽക്കുമ്പോൾ മുത്തച്ഛൻ പറയും, മോനെ ഏതാണ്ട് ദൈവം ഇറങ്ങി വരുന്നോ, ദൈവം എന്താ ഇറങ്ങി വരുന്നതാന്ന് പറയും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കാസായം പേരസായം കൊണ്ട് വരുമ്പോൾ എൻ്റെ വിചാരം ദൈവം ഇറങ്ങി വരുന്നതാണ്. ഞാൻ DGP ആയിട്ട് പള്ളിയിൽ പോയി കുർബാന കാണുമ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ കാസായം പേരസായം കൊണ്ട് വരുമ്പോൾ അറിയാതെ എൻ്റെ കൈ വിറയ്ക്കുകയാണ്. കാര്യം ദൈവം നമ്മളെ ഇറങ്ങി വരുന്നതാണ് എൻ്റെ അപ്പോഴത്തെ ധാരണ. 3 വയസ്സിൽ എൻ്റെ വല്യപ്പൻ തലച്ചോറിൽ ഇഞ്ചക്ട് ചെയ്താൽ. അപ്പോൾ 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തുന്ന കുട്ടികളിൽ ഈശ്വരവിശ്വാസം ഉറക്കുകയും ആ കുട്ടി ഒരിക്കലും ഈശ്വരവിശ്വാസം വിട്ട് നിൽക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തുന്ന കുട്ടികളാണ് ലോകജനത്തിലെ മഹാന്മാരായ കുട്ടികൾ. ആ പ്രായം കഴിയുമ്പോൾ എഡിപ്പസ് കോംപ്ലക്സിന് ഇലക്ട്ര കോംപ്ലക്സ് സെറ്റും ചെയ്യും. ആൺകുട്ടികൾക്ക് അമ്മയോടൊരു വലിയ വാത്സല്യം, ദൈവത്തിൻ്റെ ഒരു വലിയ കളിയാണ്. അതാണ് എഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. കുട്ടിക്കുള്ള വെള്ളം കൊടുത്ത് ഒരു 1/2 മണിക്ക് കഴിഞ്ഞ് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ വേണം, അമ്മ നിനക്ക് ഇപ്പോൾ ഇവിടെ വെള്ളം കുടിച്ചിട്ട് പോയി വീണ്ടും നീ വെള്ളത്തിന് വരുന്നത് എന്തിനാണെന്ന് ചില അമ്മമാർ വാശി ഉണ്ടാക്കും. അവൻ വരുന്നത് വെള്ളത്തിനല്ല, അവൻ വരുന്നത് അമ്മയുടെ സ്നേഹത്തിനാണ്. അപ്പോൾ അമ്മ തോളെ കൂടെ കൈയിട്ട് എന്തുകൊണ്ട് പറഞ്ഞാടാ പഠിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടാ, നീ നിനച്ച് പാലിറങ്ങാൻ ഞാൻ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ ആ തഴികളിലും സ്നേഹത്തിനുമാണ് ആ കുട്ടി വരുന്നത്. 8 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ. 18 വയസ്സാകുമ്പോൾ തിരിഞ്ഞു വീഴും. പിന്നെ ആ കുട്ടിക്ക് അപ്പനാണ് ഹീറോ. അപ്പൻ്റെ കാറിൽ കയറി അപ്പൻ്റെ വീരവാദം ഇങ്ങനെ നടക്കും. 8 വയസ്സാകുമ്പോഴത്തേന് ഇലക്ട്ര കോംപ്ലക്സ് ഉണ്ടാവും പെൺകുട്ടികൾക്ക്. ആ കുട്ടിക്ക് അച്ഛനോട് വലിയൊരു ആകർഷണം ഉണ്ടാവും. അച്ഛൻ ഇരുന്ന് പത്രം വായിക്കുന്നു, അച്ഛൻ ഓരോന്നൊക്കെ പറയുന്നു. അച്ഛനൊരു ഹീറോ ആണ് ആ കുട്ടിക്ക്. ആ ഹീറോ വർഷിപ്പിൽ നിന്നാണ് ഭാവിയിലെ ഭർത്താവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുട്ടി പഠിക്കുന്നത്. അമ്മയും അച്ഛനോട് എങ്ങനെയാണ് ഇടപഴകുന്നത്, അച്ഛന്മാരുടെ പ്രത്യേകത എന്താണ്. അപ്പോൾ എൻ്റെ ഭാവിയിലെ ഭർത്താവ് ഏകദേശം ഇതേപോലെ ആവുമെന്ന് കുട്ടിക്ക് മനസ്സിലാവും. 18 വയസ്സാവും പിന്നെ കുട്ടി തിരിഞ്ഞു വീഴും. പിന്നെ അമ്മയുടെ സാരത്തുനിന്ന് പിടിച്ച് അമ്മയോടെല്ലാം ഒന്നിനെ കൂടെ പോയി ഈ അഡൾട്ട്ഹുഡിലെ പെൺകുട്ടി. അപ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ അപ്പനും അമ്മയ്ക്കും മനസ്സിലായിക്കോണം. 8 വയസ്സിലെ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയിട്ട് എഡിപ്പസ് കോംപ്ലക്സിൽ ഇലക്ട്ര കോംപ്ലക്സിൽ കൃത്യമായി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയാൻ പറ്റും. 18 വയസ്സ് കഴിയുമ്പോഴത്തേന് വിവാഹമെന്ന വലിയൊരു സംഗതിയിലേക്ക് കുട്ടി പോവുകയാണ്. ഒരു മനുഷ്യൻ ഭൂമിയിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ 2 തീരുമാനം കറക്റ്റായിരിക്കണം. ഒന്ന്, താൻ ചെയ്യുന്ന ജോലി. മനസ്സിനിണങ്ങി ജോലി ചെയ്താൽ സന്തോഷം ഉണ്ടാവും. മനസ്സിനിണങ്ങാതെ ജോലി ചെയ്താൽ സന്തോഷം ഉണ്ടാവുക ഇല്ല. 2, വിവാഹം. ഇഷ്ടമുള്ള ഇണയെ, അനുയോജ്യനായ അല്ലെങ്കിൽ അനുയോജ്യമായ ഇണയെ വിവാഹം കഴിക്കുന്ന ആള് ഭൂമിയിൽ സന്തോഷമായിരിക്കും. ഇല്ലെങ്കിൽ സന്തോഷം എന്നൊരു സാധനം ഉണ്ടാവില്ല. എത്രയോ നല്ല ആമ്പിള്ളേർ എന്നെ വന്ന് കണ്ടു, ഈ കാർക്കോടം എന്നെ കെട്ടിപ്പോയല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ വല്ല രക്ഷയുണ്ട്? ഒരു രക്ഷയില്ല. എത്രയോ നല്ല പെമ്പിള്ളേരെ ഞാൻ കണ്ട്, ഈ പൂതന എൻ്റെ ഭാര്യയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് വല്ല ആവശ്യമുണ്ട്? ഒരു രക്ഷയില്ല. പിന്നെ സമാധാന മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ ഏത് ജോലി ചെയ്യണം? കറക്റ്റ് കരിയർ ഗൈഡൻസ് കുട്ടി കൊടുത്തിരിക്കണം. സ്കോളർഷിപ്പ് കുട്ടി എഴുതിപ്പിക്കണം. കുട്ടിക്ക് ജീവിതത്തിൽ നേടാൻ പറ്റിയിരിക്കണം. 2, വിവാഹം എന്ന ഡിസിഷനിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് അപകടം പറ്റരുത്. അത് അച്ഛൻ്റെ അമ്മയുടെയും പ്രധാന ജോലിയാണ്. ആ പ്രായം എത്തുമ്പോൾ 2 കണ്ണല്ല 4 കണ്ണുകൊണ്ട് കുട്ടിയെ കവർ ചെയ്തിരിക്കണം. 2 ചെവിയല്ല 4 ചെവി കൊണ്ട് കുട്ടിയെ കവർ ചെയ്തിരിക്കണം. സ്പൈ വർക്ക് ചെയ്തതെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പോലീസിൽ ഒരുപാട് സ്പൈ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കുട്ടി പോകുന്ന സ്ഥലത്തൊക്കെ സ്പൈ വർക്ക് കറക്റ്റ് ഉണ്ടായിരിക്കണം. കുട്ടിക്ക് അപകടം പറ്റാതെ നോക്കിക്കോണം. അങ്ങനെ കറക്റ്റ് ഡിസിഷൻ വിവാഹം. വിവാഹത്തെ യേശുക്രിസ്തു ഒരു കൂദാശയാക്കി മാറ്റിയിരിക്കുകയാണ്. നല്ല കുടുംബം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? യേശുക്രിസ്തു നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്ന 2 ഉപമകളിലൂടെയാണ്. അതിൽ ആദ്യത്തേത് പ്രസിദ്ധമായ മുടിയനായ പുത്രൻ്റെ കഥയിലാണ്.
മുടിയനായ പുത്രൻ്റെ കഥയ്ക്ക് ആ പേര് കൊടുത്ത് തെറ്റായിപ്പോയെന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അതിന് 9 തലക്കെട്ടുകളാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. ആദ്യമായി മുടിയനായ പുത്രൻ്റെ കഥയ്ക്ക് വേദശാസ്ത്ര പണ്ഡിതന്മാർ കൊടുക്കുന്ന തലക്കെട്ട് സ്റ്റോറി ഓഫ് ദ മിസ്സിംഗ് മദർ എന്ന്, അമ്മയില്ലാത്ത അവസ്ഥയുടെ കഥ. ആ കഥയിൽ അമ്മയില്ല എന്നുള്ളതാണ് വലിയ പ്രത്യേകത. അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ആൺമക്കൾ തമ്മിൽ ഗുസ്തി ഉണ്ടാകുമ്പോൾ അമ്മ ഇടക്കേറി മധ്യസ്ഥം പിടിച്ച പ്രശ്നം പരിഹരിക്കുമായിരുന്നു. ഇനി പരിഹരിക്കാൻ പറ്റിയില്ലയോ? ഇളയ മകൻ വസ്തു വിറ്റുകൊണ്ട് പോകാൻ ശ്രമിച്ചാൽ അമ്മ കയറി മുമ്പിൽ നിന്ന് മോനെ നീ പോകരുതാന്ന് പറഞ്ഞാൽ ഒരിളയ മോനും ഇല്ലമ്മേ ഞാൻ പോകുമെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ. അമ്മയുടെ അപ്പൻ്റെയും കൂടെ ഏറ്റവും കൂടുതൽ കാലങ്ങളിൽ ഉറങ്ങുന്നത് ഇളയ മക്കളാണ്. അമ്മയുടെ മുലപ്പാൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് ഇളയ മക്കളാണ്. രണ്ടാമത്തെ കുട്ടി ഗർഭത്തിലുണ്ടാകുമ്പോഴേ മൂത്തവൻ്റെ മുലകൂടി നിന്നു. രണ്ടാമത്തെ കുട്ടി പിറന്നു കഴിഞ്ഞാൽ മൂത്തവൻ പിന്നെ വേലക്കാരോട് കൂടെ പോയി കിടന്ന് ഉറങ്ങിക്കോണം. അതുകൊണ്ട് തന്നെ അമ്മയുടെ മുലപ്പാൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന, അമ്മയെ കെട്ടിപ്പിടിച്ച ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന കുട്ടി ഇളയ കുട്ടി. ആ കുട്ടികൾക്ക് അമ്മയോട് നോ പറയാൻ പറ്റുകയില്ലെന്ന് ശാസ്ത്രജ്ഞന്മാർ. ഇനി ഈ കുട്ടി ഈ പണം എന്തിനാണ് ചെലവഴിച്ചത്? വേശ്യസ്ത്രീകളുമായി രചിക്കാൻ വേണ്ടി പണം മുടക്കി. ആരാണ് ഈ വേശ്യാലയത്തിൽ പോകുന്നത്? പലപ്പോഴും പഴി ഭാര്യമാർക്കാണ്. നിനക്ക് അവനെ തൃപ്തിപ്പെടുത്തി വിടാടി, നിന്റെ കഴിവുകേടല്ലേ അവൻ ഈ വേശ്യാലയത്തിൽ പോകുന്നത്? പല ഭാര്യമാരെയും വഴക്ക് പറയും. പക്ഷേ വേശ്യസ്ത്രീ പോകുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കുഴപ്പം കൊണ്ടല്ല പോകുന്നത്. ചെറുപ്പത്തിൽ അമ്മയുടെ സ്നേഹം കിട്ടാത്ത പുരുഷന്മാരാണ് ഈ വേശ്യാലയത്തിൽ പോകുന്നത്. ഞങ്ങൾ ഈ വേശ്യാലയത്തിനൊക്കെ പുരുഷന്മാരെ പിടിയും. ചെറുപ്പത്തിൽ അമ്മ മരിച്ചു പോവുകയോ അമ്മയപ്പനോട് വഴക്കുണ്ടാക്കി അപ്പൻ്റെ വീട്ടിൽ നിന്ന് വളരുകയൊക്കെ ചെയ്യുന്ന ആമ്പിള്ളാരാണ് ഈ വേശ്യാലയത്തിൽ പോകുന്നത്. അമ്മയുടെ സ്നേഹവും തഴുകലും ഉമ്മയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയും വേശ്യാലയത്തിൽ പിന്നെ പോവുകയില്ല. അതുകൊണ്ടാണ് ആ കഥയെ സ്റ്റോറി ഓഫ് ദ മിസ്സിംഗ് മദർ എന്ന് വിളിക്കുന്നത്. രണ്ടാമതായ കഥ കൊടുക്കുന്ന തലക്കെട്ട് സ്റ്റോറി ഓഫ് ദ മിസ്സിംഗ് സിസ്റ്റർ എന്നാണ്. അമ്മ ഇല്ലെങ്കിൽ പോലും ഒരു മൂത്ത സഹോദരി ആ റോള് വഹിച്ചാൽ ഈ പ്രശ്നം തീരും. പരിമൽ തിരുമേനിയുടെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. പക്ഷെ മൂത്ത സഹോദരി പരിമൽ തിരുമേനിക്ക് അമ്മയുടെ ഫോമിൽ വർക്ക് ചെയ്തു. അത് വലിയൊരു റോളാണ്. ഇനി അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും സഹോദരയുടെ സ്നേഹം കിട്ടിയാലും വേശ്യാലയത്തിൽ പുരുഷന്മാർ പോവുകയില്ല. പിന്നെ ചേട്ടൻ വരുന്നതും വഴക്കുണ്ടാകുമ്പോൾ സഹോദരി ഇടയ്ക്ക് കയറി, ചേട്ടാ അങ്ങനെ പറയാ ചേട്ടാ അനിയാ നീ ഒന്ന് അനുസരിക്കടാ എന്ന് പറഞ്ഞ് സഹോദരി മധ്യസ്ഥം പിടിക്കും. സഹോദരൊക്കെ നിന്നില്ലെങ്കിൽ ഉള്ളൊരു വിളി വിളിക്കും, അമ്മേ തണികുമാരൻ അടി ഉണ്ടാക്കുന്ന പറയും. അമ്മയൊരു ചിരവേ സാധനം എടുത്തോണ്ട് ഒറ്റ അടി ഉണ്ടാക്കും, ശരിയാവും. അമ്മയുടെയൊക്കെ എന്തില്ലെങ്കിൽ അമ്മയൊരു വിളി വിളിക്കും, ഇങ്ങനെ ഈ വരാൻ തരുന്നത് എന്തോ കാണുന്നത് ഇവന്മാരൊക്കെ അടി ഉണ്ടാക്കുന്ന കണ്ടില്ലെന്ന് ചോദിക്കും. അമ്മ അപ്പനൊരു വടിയെടുത്ത് 2 എണ്ണം കൊടുക്കുമ്പോൾ ശരിയാവും. അപ്പൊ ഈ സഹോദരി എന്ന് പറയുന്നത് മുനിസിപ്പൽ കോടതി, അമ്മയെന്ന് പറയുന്നത് ജില്ലാ കോടതി, അപ്പൻ ഹൈക്കോടതിയാണ്. ഈ കഥയിൽ എന്ത് പറ്റി? മുനിസിപ്പൽ കോടതിയില്ല, ജില്ലാ കോടതിയില്ല, കേസ് ഹൈക്കോടതിയിൽ ആദ്യം പിടിച്ചാൽ കിട്ടുമോ? കിട്ടിയല്ല. അവിടെയാണ് ഈ കുഴപ്പം. അതുകൊണ്ടാണ് സ്റ്റോറി ഓഫ് ദ മിസ്സിംഗ് സിസ്റ്റർ എന്ന് പറയുന്നത്. മൂന്നാമതായ കഥയെ പറയുന്ന സ്റ്റോറി ഓഫ് ദ അവാരിഷ്യസ് ബ്രദർ എന്നാണ്. അത്യാഗ്രഹ സഹോദരന്റെ കഥ. എന്തായാലും അങ്ങനെ വിളിക്കുന്നത്, നമ്മുടെ നാട്ടിൽ സ്വത്ത് വിധിക്കുന്നുള്ള യഹൂദന്മാർ സ്വത്ത് വിധിക്കുന്നത് എല്ലാ അമ്മക്കും ഓരോ വീതം വെക്കും. എന്നിട്ട് അപ്പനും അമ്മയ്ക്കും ഒരു സ്പെഷ്യൽ വീതം വെച്ചേക്കും. അപ്പനും അമ്മയും വയസ്സുകാലത്ത് ഏത് മോൻ നോക്കോ ആ മോനുള്ളതാണ് അപ്പൻ്റെ അമ്മയുടെ വീതം. പിന്നെ ഒരു എക്സ്ട്രാ വീതം വെച്ചേക്കും. അത് കുടുംബത്തിലെ ഏറ്റവും മൂത്ത മോന് കൊടുത്തേക്കും. കാരണം ഒരു കുടുംബത്തെ ഉയർത്താൻ വേണ്ടി ഏറ്റവും മൂത്ത ജ്യേഷ്ഠന്മാരെ കായികാധ്വാനം കൊണ്ടും പൈസ ഇറക്കിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. സ്വത്ത് വീതം വെക്കുമ്പോൾ അതിന് അംഗീകാരം ചേട്ടന് കിട്ടിയാൽ ഈക്വലായിട്ട് വീതം വെക്കാൻ പറയും. ഇത് ഉണ്ടാവരുതെന്ന് യഹൂദന്മാർ നിർബന്ധം പാലിച്ചിരുന്നു. അതുകൊണ്ട് ചേട്ടനൊരു എക്സ്ട്രാ വീതം കൊടുത്തേക്കും. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്, ഇളയ മക്കൾ ആരെങ്കിലും സാമ്പത്തികമായി മുടിഞ്ഞു പോയാൽ ഈ എക്സ്ട്രാ വീതം അനിയന് കൊടുത്തേക്കണമെന്നാണ് നിയമം. മുടിനാപത്തിനോട് സ്വത്ത് വിധിച്ച് 2ആയിട്ടല്ല 4ആയിട്ടാണ്. ചേട്ടനൊരു വീതം, അനിയനൊരു വീതം, അപ്പനൊരു വീതം, പിന്നെ ഒരു എക്സ്ട്രാ വീതം ചേട്ടന് കൊടുത്തിരുന്നു. ഈ മുടിനാപത്തിനും തിരിച്ചു വന്നപ്പോൾ എന്തിനാണ് ഈ ചേട്ടൻ വഴക്കുണ്ടാക്കിയത്? ഈ മുടിഞ്ഞോൻ പോയി ചത്തിരുന്നെങ്കിൽ 4-ൽ 3 എൻ്റെ കയ്യിൽ ഇരുന്നതിനായിരുന്നു, 4-ൽ 1 പോകത്തുള്ളായിരുന്നു. ഇനി അപ്പം പ്രത്യേകം പറയുന്നുണ്ട്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളാവുന്നതാ, എനിക്ക് തന്ന എക്സ്ട്രാ വീതം ഞാൻ നിനക്ക് തന്നെ തരത്തുള്ളൂ, ഇവന് കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്യാഗ്രഹ സഹോദരന്റെ കഥ, ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ കുഴപ്പം ഒന്നാണ് ഈ സ്വത്ത് വീതം വെക്കുമ്പോഴത്തെ അന്യായങ്ങൾ. കുടുംബസ്വത്ത് ആര് കൂടുതലെടുത്താലും മുടിഞ്ഞ് ഉമ്മം കൊടുത്തു. ഞാൻ പോലീസിൽ കണ്ടിട്ടുള്ളതാണ്. കുടുംബസ്വത്ത് ഏറ്റവും കുറച്ച് കിട്ടുന്ന എൻ്റെ മക്കളുണ്ടല്ലോ വലിയ നിലയിലെത്തും. കുടുംബസ്വത്ത് വക്രിച്ചെടുത്തവനുണ്ടല്ലോ 2 തവണ കഴിഞ്ഞാൽ നാട്ടിൽ അവൻ്റെ അംശം ബാക്കി ഉണ്ടാവില്ല. അവേരിഷ്യസ് ബ്രദർ. പിന്നെ സ്റ്റോറി ഓഫ് ദ ലവിങ് ഫാദർ, പാപങ്ങൾ ക്ഷമിക്കുന്ന ഈശ്വരന്റെ കഥയാണ്. ഏറ്റവും നികൃഷ്ടമായ പന്നിയെ നോക്കുന്നതിനായിട്ടും ദൈവം രക്ഷിച്ചതാണ്. ബാക്കി 4 കഥകൾ ഇന്നത്തെ പ്രസംഗ വിഷയത്തിന് സംഗതമല്ല. അപ്പം എന്താണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു നല്ല കുടുംബം ഉണ്ടായി, നല്ല കുട്ടികൾ ആ കുടുംബത്തിൽ വളർന്നു വരണം. ഒരു കുടുംബത്തിൽ 5 ഘടകങ്ങൾ വേണം. സ്നേഹിക്കുന്നൊരു അമ്മ വേണം, സ്നേഹിക്കുന്നൊരു സഹോദരി വേണം, കുടുംബസ്വത്ത് വക്രിച്ചെടുക്കാൻ ആൺമക്കൾ ഗൂഢാലോചന നടത്തരുത്, സ്നേഹിക്കുന്ന അച്ഛൻ വേണം. അച്ഛൻ്റെ സ്നേഹത്തിന് അമ്മയുടെ സ്നേഹത്തിന് വ്യത്യാസമാണ്.
അച്ഛൻ്റെ സ്നേഹത്തിന് രൂപമാണ് ആ പൈസ ബന്ധമുണ്ട്, അമ്മയുടെ സ്നേഹത്തിന് രൂപമാണ് ആ പൈസ ബന്ധം ഇല്ല. അച്ഛന് ഏറ്റവും പണമുള്ള മോനോട് ഭയങ്കര സ്നേഹമാണ്, അവൻ്റെ കാറ് കയറി അച്ഛനിങ്ങനെ ഗമേ നടക്കും. അമ്മയോ ഏറ്റവും പണം കുറഞ്ഞ മോൻ ആരാണ് ആ മോന് വല്ലതൊക്കെ അടിച്ച് മാറ്റി ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ ഒരു പൈസ എടുത്ത് മോനെ കാണാൻ കൊടുക്കും. നീ വെച്ചക്കണ്ട, ഞാൻ തന്ന് പറയലടാ, നീ വെച്ചക്കട. ഏറ്റവും ഇളയ പണം കുറവുള്ള മോനോട് അമ്മയ്ക്ക് സ്നേഹം, പണം കൂടുതലുള്ള മോനോടാണ് അപ്പന് സ്നേഹം. അപ്പൻ്റെ സ്നേഹത്തിന് അതിർവരമ്പുകളുണ്ട്, അമ്മയുടെ സ്നേഹത്തിന് അതിർവരമ്പില്ല. ദൂരെ നിന്ന് മകൻ വരുന്നതായിട്ട് കണ്ടു, അപ്പൻ എന്ത് ചെയ്തു? അപ്പനോട് അറ്റൻഷനായിട്ട് നിന്നു. കോഡസിനൈറ്റീസ് വായിക്കുമ്പോഴും ഫുൾ സ്റ്റോപ്പാണ്. ദൂരെ നിന്ന് മകൻ വരുന്ന അച്ഛൻ കണ്ടു, ഫുൾ സ്റ്റോപ്പ്. അടുത്ത വാചകം എന്താണ്? മനസ്സലിഞ്ഞ് അവനെ സ്വീകരിച്ചു. മനസ്സലിഞ്ഞ് പെട്ടെന്ന് അലിഞ്ഞ സാധനമല്ല. ഇവൻ ആലോചിച്ചു, ഇടോ മുടിഞ്ഞവും ദാ വരുന്നടാ, ഇവനെ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ മരിച്ചുപോയ ഭാര്യ എന്നോട് ക്ഷമിക്കുമോ, നാട്ടുകാരെന്ത് പറയും? ഇതൊക്കെ ആലോചിച്ച് ഇനി വീട്ടിന് മുറ്റത്തെത്തിയപ്പോൾ ഇനി സ്വീകരിച്ചു. ഇതാണ് കഥ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് 5 ഘടകം വേണം. ഈ കല്യാണം ആലോചിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 5 ഘടകമുള്ള കുടുംബമാണോ നിങ്ങൾ നയിക്കുന്ന കുടുംബം, എങ്കിൽ മാത്രമേ മർത്തമറിയ സംഘത്തിൻ്റെ അംഗങ്ങളായ ഒരു സ്ത്രീ ആവുന്ന അർഹതയുള്ളൂ. ഇന്നാളെ ഞാനൊരു കഥ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പള്ളിമുറ്റത്ത് ഇറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി ഓടിയോ, സാറേ ഈ കഥയിൽ ഒരാളെ വിട്ടുപോയി. ഞാൻ ആരാ? അമ്മായിയമ്മ സാറേ, ഏറ്റവും കുഴപ്പമുള്ള ആള്. ഈ പെങ്കൊച്ചനെന്തോ അമ്മായിമ്മ വീടണം ഉണ്ടായിരിക്കും ആ പള്ളിയിലെ ആ കുട്ടിക്ക്. ഞാൻ പറഞ്ഞു, മോളെ ഈ അമ്മയെന്ന് പറഞ്ഞ അമ്മായിമ്മയാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ആസ്വദിച്ചിട്ട്. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നൊരു ഘടകമുണ്ട്, സന്തോഷമുള്ള കുടുംബം ഉണ്ടാക്കാൻ, നല്ല വിവാഹം നടത്തി ഈ സന്തോഷമുള്ള കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ മർത്തമറിയ സംഘത്തിൽ അംഗങ്ങൾ കഴിഞ്ഞിരിക്കണം. കേരളത്തിൽ 1 ലക്ഷം വിവാഹമോചന കേസാണ് കോടതിയിൽ നിൽക്കുന്നത്. അതിലേറ്റവും കൂടുതൽ കേസ് പെൻഡിങ്ങിലുള്ള ജില്ല പത്തനംതിട്ട ജില്ലയാണ്. അതിലേറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്. കുഴപ്പം, മർത്തമറിയ സമുദായത്തിൽ അംഗമായിരിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒരു വിവാഹമോചന കേസുണ്ടായിരുന്നു. ഗർഭത്തിലുള്ള കുട്ടികളെ കൊല്ലുന്ന പരിപാടി. ഇവിടെ 1000 പുരുഷന്മാർക്ക് 1072 സ്ത്രീകളുണ്ടായിരുന്നു കേരളത്തിൽ. കഴിഞ്ഞ 10 കൊല്ലമായി 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 950 പെൺകുട്ടികളെ ജനിക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം 1000 ആൺകുട്ടി ജനിക്കുമ്പോഴേക്ക് 122 പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നു, ഗർഭത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അത് ഗർഭത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പരിപാടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. കേരളം ഉണ്ടായപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ 21% ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനി 17% മാറി. അടുത്ത 20 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനി ജനസംഖ്യയുടെ 7% മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് കണക്ക്, ഡെമോഗ്രാഫി. കേരളം ഉണ്ടായപ്പോൾ ഏറ്റവും വലിയ സമുദായം ഈഴവരായിരുന്നു, 24%. ഇപ്പോൾ അവർ 22% ചുരുങ്ങി. കേരളം ഉണ്ടായപ്പോൾ മുസ്ലിങ്ങൾ 17% ഇപ്പം മുസ്ലിങ്ങൾ 27.5%. മുസ്ലിങ്ങൾ 10% കൂടി. ഇക്കണക്കിന് 20 കൊല്ലം പോയി കഴിയുമ്പോൾ മുസ്ലിം 40% കേരളത്തിലെ ക്രിസ്ത്യാനി 7% ഈ കുടുംബാസൂത്രണ പരിപാടി, ഗർഭത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പരിപാടി, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന പരിപാടി അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അപകടമാണ്. പ്രഭാത നമസ്കാരം, സന്ധ്യാ നമസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ സന്തോഷകരമായ കുടുംബത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെ യൗവനകാലം കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യ ഉണ്ടായപ്പോൾ, സ്വതന്ത്രമായപ്പോൾ ആവറേജ് ലൈഫ് സ്പാൻ 31 വർഷമായിരുന്നു. കേരളം മെഡിക്കൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർന്നപ്പോൾ കേരളത്തിലെ ആവറേജ് ലൈഫ് സ്പാൻ പുരുഷന്മാർക്ക് 68 വയസ്സ്, സ്ത്രീകൾക്ക് 74 വയസ്സ്. യൂറോപ്പിനും അമേരിക്കക്കാളും ബെറ്ററായി ഇന്ത്യ. പെർ സ്ക്വയർ കിലോമീറ്റർ ഗ്രാജുവേറ്റ്സ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെർ സ്ക്വയർ കിലോമീറ്റർ ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്ന പട്ടണം ലണ്ടൻ പട്ടണമായിരുന്നു. രണ്ടാമത്തെ ന്യൂയോർക്ക്. ഇപ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പെർ സ്ക്വയർ കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉള്ള പട്ടണം തിരുവല്ല, രണ്ടാമത്തെ പട്ടണം ചങ്ങനാശ്ശേരി. നമ്മൾ ലണ്ടൻ പട്ടണത്തെ ന്യൂയോർക്കിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. കാരണം സ്റ്റഡി ടിൽ മാരേജ്, വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ ഡിഗ്രി ഇങ്ങനെ എടുത്തോണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കല്യാണം ആലോചിക്കുമ്പോൾ മരുമകൾക്ക് ക്വാളിഫിക്കേഷൻ എത്രയാണ് ആദ്യത്തെ നോട്ടം. അതുകൊണ്ട് പെർ സ്ക്വയർ കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉള്ള പട്ടണം തിരുവല്ല, രണ്ടാമത്തെ ചങ്ങനാശ്ശേരി, നമ്മുടെ കാച്ച്മെന്റ് ഏരിയയിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ സന്തുഷ്ടമായ കുടുംബം സൃഷ്ടിച്ച് 60-ാമത്തെ വയസ്സിൽ കഴിയുമ്പോൾ ഇനി കുറേ ആയുസ് ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കണം. ആ സമയത്ത് സ്വസ്ഥമായ കുടുംബജീവിതം വേണമെങ്കിൽ ചില കാര്യങ്ങൾ വാർദ്ധക്യത്താതെ ശ്രദ്ധിച്ചോണം. ഒന്ന്, ഒരു കാരണവശാൽ നിങ്ങളുടെ കിടപ്പാടവും സമ്പത്തും, ബാക്കിയുള്ള സ്വത്ത് കൊടുത്തോ, ഇത് 2 എണ്ണം
ഒരു മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എഴുതി കൊടുത്തേക്കരുത്. വേദോസ്തം കൃത്യമായി പറയുന്നു, സ്വന്തം കൈ സ്വന്തം തലക്കടയിരിക്കണം. നിങ്ങൾ കിടക്കാനുള്ള ഭൂമിയും ആ കിടക്കുന്ന വീടും മക്കൾ കൊച്ചുമക്കൾ എഴുതി കൊടുത്തേക്കരുത്. മരണശേഷം മാത്രം എഴുതി കൊടുക്കുക, അത് കൊടുത്തേക്കരുത്. എന്നത് കൊടുക്കുന്ന അന്ന് വാർദ്ധക്യ സദസ്സിലാവും. ഞാൻ ഓൾഡ് ഏജ് ഹോം കമ്മീഷന്റെ മെമ്പറായിരുന്നു. സ്വത്ത് കോടീശ്വരന്മാരായ ഓരോരുത്തർ വന്ന് അവിടെ കിടക്കുകയാണ്, സ്വത്ത് മക്കൾക്ക് എഴുതി കൊടുത്ത. അതുകൊണ്ട് കിടക്കുന്ന വീട്, ആ വീടിരിക്കുന്ന പുരയിടം, ഇത്ര മാത്രം ഒരു മോനും മരുമവും കൊച്ചുമൊക്കെ എഴുതി കൊടുത്തേക്കരുത്. സ്വസ്ഥമായി നിങ്ങൾക്ക് മരിക്കാൻ പറ്റിയിരിക്കണം. 60 വയസ്സ് കഴിയുമ്പോഴാണ് ഭൂമിയിൽ ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടം. നിങ്ങൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. എപ്പോഴാണ് ഒരു ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത്? ആ പുസ്തകം കണ്ടുപിടിച്ചിരിക്കുന്നു 65 വയസ്സ് മുതൽ 75 വയസ്സുള്ള 10 കൊല്ലമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടം. അവിടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഇപ്പം നിൽക്കുന്നത്. അത് സന്തോഷമുള്ള കാലഘട്ടം തന്നെ ആയിരിക്കണം. ഞാൻ പെൻഷൻ പറ്റി കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയത്. ആ ഓഫീസിലെ മെനക്കടൊന്നുമില്ല, സ്വസ്ഥമായിട്ട് സന്തോഷം അനുഭവിക്കാം. ഇഷ്ടമുള്ള പുസ്തകമൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി 65 വയസ്സ് വരെ സന്തോഷമുള്ളതായിരിക്കണം. ദീർഘായുസ്സും ഒരു മൂലകവുമായി അസാമാന്യ ബന്ധമുണ്ട്. സെലീനിയം എന്ന മൂലകം അഫ്ഗാനിസ്ഥാനിലും ടർക്കിയിലും ജപ്പാനിലും 100 വയസ്സിലേറെ പ്രായത്തിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങളെടുത്ത് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യം സെലീനിയം എന്ന കോമ്പൗണ്ടാണ്. കേരളത്തിലെ വെജിറ്റബിൾസിനകത്ത് സെലീനിയം ഇല്ല, നമ്മുടെ മണ്ണിൽ സെലീനിയം ഇല്ല. അതുകൊണ്ട് സെലീനിയമുള്ള ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചിരിക്കണം. 80 വയസ്സ് വരെ സുഖമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. 60 വയസ്സ് കഴിഞ്ഞാൽ വൈറ്റമിൻ സിയുടെ പ്രൊഡക്ഷൻ 4-1 ചുരുങ്ങും. വൈറ്റമിൻ സി ഇല്ലെങ്കിൽ മസിലിന് ബലം കിട്ടുകയില്ല. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുകയോ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഉള്ള ഒരു ടാബ്ലറ്റ് കഴിക്കുകയോ ചെയ്തിരിക്കണം. 3, നമുക്ക് വരുന്ന രോഗങ്ങളിൽ 4-1 വരുന്നത് വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജാണ്. അതുകൊണ്ട് ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു ചെറിയ കോമ്പൗണ്ട് കഴിച്ചിരിക്കണം. ഏറ്റവും പ്രധാനം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. അതിൽ 60 വയസ്സ് കഴിഞ്ഞാൽ B12 എന്ന് പറയപ്പെടുന്ന സയാനോ കോബാലമിൻ, അതിൻ്റെ പ്രൊഡക്ഷൻ 4-1 ചുരുങ്ങും. വൈറ്റമിൻ B12 ഇല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, നമ്മൾ കട്ടിലെ കിടക്കുക അല്ലാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഈ സയാനോ കോബാലമിൻ ഇപ്പോഴേ മെത്തിക്കോബാൽ 500 mg എന്നൊരു ഗുളികയുണ്ട്. അത് കഴിച്ചാൽ കുടലിനകത്ത് സയാനോ കോബാലമിൻ ജനറേറ്റഡ് ആവും. അപ്പോൾ ഒരു 80 വയസ്സ് വരെ ആരോഗ്യത്തോട് നടക്കാനും ഇരിക്കാനും നമുക്ക് പറ്റണം. അതുകൊണ്ട് വൈറ്റമിൻ B12 ഒരു ഗുളിക കഴിച്ചിരിക്കണം. 1/2 മണിക്കൂറെങ്കിലും നടക്കണം. ഒരു ദിവസം 2 മണിക്കൂർ മനസ്സിന് എക്സസൈസ് കൊടുത്തേക്കണം. മനസ്സിന് TV കാണുകയോ പത്രം വായിക്കുകയോ പുസ്തകം വായിക്കുകയോ ഒക്കെ ചെയ്യണം. ഇൻ്റലക്ച്വൽ എക്സസൈസ് കൊടുക്കണം. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഓർമ്മക്കുറവുള്ളവർ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, അൽസീമേഴ്സോ ഡിമെൻഷ്യയോ എന്തെങ്കിലും ഓർമ്മക്കുറവ് രോഗം നമ്മുടെ രക്തത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയാൻ ശ്രമിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഭാര്യ ആരാ, ഭർത്താവാരാ, മക്കളാരാന്ന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ ആ പരിതാപകരമായ ജീവിതമാണ്. ശത്രുവിനുകൾ ഉണ്ടാകാൻ പാടുള്ള രോഗമാണ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ 1, സാരസ്വതാരിഷ്ടം ഒരു 1/2 ഔൺസ് കഴിച്ചേക്കണം. പിന്നെ ഹിമാലയ സാനുക്കളുടെ സന്യാസിമാർ കഴിക്കുന്ന ഒരു മരുന്നുണ്ട്, ഒരു ഗുളിക, അത് ശകലം കഴിക്കണം. പിന്നെ അൽസീമേഴ്സോ ഡിമെൻഷ്യയോ ഫസ്റ്റ് കസിൻസിനോ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഒരു ചെടിയുണ്ട്, ജിങ്കോ ബിലോബ. ആ ചെടിയിൽ നിന്നൊരു മരുന്നുണ്ടാക്കിയിട്ടുണ്ട്, ജിങ്കോ ബിൽ. അതൊരെണ്ണം കഴിച്ചാൽ ഒരു 20 കൊല്ലത്തേക്കെങ്കിലും ഈ അൽസീമേഴ്സും ഡിമെൻഷ്യയും പോസ്റ്റ്പോൺ ചെയ്യപ്പെടും. വാർഷികകാലം ദുരിതപൂർണ്ണമാകാതിരിക്കാൻ എസെൻഷ്യലായ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ കൊടുക്കണം. അതിന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആരെയെങ്കിലും ചീത്ത വിളിക്കണം. മനുഷ്യരെ ചീത്ത വിളിക്കേണ്ട, ഒരു പട്ടിയെ വളർത്തിട്ട് പട്ടി അങ്ങ് ചീത്ത വിളിക്കുക, ഇല്ലെങ്കിൽ മറ്റൊരു മരത്തിനെ അങ്ങ് ചീത്ത വിളിക്കുക, ആൽമരത്തെ അങ്ങ് 10 തെറി വിളിച്ചോളുക. പക്ഷെ തലച്ചോറിന് ചെറിയ ദേഷ്യപ്പെടുകയും ഒരു ഉത്തേജനം കൊടുക്കുകയും ചെയ്താലേ ബ്രെയിൻ ശരിക്കും ഫങ്ഷനിലാവുള്ളൂ. പല അമ്മായിമാരും മരുമോളെ ചീത്ത വിളിക്കുക, അതങ്ങ് നിർത്തുക. പട്ടിയെയോ പശുവിനെയോ വേറെ എന്തെങ്കിലും ഒരിടത്തെ അങ്ങ് ചീത്ത വിളിച്ചോ, ഇല്ലെങ്കിൽ ടിവിയുടെ മുമ്പിൽ നിന്ന് TV കാണുന്ന കഥാപാത്രത്തെ അങ്ങ് ചീത്ത വിളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആരെങ്കിലും 1/2 മണിക്കൂർ ചീത്ത വിളിച്ചേക്കണം, തലച്ചോറ് ഒന്ന് ആക്ടിവേറ്റ് ആവാനായിട്ട്. അതുകൊണ്ട് വാർദ്ധക്യകാലത്ത് സന്തോഷപ്രദമായ ജീവിതം നയിക്കണം. എന്നിട്ട് ആ ജീവിതത്തെ പറ്റി വേദോസ്തം പറയുന്ന 3 വാചകങ്ങളെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മറ്റു മതങ്ങളിൽ വാർദ്ധക്യം ഒരു ശാപമാണ്. ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ദുർവാസാവ് മഹർഷി ദേവന്മാരെ ശപിച്ചു. പാലാഴി മരണം നടത്തിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും.
പക്ഷെ വേദപുസ്തകം പറയുന്നു, നീതിമാനെ ഞാൻ മക്കളെ കാണിക്കും. കൊച്ചുമക്കളെ കാണാൻ പറ്റിയാൽ വേദപുസ്തകം പറയുന്നു ആൾ നീതിമാനാണ്. അതുകൊണ്ട് കൊച്ചുമക്കളെ കണ്ട് നീതിമാനാണെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പ്രത്യേകമായി പ്രാർത്ഥന ചെയ്തിരിക്കണം. കൊച്ചുമക്കളെ നീതിമാനെ ഞാൻ മക്കളെ കാണിക്കും. ദീർഘായുസ്സായിട്ട് എന്ത് ചെയ്യണം? വളരെ കൃത്യ വേദപുസ്തകം പറയുന്നു, ദീർഘായുസ്സനാവാൻ വേണ്ടി നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. നമ്മുടെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദീർഘായുസ് കിട്ടും, അല്ലെങ്കിൽ ദീർഘായുസ്സൊന്നും ഉണ്ടാവില്ല. പിന്നെ കൊച്ചുമക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ആവർത്തന പുസ്തകം കൃത്യമായി പറയുന്നു, കൊച്ചുമക്കൾ കിരീടമാണ്. മക്കൾ തലയിൽ വെക്കേണ്ടവരാണ്. തല വെച്ച് വഷളായി കളയരുത്, അതെ, അതുപോലെ കരുതണമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. വാർദ്ധക്യത്തെ പറ്റി വേദപുസ്തകം പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണം. ഇനി നീതിമാന് ഈശ്വരൻ കൊടുക്കുന്ന ഒരു അന്ത്യമുണ്ട്. വേദപുസ്തകം പറയുന്നു, നീതിമാന്റെ മരണം ഉറക്കം പോലെ. കിടന്ന് കഷ്ടപ്പെട്ട് നിലവിളിക്കാതെ, എഴുന്നേക്കാനൊക്കാതെ കിടന്ന് പ്രാഗി, മരുമക്കളെയൊക്കെ പ്രാഗി അവസാനം ഉണ്ടാവരുത്. ഹിന്ദുക്കൾ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ദൈവത്തോട് യാത്ര ചോദിക്കും, അനായാസേന മരണം. ആയാസമില്ലാതെ മരിക്കാൻ പറ്റുന്ന ഹിന്ദുക്കൾ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദിവസവും പ്രാർത്ഥിച്ചേക്കണം. മക്കൾക്കോ കൊച്ചുമക്കൾക്കോ മരുമക്കൾക്കോ ഉപദ്രവം ഉണ്ടാവാതെ, കട്ടിലെ കിടന്ന് പ്രാവാതെ, നിലവിളിക്കാതെ ശാന്തമായി മരിക്കാൻ പറ്റിയിരിക്കണം. നീതിമാൻ ഉറക്കത്തിൽ മരിക്കുന്ന പോലെ ശാന്തമായ മരണം ഈശ്വരൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് മർത്തമറിയം സമൂഹത്തിലെ അംഗങ്ങളായി നിങ്ങൾ നയിക്കുന്ന വീടുകളിൽ ശാന്തി സമാധാനം ഉണ്ടാവാനും മക്കളും കൊച്ചുമക്കളും വലിയ നിലയിലെത്താനും അവസാനം വാർദ്ധക്യകാലത്ത് എല്ലാവർക്കും സ്നേഹവും സന്തോഷവും കൊടുത്ത് നീതിമാൻ ഉറക്കത്തിൽ മരിക്കുന്നത് പോലെ ശാന്തമായി ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ പറ്റിയിരിക്കണം. അതിന് നിങ്ങളുടെ മർത്തമറിയം സമൂഹത്തിലെ പ്രവർത്തനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.